ഹലോ എവരിവൺ, എൻ്റെ പേര് അപൂർവദാസ് എന്നാണ്. നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് മന്ത്ലി മാസ്റ്ററിംഗ് ടെസ്റ്റിൻ്റെ ഒരു ഡിസ്കഷൻ വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണ് മന്ത്ലി മാസ്റ്ററിംഗ് ടെസ്റ്റ്? നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ തന്നെ കോമൺ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടും നമ്മൾ ഒരു സ്റ്റഡി പ്ലാൻ നമ്മളിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. 4 വീക്സ് കഴിഞ്ഞിരിക്കുന്നു നമ്മളുടെ സ്റ്റഡി പ്ലാനുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയി തുടങ്ങിയിട്ട്, അതായത് ഒരു മന്ത് കഴിഞ്ഞിരിക്കുന്നു. സോ ഈ 4 ആഴ്ചകളിൽ നമ്മൾ സാറ്റർഡേ ടെസ്റ്റുകൾ, വീക്ക്ലി സാറ്റർഡേ ടെസ്റ്റുകളും തൊട്ടടുത്ത ദിവസം സൺഡേ ഡിസ്കഷനുകളും നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും അതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ഈ 4 ആഴ്ചകൾക്ക് ശേഷം ഒരു മാസം കഴിയുന്ന വേളയിൽ നമ്മൾ 75 ചോദ്യങ്ങൾ അടങ്ങുന്ന, അതായത് ഇത്രയും ദിവസങ്ങളിലൂടെ നമ്മൾ ഏതെല്ലാം ഭാഗങ്ങളാണോ പഠിച്ചത് അതെല്ലാം കൂടി നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു റിവിഷൻ ടെസ്റ്റായിട്ട് 75 ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു ടെസ്റ്റ് നമ്മൾ നടത്തുകയാണ്. 60 മിനിറ്റാണ് നിങ്ങൾക്ക് ഈ ടെസ്റ്റിന് വേണ്ടി നമ്മൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. 60 മിനിറ്റിലാണ് 75 ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത്. സോ ദാറ്റ് PSCയുടെ ശരിക്കുള്ള എക്സാമിൽ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗം വളരെ കൃത്യമായിട്ട് ചെയ്യുന്നതിന് സാധിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇനി ഈ 75 ചോദ്യങ്ങളിൽ 25 ചോദ്യങ്ങൾ GK പോർഷനിൽ നിന്നാണ്, 25 ചോദ്യങ്ങൾ അരിത്തമാറ്റിക് അതുപോലെ മെൻ്റൽ എബിലിറ്റി ഭാഗങ്ങളിൽ നിന്നാണ്, 30 ചോദ്യങ്ങൾ ഇംഗ്ലീഷിൻ്റേതുമാണ്. നമുക്കറിയാം കോമൺ ഡിഗ്രി പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സിലബസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. ഇംഗ്ലീഷിന് എന്ത് ചെയ്യുന്നുണ്ട്, 20% വെയിറ്റേജാണ് ഇംഗ്ലീഷിന് മാത്രമായി വരുന്നത്. അരിത്തമാറ്റിക്കലും മെൻ്റൽ എബിലിറ്റിക്ക് രണ്ടും ചേർന്നിട്ടും ഇതുപോലെ 20% വെയിറ്റേജാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ 2 ഭാഗങ്ങൾക്ക് കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടും ഉണ്ട്. ഇനി PDF കീ ആൻഡ് എക്സ്പ്ലനേഷൻസ് ഉള്ള PDF നമ്മൾ ഓൾറെഡി കോഴ്സ് എടുത്ത ആളുകൾക്കാണ് ഈ ടെസ്റ്റ് നമുക്ക് ആപ്പ് വഴിക്ക് കയറി ചെയ്യാൻ സാധിക്കുന്നത്. അവർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കീയും എക്സ്പ്ലനേഷനുമുള്ള PDF ലഭ്യമാക്കിയിട്ടുണ്ട്. ആദ്യ മാസത്തെ ടെസ്റ്റ് എന്ന നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതെന്താണെന്ന് മനസ്സിലാക്കിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് മന്ത്ലി ടെസ്റ്റിൻ്റെ PDF വിത്ത് കീ ആൻഡ് എക്സ്പ്ലനേഷൻ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഗ്രൂപ്പിൽ നമ്മൾ ഇടുന്നതായിരിക്കും. ഇനി ഡിസ്കഷൻ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുകയാണ്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓരോരോ ചോദ്യങ്ങളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അവ ഏത് രീതിയിൽ നിങ്ങൾ ആൻസർ ചെയ്തു എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർക്കാൻ ശ്രമിക്കുക. ശരിയായ രീതിയിലാണോ ചിന്തിച്ചതെന്ന് മനസ്സിലാക്കാനും നോക്കുക. എക്സ്ട്രാ പോയിന്റുകൾ നേടുക എന്നതാണ് നമ്മുടെ ഡിസ്കഷൻ്റെ ഉദ്ദേശം. എക്സ്ട്രാ പോയിന്റുകൾക്ക് വേണ്ടി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ടെസ്റ്റുകൾക്ക് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾ മാറ്റിവെച്ച ആ പുസ്തകത്തിൽ എന്ത് ചെയ്യുക, നിങ്ങൾ എക്സ്ട്രാ പോയിന്റുകൾ കുറിച്ച് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? എല്ലാവർക്കും അക്കാഡമിക്സ് PSCയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഹാർദമായിട്ടുള്ള സ്വാഗതം. ആദ്യ ചോദ്യം: കൺസിഡർ the following statements regarding the similarity between Mars and Earth. മാർസും എർത്തും തമ്മിലുള്ള സിമിലാരിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നോക്കൂ, ആദ്യ മാസത്തിൽ വേൾഡ് ജിയോഗ്രഫി എന്ന തലത്തിൽ നമ്മൾ എന്ത് മാത്രമാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്, യൂണിവേഴ്സ് എന്നുള്ള തലത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ജിയോഗ്രഫിയുടെ ഭാഗത്ത് ആദ്യം കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്ത മാസം മുതൽ ഫെബ്രുവരി, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഹെക്ടിക് ആയിട്ടുള്ളൊരു മാസമായിരിക്കും. കാരണം വളരെയധികം പോർഷനുകൾ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സിലബസിലാക്കിയിട്ട് ടൈം ടേബിളിൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാനുമായി ബന്ധപ്പെട്ട് തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഇപ്പോഴുള്ള ഈ ഭാഗങ്ങൾ മാത്രം കണ്ട് ഇത്രയേ വരുള്ളൂ എന്ന് വിചാരിക്കരുത്. നമ്മൾ ഫെബ്രുവരി മാസം അവസാനിക്കുന്ന സമയത്ത് നമ്മളുടെ സ്റ്റഡി പ്ലാനിൻ്റെ നമ്മളൊരു 70% to 75% നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ ഓടിയെത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ. സോ അതിനെന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കോംപ്രമൈസ്, ഇത്രയും എത്തിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും ഒരു 60% എങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ കവർ ചെയ്തിരിക്കണം. സോ ദാറ്റ് ഫൈനൽ മന്ത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, നമുക്കൊരു വളരെ കൃത്യമായിട്ടുള്ള പ്ലാനോട് കൂട്ടി നമുക്ക് മുഴുവനാക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദ സിമിലാരിറ്റി ബിറ്റ്വീൻ മാർസ് ആൻഡ് എർത്ത്. എന്തൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ് തന്നിരിക്കുന്നത്? ബോത്ത് ഹാവ് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്സ് ദാറ്റ് പ്രൊട്ടക്ട് ദം ഫ്രം സോളാർ റേഡിയേഷൻ എന്നാണ് പറയുന്നത്. അതായത് സോളാർ റേഡിയേഷനിൽ നിന്നും നമ്മളുടെ ഇപ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രധാന പ്രത്യേകത എന്താണ്? എർത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്തിനാണ് നമുക്ക് ലഭ്യമാകുന്നത്? അതായത് സൂര്യനിൽ നിന്നും മറ്റും വരുന്ന പ്രധാനപ്പെട്ട ഇതുപോലെയുള്ള സോളാർ റേഡിയേഷൻ, സോളാർ വിൻഡുകളൊക്കെ ഉണ്ടാവും. അവയെ അതിൻ്റെ അതേ ശക്തിയോടുകൂടി ഭൂമിയിലേക്ക് എത്തിയാൽ അത് ഭൂമിയിൽ സർവ്വനാശമായിരിക്കും ഉണ്ടാക്കാൻ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ടെറസ്ട്രിയൽ പ്ലാനറ്റുകളുടെ സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡുകളില്ലാത്ത എല്ലാ പ്ലാനറ്റുകൾക്കും എന്താ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്, അവയുടെ എല്ലാം അറ്റ്മോസ്ഫിയർ എന്ത് ചെയ്തു, സോളാർ വിൻഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്, റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്വന്തമായി ശക്തമായിട്ടുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ടാണ് ഇവ എന്ത് ചെയ്യുന്നത്, ഇവ നമ്മളുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിനെ ബാധിക്കാതെ ഇവ കൃത്യമായിട്ട് ഇവയെ തടഞ്ഞു നിർത്തുന്നത്. ഇനി നോക്കൂ, പോൾസിൻ്റെ ഭാഗങ്ങളിൽ നമുക്ക് എറോറാസ് കാണാറുണ്ട്. അതിന് കാരണം എന്താ, ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഈ ഒരു പ്രത്യേകത കാരണം എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടേക്ക് ഇവ കടക്കുന്നില്ല, പകരം അവ എന്ത് ചെയ്യുന്നുണ്ട്, ഈ റേസ്
ഈ പോൾസിൻ്റെ ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവ വരികയും അന്തരീക്ഷത്തിലെ അയണോസ്ഫിയറും മറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയും അതിനെ തുടർന്ന് അവിടെ അറോറ ബോറിയാലിസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുമാണ് ചെയ്യുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? നമുക്കൊരു ക്ലാസ് എടുക്കുന്ന അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇവ പറയാൻ പറ്റില്ല, പ്രധാന പോയിന്റുകൾ പറഞ്ഞു പോവുകയാണ്. ക്ലാസ്സിൽ ഇവയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ പറയുന്നു മാർസിൻ്റെയും എർത്തിൻ്റെയും കാര്യം നോക്കുന്ന സമയത്ത് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡുകൾ രണ്ടിനും ഉണ്ട് ഫ്രം സോളാർ റേഡിയേഷനിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. ശരിയാണോ? എന്താ തോന്നുന്നത്? ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് അല്ല. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് അല്ല. സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആർക്കുണ്ട്? എർത്തിനുണ്ട്, പക്ഷേ മാർസിനില്ല. എർത്തിന് ആരാണ് ഈ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നത്? എർത്തിൻ്റെ ഔട്ടർ കോർ. ആരാണ്? എർത്തിൻ്റെ ഔട്ടർ കോർ എന്ന് പറയുന്നത് ലിക്വിഡ് ഫോമിലാണ്. എന്ത് ഫോമിലാണ്? ലിക്വിഡ് ഔട്ടർ കോറാണ് എർത്തിനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഈ ലിക്വിഡ് കോറിൽ എന്ത് ചെയ്യുന്നുണ്ട്? മോൾട്ടൺ അയേൺ ഉണ്ടാവും. അപ്പോൾ അല്ലേ, ലിക്വിഡ് എന്ന് വെച്ചാൽ എന്താണ്? മോൾട്ടൺ ഫോമിലാണ്. ഈ മോൾട്ടൺ അയേൺ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? ഇത് മൂവ് ചെയ്യാണ്. ഈ മൂവിങ് മോൾട്ടൺ അയൺ എന്തിനെ സൃഷ്ടിക്കുകയാണ്? ഒരു ഇലക്ട്രിക് കറണ്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഇലക്ട്രിക് കറണ്ടാണ് എന്തിലേക്ക് നയിക്കുന്നത്? ഒരു സെൽഫ് ഇൻഡ്യൂസിങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു സെൽഫ് ഇൻഡ്യൂസിങ് അല്ലെങ്കിൽ ഒരു സെൽഫ് എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡൈനാമോ എഫക്റ്റ് എന്ത് ചെയ്യുകയാണ്? ഉണ്ടാക്കുകയാണ് എർത്തിൽ ചെയ്യുന്നത്. ഒരു ഡൈനാമോ എഫക്റ്റ് എന്ത് ചെയ്യുകയാണ്? ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഡൈനാമോ എഫക്റ്റാണ് എന്തായിട്ട് മാറുന്നത്? നമ്മുടെ എർത്തിൻ്റെ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡായിട്ട് മാറുന്നത്. മാർസിൽ ഇങ്ങനെ ഒരു ലിക്വിഡ് ഔട്ടർ കോർ ഉണ്ടോ? ഇല്ല. അത് കൂൾ ഡൗൺ ആയിട്ട് എന്താണ്? സോളിഡ് ഫോമിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കുള്ളതുപോലെ മാർസിലൊരു സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലഭ്യമല്ല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അതുകൊണ്ട് തെറ്റാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി നോക്കൂ, എന്താ ചോദിച്ചിട്ടുള്ളത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ എബവ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അല്ലേ, മുകളിൽ തന്നിട്ടുള്ളവയിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്ന് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ, ഞാനിപ്പോൾ പറയാൻ പോകുന്ന ടെക്നിക്കിൻ്റെ പേരെന്താണ്? ഒരുപാട് പേര് നിങ്ങൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും അല്ലേ? എലിമിനേഷൻ ടെക്നിക്ക്. എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യുക, എങ്ങനെ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം എന്നതാണ് നമ്മൾ എലിമിനേഷൻ ടെക്നിക്കിൽ മനസ്സിലാക്കുന്നത്. ഓരോ എക്സാമ്പിൾ ഞാൻ അത് പറഞ്ഞു തരാറുണ്ട്. അത് എല്ലാ ക്വസ്റ്റൻസും എലിമിനേഷൻ ടെക്നിക്ക് നമുക്ക് പറ്റണമെന്നില്ല. അത് വരുന്ന ഇടങ്ങൾ കൃത്യമായി മനസ്സിലാക്കലാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കിയില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? ഒന്ന് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്ന് എന്തായാലും വരില്ല. അപ്പോൾ ഒന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ നമുക്ക് കളയാം. അപ്പോൾ ഇതിലൊന്നുണ്ട്, രണ്ടാമത്തേലൊന്നുണ്ട്, നാലാമത്തേലൊന്നുണ്ട്. അപ്പോൾ ഒരൊറ്റ അടിക്ക് എന്ത് ചെയ്തു? ഈ 3 ഓപ്ഷൻസും കളഞ്ഞ് നമ്മുടെ ആൻസറിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. അതായത് 2ഉം 3ഉം വായിക്കാതെ തന്നെ 2ഉം 3ഉം മാത്രമാണ് ശരി എന്ന് നമ്മൾ മനസ്സിലാക്കി. കാരണം എന്താ? ഒന്ന് തെറ്റാണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഒന്ന് തെറ്റാണെന്ന് മനസ്സിലാക്കുന്നതോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഒന്നുള്ള ഓപ്ഷൻസൊക്കെ കളയുകയാണ്. നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് 2 and 3 ഓൺലി എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി 2 and 3 ഓൺലി ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? ബോത്ത് ഹാവ് ഡേ ആൻഡ് ലെങ്ത് ദാറ്റ് ആർ നിയർലി സെയിം. ശരിയല്ലേ? എർത്തിൽ എന്താണ്? 24 hours ആണ്. അവിടെ എത്രയാണ്? മാർസിൽ എത്രയാണ്? 24 hours ഒരു 37 minutes കൂടി ചേർന്നാൽ എന്തായി? മാർസിലെ ഒരു ദിവസമായി. മനസ്സിലാവുന്നുണ്ടോ? ബോത്ത് ഹാവ് സിമിലർ ആക്സിയൽ ടിൽറ്റ്. ശരിയല്ലേ? എർത്തിൻ്റെ എന്ന് പറയുന്നത് എത്രയാണ്? എർത്തിൻ്റെ എന്ന് പറയുന്നത് 23.5 ആണ്. നമ്മളുടെ മാർസിൻ്റെ എന്ന് പറയുന്നത് 25.2 ഡിഗ്രിയാണ്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ആക്സിയൽ ടിൽട്ടും ഒരു ദിവസത്തിൻ്റെ എന്താ പറയുക ലെങ്ത്തും രണ്ടും എർത്തിൻ്റെയും മാർസിൻ്റെയും കമ്പയറബിൾ ആയിട്ട് ഉള്ളവയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി 2, 3 എന്ത് ചെയ്യണ്ടില്ല, വായിക്കേണ്ടതേ ഇല്ല. ഒന്ന് തെറ്റാണെന്ന് മനസ്സിലാവുന്നതോടുകൂടി എന്താണ് നമ്മൾ ആൻസർ ചെയ്യുന്നു പോകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ലാഭിക്കുന്ന ചിലപ്പോൾ 1 or 2 മിനിറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, എക്സാമിൻ്റെ അവസാനം നമുക്ക് ചിലപ്പോൾ ഒരു 2 ചോദ്യം എക്സ്ട്രാ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് എലിമിനേഷൻ ടെക്നിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം എന്ന് നമ്മളെപ്പോഴും പറയാറുള്ളത്. ശരി, ആദ്യ ചോദ്യത്തിൻ്റെ ആൻസർ അപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. രണ്ടാം ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് നെബുലാർ ഹൈപ്പോത്തസിസ്. അപ്പോൾ നമ്മൾ സോളാർ സിസ്റ്റം ഉണ്ടായ ഒരുപാട് ഹൈപ്പോത്തസിസുകൾ നമുക്കറിയാം അല്ലേ. അപ്പോൾ നെബുലാർ ഹൈപ്പോത്തസിസ് അതിൽ ഒരു ഹൈപ്പോത്തസിസ് ആണ് അല്ലേ. ബൈനറി സ്റ്റാർ ഹൈപ്പോത്തസിസ്, അങ്ങനെ നമ്മൾ ഒരുപാട് ഹൈപ്പോത്തസിസുകൾ, ഒരു 6-7 ഹൈപ്പോത്തസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇതിൽ നെബുലാർ ഹൈപ്പോത്തസിസ് വളരെ പ്രശസ്തമായിട്ടുള്ള ഹൈപ്പോത്തസിസ് ആണ്. എന്താണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്? എന്താണ് നെബുലാർ ഹൈപ്പോത്തസിസിൽ കാണാൻ സാധിക്കുന്നത്? നോക്കൂ, ഓപ്ഷൻസ് പറയുന്നു. ദ പ്ലാനറ്റ്സ് വെർ ഫോംഡ് ഔട്ട് ഓഫ് എ സ്ലോലി റൊട്ടേറ്റിംഗ് ക്ലൗഡ് ഓഫ് മെറ്റീരിയൽ സറൗണ്ടിങ് എ യൂത്ത്ഫുൾ സൺ എന്നൊന്ന് പറയുന്നു. The universe began with a massive explosion and galaxies are moving farther apart over time. മാസീവ് എക്സ്പ്ലോഷനെ കുറിച്ച് പറയുന്നു. The earth and other planets were formed directly from the explosion of a star എന്ന് പറയുന്നു. The sun and planets formed from particles created after the Big Bang എന്ന് പറയുന്നു.
അപ്പോൾ ഇതിലേതാണ് നെബുലാർ ഹൈപ്പോത്തിസിസ്? നെബുലാർ ഹൈപ്പോത്തിസിസ് ഒന്നാമത്തെയാണ് അല്ലേ. എന്താണ് നെബുല? നെബുല എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ നെബുലാർ ഹൈപ്പോത്തിസിസ് മനസ്സിലാക്കാം. നെബുല എന്ന് പറയുന്നത് എന്താണ്? സ്ലോലി റൊട്ടേറ്റിംഗ് ക്ലൗഡ് ഓഫ് മെറ്റീരിയൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി അതിലും അല്ല എന്നുണ്ടെങ്കിൽ നെബുല ശരിക്കും എന്താണ്? അത് ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള ഗ്യാസും അതുപോലെ തന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസും ചേരുന്ന ഒരു വലിയൊരു മേഘം പോലെ നിങ്ങൾ ഇതിന് വിചാരിക്കുക. അതായത് ഒരു നമ്മൾ ആകാശത്തിൽ കാണുന്ന മേഘമല്ല കേട്ടോ, ഇതിൽ നിന്നാണ് നമ്മൾ കാണുന്ന സോളാർ സിസ്റ്റം മുഴുവൻ ഉണ്ടായത്, അത്രയും വലിയ മേഘം. അപ്പോൾ ഇങ്ങനെ ഒരു എന്താണ് നിൽക്കുന്നൊരു ക്ലൗഡാണ് നെബുല എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ നെബുല അതിൻ്റേതായിട്ടുള്ള എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ അടിയിലേക്ക് എന്താണ് കൊളാപ്സ് ആവുകയും അതിൻ്റെ ഒരു ഭാഗത്ത് നടുവിലൊരു ഭാഗത്ത് വലിയൊരു എന്താണ് ഒരു കോർ സൃഷ്ടിക്കപ്പെടുകയും അതൊരു നക്ഷത്രമായി മാറുകയും അതിന് ചുറ്റും എന്താണ് ഒരു ഡിസ്ക് ഫോമിൽ എന്ത് ചെയ്യുകയാണ്, ബാക്കി പാർട്ടിക്കിൾസ് കറങ്ങി തുടങ്ങുകയും ഈ ഡിസ്കിൻ്റെ ഓരോ ഭാഗത്തുള്ള എന്താ പറയുക പാർട്ടിക്കിൾസ് ഒന്നിച്ചു ചേർന്ന് അവ പിന്നീട് പ്ലാനറ്റുകളായി മാറുകയും ചെയ്തിട്ടാണ് നമുക്ക് സോളാർ സിസ്റ്റം ഉണ്ടായത്. ഈ തിയറിയാണ് നെബുലാർ ഹൈപ്പോത്തിസിസ് എന്ന പേരിൽ പറയുന്നത്. സോ ബേസിക്കലി എന്താണ്? ദ പ്ലാനറ്റ്സ് വെർ ഫോംഡ് ഔട്ട് ഓഫ് എ സ്ലോലി റൊട്ടേറ്റിംഗ് ക്ലൗഡ് ഓഫ് മെറ്റീരിയൽ സറൗണ്ടിങ് എ യൂത്ത്ഫുൾ സൺ. സോ ഈ സണ്ണും ഉണ്ടായത് നെബുലയിൽ നിന്ന് തന്നെയാണ്. പിന്നെ അതിന് ചുറ്റും നിന്ന് ബാക്കി ഭാഗങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അവ കൂട്ടിയിടിച്ച് ഓരോ ഭാഗങ്ങളിൽ ഓരോരോ പ്ലാനറ്റുകളായിട്ട് മാറുകയാണ് ഉണ്ടായതെന്ന് പറയുന്ന തിയറിയാണ് നെബുലാർ ഹൈപ്പോത്തിസിസ്. ഓക്കെ അല്ലേ? സോ ഒന്നാമത്തെ ഓപ്ഷനാണ് അതിൽ ശരിയായി വരുന്നത്. ഇതൊക്കെ എന്താണ്? ബിഗ് ബാങ് തിയറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ പറയുന്നത് അല്ലേ. ജോർജ് ലാമേറ്റർ മുന്നോട്ട് വെച്ചിട്ടുള്ള ബിഗ് ബാങ് തിയറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെയെല്ലാം പറയുന്നുണ്ടായിരുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ. നോക്കൂ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ ഓഫ് ദ സൺ എർത്ത് എന്നാണ് പറയുന്നത്. എർത്തിൻ്റെ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കൂ. ഇഫ് ദ എർത്ത്സ് റൊട്ടേഷൻ വേർ ടു സ്ലോ ഡൗൺ, എർത്ത് എന്ത് ചെയ്യുകയാണ്? അതിൻ്റെ റൊട്ടേഷൻ സ്ലോ ഡൗൺ ആയി കഴിഞ്ഞാൽ ഇറ്റ് വുഡ് റിസൾട്ട് ഇൻ എ ഷോർട്ടർ ഡേയ്സ് ആൻഡ് ലോങ്ങർ നൈറ്റ്സ്. എർത്ത് റൊട്ടേഷൻ സ്ലോ ഡൗൺ ചെയ്യുകയാണ്. അത് 24 മണിക്കൂറാണ് ഇപ്പോൾ എടുക്കുന്നത് അല്ലേ. അത് 30 മണിക്കൂറായി എന്ന് വിചാരിക്കും. അപ്പോൾ എന്താണ്? എർത്തിൻ്റെ റൊട്ടേഷൻ എന്താണ്? സ്ലോ ആയി അല്ലേ, 30 മണിക്കൂർ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ പറയുന്നു ഷോർട്ടർ ഡേയ്സ് ആയിരിക്കും, പക്ഷേ ലോങ്ങർ നൈറ്റ്സ് ആയിരിക്കും. ഇതിലെന്തെങ്കിലും ലോജിക് ഉണ്ടോ? ലോജിക്കില്ല. നമ്മളെപ്പോഴും എങ്ങനെ ഏതാണ്ട് പറയുന്നത് എങ്ങനെയാണ്? അതായത് പകൽ എത്രയാണോ രാത്രി എത്രയാണോ അത് സീസണലായിട്ട് മാറുമെന്നതല്ലാണ്ട് പകലും രാത്രിയും ഏതാണ്ട് എപ്പോഴും ജനറലി എങ്ങനെയാണ് ഈക്വലാണ് നമ്മൾ കണക്കാക്കാറുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ 24 മണിക്കൂർ എന്നുള്ളത് എന്താണ്? 30 മണിക്കൂറായി മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡേയും നൈറ്റും അതനുസരിച്ച് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യപ്പെടും, രണ്ടിലേക്കും അത് ആഡ് ചെയ്യപ്പെടും. അല്ലാണ്ട് ഒരെണ്ണം കുറയുകയും മറ്റൊന്ന് കൂടുകയും ചെയ്യുമോ? ചെയ്യില്ല. അപ്പോൾ ഒന്ന് എന്താണ്? തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി. ഒന്ന് എന്ന് പറയുന്നത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാക്കി. ചോദ്യങ്ങൾ എന്താ ചോദിക്കുന്നത്? വിച്ച് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് എബവ് ആർ നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. നേരത്തെ ഉപയോഗിച്ച ആ ലോജിക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താ? നോട്ട് കറക്റ്റ് എന്ന് വെച്ചാൽ ഒന്ന് കറക്റ്റ് അല്ലെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഒന്ന് വരും എല്ലാത്തിലും. ഒന്ന് എന്ത് ചെയ്യും? ഒന്ന് എല്ലാത്തിലും വരുമെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് നോക്കൂ. ദ ആക്സിയൽ ടിൽറ്റ് ഓഫ് എർത്ത് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ വേരിയേഷൻ ഇൻ സീസൺസ് ത്രൂ ഔട്ട് ദ ഇയർ. എർത്തിൻ്റെ ആക്സിയലായിട്ടുള്ള ടിൽറ്റ് എന്തിന് കാരണമാകുന്നുണ്ട്? സീസണുകൾക്ക് കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ശരിയാണോ? എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. പിന്നെ എർത്ത് എന്ത് ചെയ്യും? ഇവിടെ എത്തും, പിന്നെ ഇങ്ങോട്ട് എത്തും, പിന്നെ എന്ത് ചെയ്യും? എർത്ത് ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ വരുന്നറിയാം. എർത്തിൻ്റെ ആക്സിയൽ ടിൽറ്റ് സീസൺസ് വേരിയേഷന് കാരണമാവുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവുന്നുണ്ട്. നോക്കൂ, ഒരു സമയത്ത് എന്തായിരിക്കും ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നത് കാരണം ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ, ഇത് സദേൺ ഹെമിസ്ഫിയർ, ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ, ഇത് സദേൺ ഹെമിസ്ഫിയർ അല്ലേ. ചുറ്റിപ്പോകുന്ന സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയർ സൂര്യൻ്റെ എന്തായിരിക്കും? അടുത്തേക്ക് ചെരിഞ്ഞ് നിൽക്കുകയാണ്. സദേൺ ഹെമിസ്ഫിയറോ സൂര്യനിൽ നിന്ന് അകന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ സദേൺ ഹെമിസ്ഫിയറിൻ്റെ ഈ ഭാഗത്ത് സൗത്ത് പോൾ ഇങ്ങോട്ടായതുകൊണ്ട് സദേൺ ഹെമിസ്ഫിയറിൽ ഈ സമയത്ത് എന്തായിരിക്കും? വിൻ്റർ പോലെയായിരിക്കും ഉണ്ടാവുക. കാരണം എന്താണ്? കാരണം ചെറിയ പകലുകളും നീളമേറിയ അല്ലേ. ഇലൂമിനേഷൻ ലൈൻ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ രാത്രികൾ ദൈർഘ്യമേറിയതും പകലുകൾ ചെറുതുമായിരിക്കും അല്ലേ. പകൽ സമയം കിട്ടുന്നത് എന്തായിരിക്കും? കാരണം ഈ ഭാഗത്ത് മുഴുവൻ വെളിച്ചമാണ്, ഇപ്പുറത്ത് മുഴുവൻ എന്താണ്? രാത്രിയാണ്. അപ്പം രാത്രികൾക്ക് നീളമേറുന്നു, പകലുകൾ ഷോർട്ടാകുന്നു. അപ്പോഴാണ് ഇവിടെ വിൻ്റർ ഉണ്ടാകുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റിൽ ഇപ്പുറത്തുണ്ടാകുന്നത് ഈ സമയത്ത് എന്തായിരിക്കും? ഇലുമിനേഷൻ്റെ ലൈൻ ഇങ്ങനെയാണ് പോകുന്നുണ്ടാവുക. പകലുകൾക്ക് എന്തായിരിക്കും? നീളം കൂടുതലായിരിക്കും അല്ലേ. പകലുകൾക്ക് എങ്ങനെയായിരിക്കും? ഇവിടെ സദേൺ ഹെമിസ്ഫിയറിൽ നീളം കൂടുതലായിരിക്കും, രാത്രികൾ ഷോർട്ടായിരിക്കും സദേൺ ഹെമിസ്ഫിയറിൽ. നോർത്തേൺ ഹെമിസ്ഫിയറിൽ നേരെ തിരിച്ചും. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ കൂടുതൽ ലൈറ്റ് കിട്ടുന്നു, സോ ഇവിടെ നോർത്തേൺ ഹെമിസ്ഫിയർ ഇവിടെ സമ്മർ ആയിരിക്കും, ഇവിടെയാണെങ്കിലോ ഇവിടെ വിൻ്റർ പോലെയായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു മാറ്റം ഉണ്ടാകാൻ കാരണം എന്താണ്? എർത്തിൻ്റെ ആക്സിസിൻ്റെ ടിൽറ്റാണ് അല്ലേ. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് 2 ക്ലാസ് എടുത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണത്, ഓർമ്മയുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഈ ടിൽറ്റ് എന്ന് പറയുന്നത് സീസൺസിന് കാരണമാകുന്നത്. സോ 2 എന്താണ്? ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി ഒന്ന് നോക്കൂ,
2 എന്ന് പറയുന്നത് ഒരു ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? 2 വരരുത് അല്ലേ? കാരണം എന്താ? നോട്ട് കറക്റ്റാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ 2 മാത്രം എന്താണ്? നമുക്ക് എല്ലാം വായിച്ചു മനസ്സിലാവുന്നുണ്ട്, എല്ലാം വായിച്ചിട്ട് നമുക്ക് എന്താണ് 2 മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ വിചാരിച്ചു. ആൻസർ കിട്ടുമോ? കിട്ടും, നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. നോക്കൂ, 2 എന്താണ് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞാൽ 2 ഇത് വരരുത്, കാരണം ശരിയല്ലാത്ത നോട്ട് കറക്റ്റാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ 2 ഉള്ളതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. അപ്പോൾ എന്താ മാത്രമായി? 1 and 3 ഓൺലി എന്നത് മാത്രമായി നമ്മുടെ ആൻസർ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ ഇനി എന്താണെന്ന്. ദ കൊറിയോളിസ് എഫക്റ്റ് ഈസ് എ റിസൾട്ട് ഓഫ് എർത്ത്സ് റെവല്യൂഷൻ അറൗണ്ട് ദ സൺ. ശരിയാണോ? അല്ല. എന്തുകൊണ്ടാണ്? എർത്തിൻ്റെ എന്താ കാരണമാണ്? സ്വയം റൊട്ടേഷൻ നടത്തുന്നത് കാരണമാണ് കൊറിയോളിസ് ഫോഴ്സ് ഉണ്ടാകുന്നത്. ഈ കൊറിയോളിസ് ഫോഴ്സ് എന്ത് കാരണം ഉണ്ടാകുന്നത്? എർത്ത് സ്വന്തം ആക്സിസിൽ എന്താണ്? കറങ്ങുന്നുണ്ട് അല്ലേ? ഈ റൊട്ടേഷൻ കാരണമാണ് കൊറിയോളിസ് ഫോഴ്സ് ഉണ്ടാകുന്നത്, അല്ലാണ്ട് സൂര്യന് ചുറ്റുമുള്ള റെവല്യൂഷൻ കാരണം അല്ല. ഓക്കെ അല്ലേ? കറക്റ്റ് അല്ലേ? കൊറിയോളിസ് ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ എല്ലാത്തിനെയും വലത്തോട്ടും, സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ എല്ലാത്തിനെയും എന്ത് ചെയ്യുകയാണ്? ഇടത്തോട്ടും തിരിച്ചു വിടുന്ന ഫോഴ്സ് ഏതാണ്? കൊറിയോളിസ് ഫോഴ്സ് അല്ലേ? ഓഷ്യൻ കറൻസിനെ ആണെങ്കിലും വിൻഡുകളെ ആണെങ്കിലും എല്ലാത്തിനെയും നോർത്തേൺ ഹെമിസ്ഫിയറിൽ വലത്തോട്ട് റൈറ്റ് സൈഡിലേക്കും, സദേൺ ഹെമിസ്ഫിയറിൽ എങ്ങോട്ടാണ്? ഇടത്തോട്ടേക്കും തിരിച്ചു വിടുന്ന ആളാരാണ്? അത് നമ്മളുടെ സ്വന്തം കൊറിയോളിസ് ഫോഴ്സ് ആണ്. ഈ കൊറിയോളിസ് ഫോഴ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എർത്തിൻ്റെ റൊട്ടേഷൻ കാരണമാണ്, റെവല്യൂഷൻ കാരണമല്ല. ഇപ്പം 3 തെറ്റാണ്. അതുപോലെ തന്നെ എന്താണ്? നമ്മളുടെ 1 തെറ്റാണ്. ഇനി എല്ലാം അറിയില്ല, കാരണം 3ഉം 1ലും കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതിന് നിങ്ങൾക്കുള്ള ഔട്ട് ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ്? 2 വളരെ സിമ്പിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? വളരെ സിമ്പിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? നിങ്ങൾക്ക് അറിയേണ്ട സ്റ്റേറ്റ്മെൻ്റ് ആണ്. 2 ശരിയെന്ന് മനസ്സിലാവുന്നതോട് കൂടിയിട്ട് 2 ഉള്ള എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? എലിമിനേറ്റ് ചെയ്യുന്നു. അവസാനം നമ്മൾ ഇത് മാത്രം ശരിയെന്ന് ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് മനസ്സിലാക്കിയാൽ ഇതിൻ്റെ ആൻസർ നമുക്ക് ലഭ്യമാകുന്നതായിരിക്കും. ഇവിടെയും നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? എലിമിനേഷൻ മെത്തേഡ് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നൊരു ഭാഗമാണ്. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വളരെ പണ്ട് മുതൽ തന്നെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ UPSCയിലുള്ളൊരു പരിപാടിയാണ് എലിമിനേഷൻ മെത്തേഡ്. PSCയുടെ എല്ലാ ചോദ്യങ്ങളും എലിമിനേഷൻ മെത്തേഡിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, മനസ്സിലാകുന്നുണ്ട്. കുറേ ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷേ കുറേ ചോദ്യങ്ങളൊക്കെ വളരെ ഫാക്ച്വലായിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അവ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? കൃത്യമായി ചെയ്ത് നോക്കി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എലിമിനേഷൻ മെത്തേഡ് ചെയ്യണം. അത് വേഗം നോക്കുക ചെയ്യാൻ പറ്റുന്നുണ്ട്. പറ്റുന്നില്ലെന്ന് അറിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യുക? അറിയില്ലെങ്കിൽ ആ ചോദ്യത്തിൽ നിന്ന് അടുത്ത ചോദ്യത്തിലേക്ക് ജമ്പ് ചെയ്യുക. ഇത് ഞാൻ എലിമിനേഷൻ മെത്തേഡിലൂടെ ചെയ്തിട്ടേ അടങ്ങൂ എന്ന വാശിയൊന്നും നിങ്ങളുടെ ഉള്ളിലേക്ക് ഉണ്ടാവാൻ പാടില്ല, മനസ്സിലാവുന്നു. ചില ക്വസ്റ്റ്യൻസ് എലിമിനേഷൻ ടെക്നിക്ക് വർക്ക് ആവില്ല, മനസ്സിലാവുന്നുണ്ടോ? അതുകൂടി നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? എക്സാമുകളെ അപ്രോച്ച് ചെയ്യാനായിട്ട് നോക്കുക. ഞാനത് പറഞ്ഞു തരുന്നു എന്നതിൻ്റെ അർത്ഥം എല്ലാ ചോദ്യത്തിലും എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റുമെന്നല്ല എന്ന് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയല്ലേ. 4ാമത്തേത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് എബൌട്ട് ദ സൺ ഈസ് കറക്റ്റ്. സണ്ണിനെ കുറിച്ചുള്ള താഴെ തരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. ദ സൺ ഈസ് 150 മില്യൺ കിലോമീറ്റേഴ്സ് എവേ ഫ്രം ദ എർത്ത്. ശരിയാണോ? തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? തീർച്ചയായിട്ടും എന്താണ്? ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ? എർത്തിൽ നിന്നും അതുപോലെ തന്നെ സണ്ണിൻ്റെയും ഇടയിലുള്ള ദൂരത്തിനാണ് ആസ്ട്രോണമിക്കൽ. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് എന്ന് ഈ 150 മില്യൺ കിലോമീറ്റർ. പിന്നെ നമ്മൾ ഇത്ര ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എർത്തിനെ വെച്ച് നോക്കുമ്പോൾ എത്ര അടുത്താണ്, എത്ര ദൂരെയാണ് ഓരോരോ ഗോളങ്ങളും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ എന്താണ് നമ്മുടെ ആദിത്യ മിഷൻ പോയിണ്ടായിരുന്നു അല്ലേ? അത് ലഗ്രാഞ്ചെ പോയിന്റ് 1ലാണ് പോയി നിന്നത് അല്ലേ? ലഗ്രാഞ്ചെ പോയിന്റ് 1 അവിടെ കൊണ്ടുവരുന്നത്. ഇത് എത്ര ദൂരെയായിരുന്നു ആ സമയത്ത്? എക്സാമിൽ PSCയുടെ ഡിഗ്രി ലെവൽ എക്സാമിലൊക്കെ ചോദിച്ച ചോദ്യമാണ്. 1 മില്യൺ കിലോമീറ്റേഴ്സ് അവയാണ് പോയി നിന്നത്. ക്ഷമിക്കണം, 1.5 മില്യൺ കിലോമീറ്റേഴ്സ് അവേ ഫ്രം വേർ? എർത്തിൽ നിന്ന്. മനസ്സിലാവുന്നുണ്ടോ? സൺ ഇവിടെയാണ്. മൊത്തം ദൂരം എത്രയാണ്? 150 മില്യൺ കിലോമീറ്റർ ആണ് എർത്തിൻ്റെയും സണ്ണിൻ്റെ ഇടയിലുള്ള ദൂരം. അതിൽ 1.5 മില്യൺ കിലോമീറ്റർ 1.5 മില്യൺ കിലോമീറ്റർ ദൂരെയാണ് ഈ ലഗ്രാഞ്ചെ പോയിന്റ് 1 പോയിട്ടാണ് ആദിത്യ L1 ലഗ്രാഞ്ചെ പോയിന്റ് 1 അല്ലേ അവിടെ പോയിട്ട് നിന്നത് അല്ലേ? അപ്പോൾ ഇത് ഏതാണ്ട് എത്ര ശതമാനം അപ്പുറത്താണെന്ന് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. എത്രയാണ്? ഒരു 10% അപ്പുറത്താണ് അല്ലേ? അപ്പോൾ ഇത്രയും ദൂരെയാണ് എന്ത് പോയി നിൽക്കുന്നത്? ഇത് പോയി നിൽക്കുന്നത് എന്ന കാര്യം എന്ത് ചെയ്യുക? പ്രത്യേകം ആലോചിക്കാനായിട്ട് കൂട്ടുകാരെന്ത് ചെയ്യുക? 10% അല്ല, 1%, ക്ഷമിക്കണം, 10% അല്ല, 1% എന്താണ് ദൂരത്തിൻ്റെ അപ്പുറത്താണ് എന്ത് ചെയ്യുന്നത്? ഇത് പോയി നിൽക്കുന്നത് എന്ന കാര്യം കൂട്ടുകാർ മനസ്സിലാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ 1.5 മില്യൺ കിലോമീറ്റേഴ്സ് എവയാണ് ആദിത്യനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. 150 മില്യൺ അപ്പുറത്താണ്, കിലോമീറ്റർ അപ്പുറത്താണ് ആര് കിടക്കുന്നത്? സൂര്യൻ കിടക്കുന്നത് എന്ന കാര്യം കൂടി ആലോചിക്കാൻ ശ്രദ്ധിക്കുക. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. എക്സ്ട്രാ പോയിന്റുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നോട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുക. അതിനാണ് നമ്മൾ ഡിസ്കഷൻ നടത്തുന്നത്. വെറുതെ കേട്ടുകൊണ്ട് മാത്രം ഇരിക്കരുത്. ഇപ്പോൾ ഈ 1.5 കിലോമീറ്റർ ചോദ്യം വന്നിട്ടുള്ളതാണ്, ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുള്ളതാണ്. ലഗ്രാഞ്ചെ പോയിന്റ് 1ലാണ് ഇത് കൊണ്ടുപോയി നിർത്തിയിട്ടുള്ളത്. ചോദ്യം വന്നിട്ടുള്ളതാണ്, മനസ്സിലാവുന്നുണ്ടോ? അത് പ്രത്യേകം ശ്രദ്ധിക്കാൻ നോക്കുക. ഇനി ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 ഇയർ ഈസ് നോൺ ആസ് ലൈറ്റ് ഇയർ. ബേസിക് കാര്യമല്ലേ? ശരി. ദ ഡിസ്റ്റൻസ് ഓഫ് ആൽഫ സെഞ്ചുറി ടു ദ സൺ ഈസ് അബൌട്ട് 4.2 ഇയേഴ്സ്.
കറക്റ്റ് അല്ലേ? ശരിയായ സ്റ്റേറ്റ്മെൻറ്റ്. ബേസിക് ഇൻഫോർമേഷൻസ് അല്ലേ ഇതൊക്കെ, ഇതിൽ എക്സ്പ്ലനേഷൻസിൻ്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏറ്റവും നമ്മുടെ അടുത്ത് കിടക്കുന്ന ആളാണല്ലേ ആൽഫ സെഞ്ചുറി എന്ന് പറയുന്നത്. അത് വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, അത് ആൽഫ സെഞ്ചുറി പ്രോക്സിമ സെഞ്ചുറി ഒരു സിസ്റ്റമാണ് അല്ലേ, ഒരു സിസ്റ്റമാണ്. ആൽഫ സെഞ്ചുറി പ്രോക്സിമ സെഞ്ചുറി സിസ്റ്റമാണ്. അതൊക്കെ എന്ത് ചെയ്യുക, പഠിപ്പിച്ചത് ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ദ ഡിസ്റ്റൻസ് ഓഫ് ദ സൺ ഫ്രം ദ എർത്ത് മേ ബി സെറ്റ് ടു ബി അബൌട്ട് 8 ലൈറ്റ് മിനിറ്റ്സ്. ശരിയല്ലേ? എത്രയാണ്? 500 എന്താണ് സെക്കൻഡ്സ് അല്ലേ? 5 മിനിറ്റ് എത്രയാണ്? ഏതാണ്ട് 20 സെക്കൻഡ് എന്ന 5 മിനിറ്റ് 20 സെക്കൻഡ് അഥവാ 500 സെക്കൻഡ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, സൺലൈറ്റ് എന്ത് ചെയ്യുന്നത്, എർത്തിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് ഏതാണ്ട് 8 ലൈറ്റ് മിനിറ്റ്സ് എന്ന് എന്ത് ചെയ്യാം, നമുക്ക് ഏതാണ്ട് കണ്ടോ, എബൌട്ട് എന്നാണ് പറയുന്നത്. കറക്റ്റ് അല്ല പറയുന്നത്, എബൌട്ട് എന്താണ് ആ ഡിസ്റ്റൻസ് അതെന്നും പറയാം. അപ്പം 4 സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ്. ഓൾ ദ എബവ് എന്ന് പറയുന്നതാണ് ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കൂ. വിത്ത് ദ റെഫറൻസ് ടു ബിഗ് ബാങ് തിയറി റിഗാർഡിംഗ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് യൂണിവേഴ്സ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് നോട്ട് കറക്റ്റ്. ശരി അല്ലാത്തത് ഏത് എന്നതാണ് ചോദിക്കുന്നത്. ശരി അല്ലാത്തത് ഏത് എന്നതാണ് ചോദിക്കുന്നത്. ഓൾ മാറ്റർ ഫോമിംഗ് ദ യൂണിവേഴ്സ് എക്സിസ്റ്റഡ് ഇൻ വൺ പ്ലേസ് ഇൻ ദ ഫോം ഓഫ് എ ടൈനി ബോൾ. ശരിയല്ലേ? ഈ ടൈനി ബോൾ എന്ന് വെച്ചാൽ നമ്മളുടെ റബ്ബർ പന്തിൻ്റെ അത്രയെന്ന് വിചാരിക്കരുത്, അതിലും വളരെ ചെറുതായിട്ട്, അതായത് സിംഗുലാരിറ്റി എന്നാണ് ഇതിനെ വിളിക്കാറുള്ളത്. അതായത് ഇപ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന പ്രപഞ്ചത്തിനെ മുഴുവൻ നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത്രയും ചെറിയൊരു പോയിന്റിലേക്ക് ഒതുക്കാൻ നോക്കൂ. എന്തായിരിക്കും? ഇൻഫിനിറ്റ് എമൗണ്ട് ഓഫ് ടെമ്പറേച്ചർ, ഇൻഫിനിറ്റ് പ്രഷർ, ഇൻഫിനിറ്റ് ഡെൻസിറ്റി ഉള്ള നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു പോയിന്റ് ആയിരിക്കും ഈ പെർട്ടിക്കുലർ പോയിന്റ് അല്ലേ. ഇതിനെയാണ് എന്താണ് സിംഗുലാരിറ്റി എന്ന് വിളിക്കുക. ഒരു ബ്ലാക്ക് ഹോൾ എന്ന് വെച്ചാൽ സിംഗുലാരിറ്റി എന്ന് പറയില്ലേ, അതേ കൺസെപ്റ്റ് തന്നെ. അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് എന്താണ് ചുരുക്കിയാൽ അവിടെ നിന്ന് എന്താണ് എക്സ്പാൻഡ് ചെയ്ത് ആ ഒരു പൊട്ടിത്തെറിലൂടെയാണ് ബിഗ് ബാങ് എന്ന് പറയുന്നത്. മനസ്സിലാണ് നിങ്ങൾക്ക്? ജോർജ് ലാമേറ്റർ അല്ലെ, ജോർജ് ലാമേറ്റർ ആണ് ഈ ഒരു തിയറി എന്ത് ചെയ്യുന്നത്, നമ്മളോട് പറയുന്നത്. ഇനി അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഇനി ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ബിഗ് ബാങ് all matter started rotating around a youthful star generating dust which we know as modern planets. ശരിയാണോ? തീർച്ചയായും ശരിയല്ല. കാരണം എന്താണ്? ഒരു യൂത്ത്ഫുൾ സ്റ്റാറൊക്കെ ഉണ്ടാവാൻ ഒരുപാട് കാലം എടുത്തിട്ടുണ്ട് അല്ലേ, ഒരുപാട് കാലം എടുത്തിട്ടുണ്ട്. നോക്കൂ, ഉദാഹരണത്തിന് അവസാന സ്റ്റേറ്റ്മെൻറ്റ്, ആഫ്റ്റർ ടെമ്പറേച്ചേഴ്സ് ഡ്രോപ്ഡ് ദ യൂണിവേഴ്സ് ബിക്കെയിം ട്രാൻസ്പാരൻറ്റ്. അതായത് ടെമ്പറേച്ചർ, അതിഭീകരമായ ടെമ്പറേച്ചറിൽ നിന്ന് ഏതാണ്ട് 3.8 ലാക്ക് ഇയേഴ്സ് ആണെന്ന് തോന്നുന്നു എനിക്ക്, 3,80,000 വർഷം കഴിഞ്ഞിട്ടാണ്, ഈ ബിഗ് ബാങ്ങിന് ശേഷമാണ് ടെമ്പറേച്ചർ കൂൾ ഡൗൺ ആയി തുടങ്ങുന്നതും യൂണിവേഴ്സ് ലൈറ്റിന് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങുന്നതും. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലൈറ്റ് സഞ്ചരിക്കുന്നത്, കൂൾ ഡൗൺ ആവുന്നത്. അപ്പോൾ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ബിഗ് ബാങ് എന്താണ്, ഒരു യൂത്ത്ഫുൾ സ്റ്റാർ ഉണ്ടായെന്നൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല, തീർച്ചയായിട്ടും പറ്റില്ല അല്ലേ. പ്ലാനറ്റ്സ് ഉണ്ടായി തുടങ്ങുന്നത് എത്രയാണ്? 4.6 ബില്യൺ വർഷം മുമ്പാണ് എന്ത് ചെയ്യുന്നത്, പ്ലാനറ്റുകളുടെ രൂപീകരണം തുടങ്ങുന്നത് അല്ലേ. അതിന് മുമ്പായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സണ്ണിൻ്റെ രൂപീകരണം തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് ബിഗ് ബാങ് നടക്കുന്നതോ 13.7 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെയാണോ ഇതൊക്കെ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും അല്ല. സോ ഇതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുക. എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടി ഉണ്ടല്ലോ, ദ എക്സ്പാൻഷൻ ക്രിയേറ്റഡ് ബൈ ദ ബിഗ് ബാങ് കണ്ടിന്യൂസ് ഈവൻ ടു ദ പ്രസൻറ്റ് ഡേ. ശരിയല്ലേ? തീർച്ചയായും ശരിയാണ് അല്ലേ. ഇത് കൃത്യമായി നിരീക്ഷിച്ച ഒരാൾ ആരായിരുന്നു? ഹബിൾ അല്ലേ. ഹബിൾ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനെ നിരീക്ഷിക്കുകയും ഹബിളിൻ്റെ ലോ ഉണ്ട് അല്ലേ. എന്താണ്? എർത്തിൽ നിന്നും എത്രത്തോളം ദൂരെയാണോ ഒരു പെർട്ടിക്കുലർ ഗാലക്സി കിടക്കുന്നത് അത്രത്തോളം അതെന്താണ്, എർത്തിൽ നിന്ന് അകന്നു പോകുന്ന സ്പീഡ് കൂടുതലായിരിക്കും. അപ്പോൾ എർത്തിൽ നിന്ന് ഇത്രയും ദൂരെ V1 എന്ന സ്പീഡിലൊരു ഗാലക്സി പോകുന്നുണ്ട്, എർത്തിൽ നിന്ന് കുറച്ചും കൂടി ദൂരെ V2 എന്ന സ്പീഡിലൊരു ഗാലക്സി പോകുന്നുണ്ടെങ്കിൽ V2 വിൽ ബി ഗ്രേറ്റർ ദാൻ V1 എന്നതാണ് ഹബിളിൻ്റെ ലോ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് കൃത്യമായിട്ട് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് ഹബിളിൻ്റെ ലോ. അദ്ദേഹമാണ് ഇത് നിരീക്ഷിക്കുന്നത്, കൃത്യമായി നിരീക്ഷിക്കുന്ന ആദ്യത്തെ ആൾ ഇദ്ദേഹം ആയിരുന്നു. അടുത്ത ചോദ്യം നോക്കൂ എന്താണെന്ന്. ഹിസ്റ്ററിയുടെ ഒരു ഭാഗമാണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇൻ ദ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് ദ ഇൻ ചാർജ് ഓഫ് റവന്യൂ കളക്ഷൻ വാസ് നോൺ ആസ് ആമിൽ. വളരെ ഫേമസ് അല്ലേ, ഒരുപാട് തവണ നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ 1 ശരിയാണ് എന്നുള്ളത്. ആമിൽ എന്താണ്? റവന്യൂ ഉണ്ടാക്കുന്ന ആളാണെന്ന് നമുക്കറിയാം. അപ്പോൾ 3 ഓൺലി എന്നുള്ളത് തെറ്റാണെന്ന് ഓൾറെഡി നമുക്ക് മനസ്സിലായി കേട്ടോ. ഇനി ദ ഇഖ്ത സിസ്റ്റം ഓഫ് സുൽത്താൻസ് ഓഫ് ഡൽഹി വാസ് ആൻ ഏൻഷ്യൻറ്റ് ഇൻഡിജിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇഖ്ത സിസ്റ്റം ഓഫ് സുൽത്താൻസ്, ഇഖ്ത സിസ്റ്റം എന്ന് പറയുന്നത് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൽത്തുമിഷാണ്. ആരാണ്? ഇൽത്തുമിഷാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ സുൽത്താനേറ്റ് സിസ്റ്റത്തിൻ്റെ സമയത്താണുള്ളതെന്ന് കറക്റ്റാണ് അല്ലേ. ഇറ്റ് വാസ് ആൻ ഏൻഷ്യൻറ്റ് ഇൻഡിജിനസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ? അല്ല. കാരണം എന്താ? ഇൽത്തുമിഷ്, ഡൽഹി സുൽത്താൻസിൻ്റെ സമയത്ത് ഇൽത്തുമിഷാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ മിഡിൽ ഈസ്റ്റ് അല്ല, നമ്മളുടെ സെൻട്രൽ ഏഷ്യയൊക്കെ ഇല്ലേ, മിഡിൽ ഏഷ്യ അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയുടെ ആ ഭാഗങ്ങളിൽ നിന്നും മറ്റുമൊക്കെയാണ് ഈ ഒരു ആശയം എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ട് വരുന്നത്, ഇഖ്ത സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം വരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇൻഡിജിനസ് ആയിട്ടുള്ള സിസ്റ്റം അല്ല. സോ 2 തെറ്റാണ്.
2 തെറ്റാണ്. അപ്പോൾ 2 ഉള്ളതൊക്കെ എന്ത് ചെയ്യാം, അതും നമുക്ക് കളയാം. അപ്പോൾ ആൻസർ എന്തായി? 1 ഓൺലി ആയി. 3 വായിക്കണോ? 3 വായിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ എലിമിനേറ്റ് ചെയ്തിട്ട് വേഗം ആൻസറിലേക്ക് എത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനി എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, 3 വായിക്കാം. ദ ഓഫീസ് ഓഫ് മിർ ബക്ഷി came into existence during the reign of ഖൽജി സുൽത്താൻസ് എന്നാണ് പറയുന്നത്. ഖൽജി സുൽത്താൻ്റെ സമയത്താണ് മിർ ബക്ഷി എന്ന് പറയുന്ന ഒരു പൊസിഷൻ വരുന്നത് എന്ന് പറയുന്നു. എന്താണ് മിർ ബക്ഷി? മിർ ബക്ഷി അടിസ്ഥാനപരമായിട്ട് മിലിറ്ററികളുടെ മുകളിലുള്ള ഒരു ഓഫീസറാണ്. മനസ്സിലാവുന്നുണ്ട്? എന്താണ് അത്? ഹെഡ് ഓഫ് ദ മുഗൾ ആർമിയാണ്. അപ്പോൾ മുഗൾ ആർമിയാണെന്ന് മനസ്സിലാക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് സുൽത്താൻസിൻ്റെ സമയത്തല്ല. ഇത് ആരാണ് കൊണ്ടുവന്നറിയാമോ? ഈ ഒരു പോസ്റ്റ് അക്ബറിൻ്റെ സമയത്താണ് വരുന്നത്. എംപറർ ആയിട്ടുള്ള അക്ബറിൻ്റെ സമയത്താണ് ഇത് വരുന്നത്. ഇദ്ദേഹം ഈ മിർബക്ഷിയുടെ ഓഫീസ്, ഈ മിർബക്ഷി മുഗൾ ആർമിയുടെ ഹെഡ് എന്നുള്ള തരത്തിൽ പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ആർമി റിലേറ്റഡ് റെക്കോർഡുകളുണ്ടാകും. എത്ര സാലറി വാങ്ങുന്നു, അവരുടെ പ്രൊമോഷനുകൾ എങ്ങനെയാണ്, അപ്പോയിൻമെൻറ്റ് ആര് നടത്തുന്നു, മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, അവർക്ക് കൊടുക്കുന്ന ലാൻഡ്, അവരുടെ ഗ്രാൻഡ്, ഇതൊക്കെ ഈ മിർബാക്ഷിയുടെ ഓഫീസിൽ എന്ത് ചെയ്യും, റെക്കോർഡായിട്ടുണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? സോ അക്ബറാണ് തുടങ്ങുന്നത്, ആരല്ല? ഖൽജി സുൽത്താൻസ് അല്ല എന്ന കാര്യം ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ആൻസർ എങ്ങനെയാണ് വരുന്നത്? 1 ഓൺലി എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇഖ്താ സിസ്റ്റം നിങ്ങൾക്ക് അറിയാമല്ലോ. ഇഖ്താ സിസ്റ്റം എന്തായിരുന്നു? ഇഖ്താ സിസ്റ്റം അടിസ്ഥാനപരമായിട്ട് അവരുടെ ജോലികൾക്ക് അവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താക്കി മാറ്റുകയാണ്, അതിനുള്ള പ്രതിഫലം എന്നുള്ള രീതിയിലേക്ക് ഇഖ്താദാർസ് ആക്കുകയാണ്. ഇഖ്താദാർസ് ഉണ്ട്. ഇഖ്താദാർസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഭൂമിയൊക്കെ നോക്കി നടത്തുകയും മറ്റും ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അണ്ടർ ദിസ് ഇഖ്താ സിസ്റ്റം എന്താ ചെയ്യുന്നത്? എംപയർ, ഈ മൊത്തം സാമ്രാജ്യത്തിൻ്റെ ലാൻഡ് പലതായിട്ട് ഡിവൈഡ് ചെയ്യുകയും എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, അതിനെ വലുതും ചെറുതുമായിട്ടുള്ള പല പീസുകളാക്കുകയും ഈ പീസുകളാണ് ഇഖ്താസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ലാൻഡിനെ എന്താണ് പല പീസുകളാക്കിയിട്ട് എന്താണ് മുറിക്കുകയാണ്, വലുത് ചെറുത് എന്നുള്ള രീതിയിൽ എന്താണ് മുറിക്കുകയാണ്. ഈ പല പീസുകൾ ഇഖ്താസ് എന്നറിയപ്പെടും. ഈ ഇഖ്താസ് നോക്കി നടത്തിയിരുന്ന ആളുകൾ ഇഖ്താദാർസ് എന്ന പേരിലും അറിയപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇവർ സോൾജിയേഴ്സ് ആയിരിക്കാം, വലിയ നോബിൾസ് ആയിരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവരെല്ലാമാണ് ഇത് നോക്കി നടത്തിയിട്ടുണ്ടായിരുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഈ ഇഖ്താസ് എങ്ങനെയായിരുന്നു? ഇവ ട്രാൻസ്ഫറബിൾ ആയിരുന്നു. ഇവ എന്താണ്? ഇവ ട്രാൻസ്ഫറബിൾ ആയിരുന്നു. ഇഖ്താസ് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് ഹെറിഡിറ്ററി ആയിട്ട് തന്നെ വരണമെന്നില്ല. ഈ ഒരു ഇഖ്താദാർസിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ വേണമെങ്കിൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതെന്തായിരുന്നു? ട്രാൻസ്ഫറബിൾ ആയിരുന്നു. മനസ്സിലാവും? കാരണം എന്താ? ഭൂമി കയ്യിൽ കിട്ടുമ്പോൾ ഇവർ പവർഫുള്ളായി മാറും. ഇവർ ഒരേ സ്ഥലത്ത് ഒരാൾ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് അത് ചക്രവർത്തിയെ തന്നെ വെല്ലുവിളിക്കുന്ന പോലെ അത് എന്ത് ചെയ്യാം, അത് വലിയൊരു നിസാമായിട്ട് അയാൾ മാറാൻ വേണമെങ്കിൽ. ഇതൊക്കെ ഭാവിയിൽ സംഭവിച്ചതാണ്. ഇവരെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യാണ്ട് വിട്ടപ്പോൾ പിന്നീട് അതൊക്കെ നമ്മൾ ഭാവിയിൽ കണ്ടതുമായിരുന്നു അല്ലേ. ഇപ്പോൾ നിസാമുൽ മുൽക്ക് എന്ത് ചെയ്യുകയാണ്? ഔറംഗസേബിൻ്റെ മരണശേഷം എന്ത് ചെയ്യുകയാണ്? നിസാമുൽ മുൽക്ക് ഡൽഹിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് മാർച്ച് ചെയ്യുകയും ഞാനിനി ഹൈദരാബാദിൻ്റെ എന്താണ് ഡെക്കാൻ്റെ നിസാം ഞാനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവരെ കൺട്രോളിൽ വെക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? വളരെ കൃത്യമായിട്ട് ഇവരെ എന്താണ് ഇഖ്താദാർസ് ട്രാൻസ്ഫറബിൾ ആക്കിയിട്ട് നിർത്തുന്നുണ്ട്. അതായത് പണ്ടത്തെ നമ്മളുടെ എന്താ പറയുന്നത്, പല സിസ്റ്റത്തിൽ ഫ്യൂഡൽ ലോഡുകളെ പോലെ ആയിരുന്നില്ല ഇവരെന്ന്. ഹെറിഡിറ്ററി ആയിട്ട് എപ്പോഴും ഇത് കൊടുത്തുകൊണ്ടേ പോകാൻ പറ്റുന്ന നിർബന്ധമില്ല. ഇവരെന്ത് ചെയ്യാം? ഇവരെപ്പോൾ വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? സോ 1 ഓൺലി എന്നതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇവിടെ. രണ്ടാമത്തെ നോക്കൂ, 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ദ ഇഖ്താ സിസ്റ്റം. ഇറ്റ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഷേർ ഷാ സൂരി. ആണോ? ഓൾറെഡി കണ്ടു. അല്ല, ഒന്ന് ശരിയല്ല എന്ന് കണ്ടു അല്ലേ. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഗിവൺ എബവ് ആർ കറക്റ്റ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 1 തെറ്റാണ്. അപ്പോൾ 1 ആൻസറുകൾ ഇപ്പോഴേ കളഞ്ഞില്ലേ 2 ഇനി 2 ഓൺലി ആണോ 2 and 3 ഓൺലി ആണോ നോക്കിയാൽ മതി. അപ്പോൾ 2 എന്തായാലും ശരിയാണെന്ന് മനസ്സിലായി. 3 ശരിയാണോ എന്ന് നമുക്ക് അറിയേണ്ടതുള്ളൂ. 3ാമത്തെ ഏതാ? ദ ഇഖ്താസ് വേർ നോൺ ട്രാൻസ്ഫറബിൾ. ഫിക്സഡ് ആണോ? ഇപ്പം പറഞ്ഞതേ ഉള്ളൂ അല്ലേ ഉള്ളൂ. ഇഖ്താദാർസ് കൂടുതൽ സ്ട്രോങ് ആവരുത് എന്ന് കണ്ടിട്ട് ഇഖ്താസ് ട്രാൻസ്ഫർ ചെയ്യുമായിരുന്നു. അപ്പോൾ 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ 2 ഓൺലിയാണ് ശരി. മനസ്സിലായോ എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്? മനസ്സിലായോ നിങ്ങൾക്ക് കൃത്യമായിട്ട്? 2 നമ്മൾ വായിച്ചിട്ടേ ഇല്ല. 1 വായിച്ചു, പിന്നെ ഓപ്ഷൻ നോക്കിയപ്പോൾ 2 എന്താണ് എന്തായാലും ശരിയാണെന്ന് നമുക്ക് മനസ്സിലായി ഓപ്ഷൻസ് നോക്കിയപ്പോൾ. എന്നിട്ട് 3 മാത്രമേ നോക്കണ്ടൂ. 3 നോക്കി ആൻസർ കിട്ടി, നമ്മൾ അവസാനിപ്പിച്ചു പരിപാടി. മനസ്സിലായോ നിങ്ങൾക്ക്? ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടതായിട്ടുള്ളത്? നമ്മൾ ആൻസർ ആണ്. അപ്പോൾ 2 എന്താണ് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അണ്ടർ ദിസ് സിസ്റ്റം ദ എൻറ്റയർ എംപയർ വാസ് വെരി ഇവൺലി ഡിവൈഡഡ് ഇൻ ടു സെവറൽ ലാർജ് ആൻഡ് സ്മോൾ ട്രാക്ട്സ് ഓഫ് ലാൻഡ് കോൾഡ് ഇഖ്താസ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം നോക്കൂ എന്താണെന്നുള്ളത്. അടുത്ത ചോദ്യം എന്താ വരുന്നത്? മാച്ച് ദ ഫോളോയിങ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ്സ് ഗിവൺ ബിലോ. വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുള്ളൊരു ഭാഗമാണ്. ഏതാണ്? അമേരിക്കൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ജിയോഗ്രഫിയുടെ കുറച്ചധികം ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വേൾഡ് ഹിസ്റ്ററിയുടെ ചോദ്യം കുറച്ച് കുറഞ്ഞു പോയി. ഗ്ലോറിയസ് റവല്യൂഷനും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന എക്സാമുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഇതൊന്ന് വിപുലീകരിക്കുന്നതായിരിക്കും, പേടിക്കൊന്നും വേണ്ട. ഓക്കെ, നോക്കൂ. ബോസ്റ്റൺ ടീ പാർട്ടി സാമുവൽ ആഡംസ് എന്ന് പറയുന്നുണ്ട്. ശരിയാണോ? സാമുവൽ ആഡംസ് തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇത് കറക്റ്റാണ്.
ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറയുന്നു. കോമൺ സെൻസ് തോമസ് പെയിൻ എന്ന് പറയുന്നു. ദ അമേരിക്കൻ ഫിലോസഫിക്കൽ സൊസൈറ്റി തോമസ് ജെഫേഴ്സൺ എന്നും പറയുന്നു. എങ്ങനെയാണ് ഇതിൻ്റെ ആൻസറുകൾ വരുന്നത്? ആൻസറുകൾ എങ്ങനെയാണ് വരുന്നത്? ശരിയായിട്ടുള്ള ആൻസർ ഏതാണ്? ഇതാണ് A1 B4 C3 D2 ആണ്. സാമുവൽ ആഡംസ് തന്നെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ത് ചെയ്യുന്നത് നയിക്കുന്നത്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിക്കുകയും എന്നിട്ട് എന്ത് ചെയ്യുകയാണ്, ടീയുടെ പല പല ടാക്സുകൾ കൊണ്ടുണ്ടായിരുന്നു അല്ലേ, പല ഷുഗർ ടാക്സ്, പല ടാക്സുകൾ, പേപ്പറിൻ്റെ അല്ലേ ഒരുപാട് ടാക്സുകൾ ഉണ്ടായിരുന്നു. ഇവയ്ക്ക് എല്ലാത്തിനും അതുപോലെ തന്നെ ചായയുടെ മുകളിൽ കൂടി ഇത് എന്താണ് കൊണ്ടുവന്നതോടുകൂടി എന്താണ് 773 ബോസ്റ്റൺ തുറമുഖത്ത് ഉള്ള കപ്പലിലേക്ക് റെഡ് ഇന്ത്യക്കാരുടെ ചുമടെടുക്കാനുള്ള റെഡ് ഇന്ത്യക്കാരുടെ വേഷത്തിൽ അവർ കയറുകയും എന്ത് ചെയ്യുകയുമാണ്, ഇവയെല്ലാം വെളിയിലേക്കെടുത്ത് കളയുകയും ചെയ്യുകയാണ് അല്ലേ. സാമുവൽ ആഡംസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ A1 എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഉടനെ എന്ത് ചെയ്യാം, 2 എണ്ണം അപ്പം തന്നെ കളയാം അല്ലേ. A1 ആണ്. B4 എന്ന് രണ്ടിലും പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ C3 ആണോ C2 ആണോ D2 ആണോ DT3 ആണോ അറിയേണ്ടതുള്ളൂ. അപ്പോൾ A1 B4 രണ്ടും അറിയാം. അപ്പോൾ B4 നമ്മൾ ഇനി എന്താണ് വായിക്കേണ്ടതില്ല. അപ്പോൾ B എന്താണ് 4 ആണെന്ന് മനസ്സിലാക്കുന്നു. തോമസ് ജെഫേഴ്സൺ എന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു, നമുക്ക് ഓൾറെഡി മനസ്സിലാക്കുന്നു. B4 ആണെന്ന് മനസ്സിലാക്കുന്നു. ഇനി എന്താ നോക്കേണ്ടത്, B4 ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഡിക്ലറേഷൻ ഓഫ് ദി ഇൻഡിപെൻഡൻസ് തോമസ് ജെഫേഴ്സൺ എന്ന് നമുക്ക് മനസ്സിലാക്കുന്ന സമയത്ത് ഇനി സിയും ഡിയും തമ്മിലേ കളിയുള്ളൂ അല്ലേ. സിയും ഡിയും തമ്മിലെ കളി. കോമൺ സെൻസ് ആരാണ് എഴുതിയത്, തോമസ് പെയിൻ ആയിരുന്നില്ലേ. നമ്മൾ ഒരു കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ള കാര്യമല്ലേ. കോമൺ സെൻസ് എന്നുള്ളൊരു പാംഫ്ലെറ്റ് ആയിരുന്നു, ഒരു ലഘുലേഖയായിരുന്നു അല്ലേ. അത് ആരാ എഴുതുന്നത്, തോമസ് ആരായിരുന്നു അത് എഴുതുന്ന, ആരായിരുന്നു, തോമസ് പെയിൻ ആയിരുന്നു അത് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് തന്നെ നമ്മളുടെ വീക്ക്ലി ടെസ്റ്റുകൾ നടത്തിയ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കോമൺ സെൻസ് എന്നതാണ് പെയിൻഫുള്ളാണ്. എന്താണ് അത്, അത്ര എളുപ്പമല്ല അല്ലേ. കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് എന്താണ് പെയിൻഫുൾ ആയിരിക്കും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ കോമൺ സെൻസ് എന്താണ്, തോമസ് പെയിൻ ആണ്, അത് ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ C ഈസ് ഗോയിങ് ടു 3. സോ C3 ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്, ഇതാണെന്ന് നമുക്ക് എന്ത് ചെയ്തു കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ ഇവിടെയും എന്താ പറയുക, ഇൻ ഷോർട്ട് നമുക്ക് എന്താണ് വളരെ ഫേമസ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. അല്ലെങ്കിൽ ഡിക്ലറേഷൻ ഓഫ് ദി ഇൻഡിപെൻഡൻസ് നിങ്ങൾക്ക് അറിയില്ലേ, ആരാണ്, തോമസ് ജെഫേഴ്സൺ ആണ്, നമുക്ക് കൃത്യമായിട്ട് അറിയില്ലേ, ഫേമസ് അല്ലേ. അതെന്താണ്, അതായത് തോമസ് ജെഫേഴ്സൺ ആണ് എന്ത് ചെയ്യുന്നത്, ബെഞ്ചമിൻ എന്താ പറയുക ഫ്രാങ്ക്ലിനാണ് എന്ത് ചെയ്യുന്നത്, ഫിലോസഫിക്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞ സാധനം തുടങ്ങുന്ന ആരാ, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് അല്ലേ. ഡിക്ലറേഷൻ ഓഫ് ദി ഇൻഡിപെൻഡൻസ് എവിടെ നിന്നാണ് വരുന്നത്, തോമസ് ജെഫേഴ്സൻ്റെ എവിടെ നിന്നാണ് വരുന്നത്. ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ B4 ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ സാധിക്കണം. അതുകൊണ്ട് എന്താണ് B4 എന്ന് പറയുമ്പോൾ ഈ വളരെ ഫേമസ് ആയിട്ട് ഇത് രണ്ടും മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ B4 എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ 2 സ്റ്റേറ്റ്മെൻറ്റിലേക്ക് എത്താൻ പറ്റും അല്ലേ. കാരണം തോമസ് ജെഫേഴ്സണും ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസും നമ്മൾ വേൾഡ് ഹിസ്റ്ററി പഠിക്കുമ്പോൾ അറിയേണ്ട കാര്യങ്ങളാണ്. സോ B4 എന്ന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുന്നു, 2 ഓപ്ഷനിലേക്ക് എത്തുന്നു. ബാക്കിയുള്ളത് എന്താണ്, ഓൾറെഡി നമ്മൾ എന്താണ് വെട്ടിക്കളഞ്ഞിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത്തേത് കോമൺ സെൻസ് തോമസ് പെയിൻ എന്ന തരത്തിലേക്ക് നിങ്ങൾക്ക് പോവാം. അല്ലെങ്കിൽ എന്താണ് ഇത് തന്നെയാണെന്ന് നല്ലത് തോന്നുന്നു. കോമൺ സെൻസ് തോമസ് പെയിനിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ ഇതോടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. കാരണം ഈ Bയും Cയും ബേസിക് ഇൻഫർമേഷൻസ് ആണ്. മനസ്സിലാവുന്നു. Bയും Cയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താം. 4ഉം വായിക്കേണ്ട ആവശ്യം വരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ദ പാസ്റ്റ് 100 years there has been a further shift ഫ്രം ഡാഷ് ടു ഡാഷ് ഇൻ ദ ഡെവലപ്ഡ് കൺട്രീസ് എന്നാണ് പറയുന്നത്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ, എക്കണോമിക്സ് ആണ്. നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ, എപ്പോഴും ആദ്യം ഡെവലപ്പിംഗ് സമയത്ത് പ്രൈമറി സെക്ടർ, അഗ്രികൾച്ചർ പോലെയുള്ള സെക്ടറുകളായിരിക്കും പെർഫോം ചെയ്യുക, കൂടുതൽ ആളുകൾ അവിടെയായിരിക്കും ജോലി ചെയ്യുക. പിന്നെ ഈ പ്രൊഡക്ട്സ് എന്താണ്, ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ, ഇപ്പോൾ നെല്ലുണ്ടാക്കുന്നു, നെല്ല് ഡെവലപ്പ് ചെയ്യാൻ, മാങ്ങ ഉണ്ടാക്കുന്നത് അച്ചാറാക്കി മാറ്റാൻ ഇതിന് ഇൻഡസ്ട്രികൾ വേണം അല്ലേ, സെക്കൻഡറിയിലേക്ക് പോകും അല്ലേ. അതിനുശേഷം ഇവയ്ക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാൻ എന്താണ്, സർവീസ് സെക്ടർ എന്ന തലത്തിൽ എന്തുണ്ട്, ടെർഷറി സെക്ടറും കിടക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു നേഷൻസിലേക്ക് ഒരു നേഷൻ ഡെവലപ്ഡ് ആയിട്ട് എന്താണ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്, എപ്പോഴും എന്തായിരിക്കും ഒരു വളരെ താഴെക്കിടയുള്ള രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രൈമറി സെക്ടറിലായിരിക്കും ഉണ്ടാവുക. ഒരു ഡെവലപ്പിംഗ് നേഷൻ തലത്തിലേക്ക് വരുന്ന സമയത്ത് മോസ്റ്റ്ലി എന്തായിരിക്കും, ഇൻഡസ്ട്രി കുറച്ചുകൂടി എന്ത് ചെയ്യും, വലുതായിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. ഇവിടെയാണ് കാരണം എന്ത് ചെയ്യുന്നത്, എംപ്ലോയ്മെൻറ്റ് ഏറ്റവും അധികം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന സ്ഥലം ഇൻഡസ്ട്രികളിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇൻഡസ്ട്രികൾ സെക്കൻഡറി ദ്വിതീയ മേഖല വർദ്ധിക്കുന്ന സമയത്താണ് എംപ്ലോയ്മെൻറ്റ് വല്ലാണ്ട് വർദ്ധിക്കുന്നത്. പിന്നെ ഒന്നും കൂടി ഡെവലപ്ഡ് ആയി മാറുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് ടെർഷറി സെക്ടറിലേക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യും, കോൺസെൻട്രേഷൻ പോകും. അപ്പോൾ ഇവിടെ എന്താണ് നടക്കുന്നത്, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടേംസ്, അതായത് ഡെവലപ്ഡ് കൺട്രീസിൻ്റെ തലത്തിലേക്ക് നോക്കുന്ന സമയത്ത് എപ്പോഴും സെക്കൻഡറി സെക്ടറിൽ നിന്നും ടെർഷറി സെക്ടറിലേക്കുള്ള ഒരു മാറ്റമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. സോ ഓപ്ഷൻ വിൽ ബി ദിസ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ഭാഗത്തേക്ക് പോവുകയല്ല, ഇതൊക്കെ കൺസെപ്ഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. ദ ഡാഷ് കവേഴ്സ് ആക്ടിവിറ്റീസ് ഇൻ വിച്ച് നാച്ചുറൽ പ്രൊഡക്ട്സ് ആർ ചേഞ്ച്ഡ് ഇൻ ടു
other forms through ways of manufacturing that we associate with the industrial activity. ഏത് സെക്ടറാണ് കൂട്ടുകാരെ മാനുഫാക്ചറിങ്ങും ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി നടക്കുന്നത്? സെക്കൻഡറി സെക്ടർ. സംശയങ്ങളൊന്നുമില്ലല്ലോ, നമ്മൾ തൊട്ട് മുമ്പും കൂടി പറഞ്ഞതേ ഉള്ളൂ. ഇനി ടുവേർഡ്സ് എ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ദ മിനോബ്രൂക്ക് പെർസ്പെക്റ്റീവ് ഈസ് റിട്ടൺ ബൈ. അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് പോലെയുള്ള എക്സാമുകളിലേക്ക് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പുസ്തകങ്ങൾ, ഓതേഴ്സിൻ്റെ ചോദ്യങ്ങളൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഭാഗമായിട്ടുള്ള അവിടുത്തെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ഭാഗമായിട്ട് ഇറങ്ങിയിട്ടുള്ള പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കൺസെപ്റ്റുകളുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് ടുവേർഡ്സ് എ ന്യൂ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ദ മിനോബ്രൂക്ക് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. അത് ഫ്രാങ്ക് മാരിനിയാണ് രചിച്ചത് എന്ന കാര്യം ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ സപ്ലൈ ഓഫ് ഗുഡ്സ്? ഗുഡ്സിൻ്റെ സപ്ലൈ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. സ്റ്റോക്ക് അവൈലബിൾ ഫോർ ദ സെയിൽ, ടോട്ടൽ സ്റ്റോക്ക് ഇൻ ദ വെയർ ഹൗസ്, ദ ആക്ച്വൽ പ്രൊഡക്ഷൻ ഓഫ് ദ ഗുഡ്സ്, ക്വാണ്ടിറ്റി ഓഫ് ദ ഗുഡ്സ് ഓഫേർഡ് ഫോർ സെയിൽ അറ്റ് എ പർട്ടിക്കുലർ പ്രൈസ് പെർ യൂണിറ്റ് ടൈം. നോക്കൂ, കറക്റ്റ് ഡെഫിനിഷൻ വേണം അല്ലേ. സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ വിലയിൽ ഒരു പർട്ടിക്കുലർ സമയത്ത് സെയിലിന് വേണ്ടി, വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് ഓഫർ ചെയ്യപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? സപ്ലൈ ഓഫ് ഗുഡ്സ് അല്ലേ. ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയും. ഒരു ഡിമാൻഡ് വരുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ പ്രൈസിൽ ആ പർട്ടിക്കുലർ ടൈമിൽ എന്ത് ചെയ്യുകയാണ്? സെയിലിന് വേണ്ടിയിട്ട് എന്താണ് കൊടുക്കുന്ന ഗുഡ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? സപ്ലൈ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഓർക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് നോക്കൂ. ദ പോർച്ചുഗീസ് കോൺട്രിബ്യൂട്ടഡ് many things to Kerala in the following which one is not a contribution of the Portuguese? പോർച്ചുഗീസുകാരുടെ കോൺട്രിബ്യൂഷൻ അല്ലാത്തത് ഏത് എന്നതാണ് ചോദ്യം. ദേ പ്രൊമോട്ടഡ് സയൻറ്റിഫിക് കൾട്ടിവേഷൻ ഓഫ് പെപ്പർ ആൻഡ് ജിഞ്ചർ, തീർച്ചയായിട്ടും. ദേ ഫോണ്ട് ദ തിയോളജിക്കൽ സെമിനാരീസ് ആൻഡ് കോളേജസ് അറ്റ് കൊച്ചിൻ, അങ്കമാലി ആൻഡ് വൈപ്പിൻകോട്ട. They built Bolgatti Palace at Kochi. They introduced new agricultural products like tobacco, pineapple, papaya. നോക്കൂ, ബോൾഗാട്ടി പാലസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ ക്ലാസ്സിൽ അത് വളരെ വ്യക്തമായി പിക്ചർ ഉൾപ്പെടെ കാണിച്ച് നിങ്ങൾക്ക് പഠിപ്പിച്ചതാണ്. ഡച്ചുകാരാണ് ബോൾഗാട്ടി പാലസ് കെട്ടിയത്. 1744 ഒരു ഡച്ചുകാരനായിട്ടുള്ള മെർച്ചൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവിൽ എന്നാണ് ബോൾഗാട്ടി പാലസ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് ഇത് ആരല്ല? പോർച്ചുഗീസുകാരല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വെറുതെ ആലോചിച്ച് പോകണ്ടല്ലോ, ബാക്കിയൊക്കെ ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകളാണെന്ന് മനസ്സിലാക്കുക. ഇനി കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. പൂനം നമ്പൂതിരി ഫ്ലറിഷ്ഡ് ഇൻ ദ കോർട്ട് ഓഫ് മാനവിക്രമൻ Zamorin of Calicut. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ദ 18 റോയൽ പോയറ്റ്സ് വേർ നോൺ ആസ് 18 കവികൾ. മാനവിക്രമൻ റോട്ട് കൃഷ്ണഗീതി. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. ഇതിലേതാണ് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് എന്നതാണ് എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത്. എന്താണ് ചോദിക്കുന്നത്? ക്ഷമിക്കണം, ഇത് കറക്റ്റായിട്ട് തന്നിട്ടില്ല. ക്വസ്റ്റനിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇതിൽ ചോദിക്കുന്നത് എന്താണ്? ശരിയായ സ്റ്റേറ്റ്മെൻറ്റുകൾ ഏത് എന്ന രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അറിയോ കൂട്ടുകാർക്ക്? എന്താണ് തോന്നുന്നത്? നോക്കൂ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായ, ഇത് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, നോക്കൂ, ആദ്യത്തെ കാര്യം പറയുന്നത് പൂനം നമ്പൂതിരി ആരാണ്? ഈ 18 കവികളിൽ പെടുന്ന ഒരാളാണ്. ഇതിനെക്കുറിച്ച് പല കഥകളുണ്ട്. അതായത് 18 സംസ്കൃതത്തിൽ കവിതകൾ എഴുതുന്ന ആളുകൾ ഉണ്ടായിരുന്നു എന്നും, ഒരു കവി എന്താണ്? പൂനം നമ്പൂതിരി. ഒരു കവി അതാണ് പൂനം നമ്പൂതിരി, ഒരു കവിയുമായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ സാൻസ്ക്രിറ്റിനെ വലിയ കാര്യമായി കണക്കാക്കിയതുകൊണ്ട് ഇവരെല്ലാം ഒരു മുഴുവൻ കവിയായിട്ടും മലയാളത്തിൽ ഭാഷയിൽ, അന്ന് ഭാഷയാണ്, മലയാളം എന്ന തലത്തിലല്ല, ഭാഷയിൽ എഴുതുന്ന ആൾ അദ്ദേഹം എന്താണ്? ഒരു അരക്കവിയായിട്ടും. അദ്ദേഹം മുഴുവൻ കവിയല്ല, അദ്ദേഹം ഒന്ന് കുറച്ച് കാണുന്ന പോലെയും പറഞ്ഞിരുന്നു എന്നും. അതുകൊണ്ടാണ് ഇവരെ എല്ലാവരെയും ചേർത്ത് 18 കവി, ഇതൊരു കവിയായിട്ടല്ല അരക്കവിയായിട്ട് കണക്കാക്കുന്നതെന്ന് ഒരു കഥയുണ്ട്. മറ്റൊരു കഥ എന്താ വെച്ചാൽ, പൂനം നമ്പൂതിരി ഈ അര എന്ന് പറയുന്നത്, അരജൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അത് രാജാവ്. അപ്പോൾ അര എന്ന് പറയുന്നത് ഒരു ബഹുമാന സൂചകമായിട്ടായിരുന്നു എന്നും, ഇദ്ദേഹത്തിനെ ബഹുമാന സൂചകമായിട്ട് അരക്കവി എന്ന് വിളിച്ചതായിരുന്നു എന്നും മറ്റൊരു കൂട്ടത്തിൻ്റെ ഭാഷ്യവും ഉണ്ട്. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ കൂട്ടത്തിലെ അരക്കവി എന്നറിയപ്പെട്ടിരുന്നത് പൂനം നമ്പൂതിരി ആയിരുന്നു. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? സോ പൂനം നമ്പൂതിരി എവിടെയായിരുന്നു? സാമൂതിരിയുടെ എവിടെയായിരുന്നു? കൂടെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. 18 റോയൽ പോയറ്റ്സ് വേർ നോൺ ആസ് 18 കവികൾ. ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. മാനവിക്രമൻ റോട്ട് കൃഷ്ണഗീതി എന്ന് പറഞ്ഞു. മാനവിക്രമനല്ല, ആരായിരുന്നു? മാനവേദൻ സാമൂതിരിയാണ് കൃഷ്ണഗീതി രചിക്കുന്നതും. ഈ കൃഷ്ണഗീതിയാണ് പിന്നീട് എന്താണ്? കൃഷ്ണനാട്ടം.
കൃഷ്ണനാട്ടത്തിൻ്റെ പിതാവായിട്ടും ആരെ പറയുന്നുണ്ട്? മാനവേദനെ പറയാറുണ്ട്. മാനവേദൻ സാമൂതിരിയെ പറയാറുണ്ട്. സോ കൃഷ്ണഗീതി, കൃഷ്ണനാട്ടം, മാനവേദൻ മൂന്നും എന്താണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്, ഓർത്തിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ എന്താണ് ആൻസർ? 1 and 2 ഓൺലിയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന തലത്തിൽ ചോദിക്കുകയാണെങ്കിൽ അത് 1 and 2 ആണ്. ഇത് പിന്നെ 18 റോയൽ പോയറ്റ്സ് എന്ത് ഉപയോഗിക്കാൻ പറ്റും നമുക്ക് അറിയില്ല. 18 എന്ന് പറയുമ്പോൾ 18 പിന്നെ ഒരാളും കൂടി ആയില്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ. പക്ഷേ എന്താണ് അത് കൂട്ടുകാർ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെയാണെന്ന് ഓർക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ ഓൺലി 1 and 2 ശരി. ഇനി വിത്ത് റെഫറൻസ് ടു മിഡീവൽ ഇന്ത്യ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് ദ കറക്റ്റ് സീക്വൻസ് ഇൻ അസെൻഡിങ് ഓർഡർ ഇൻ ടേംസ് ഓഫ് സൈസ്. നോക്കൂ, നമുക്കറിയാം ഇന്ത്യയുടെ ആ കാലഘട്ടത്തിനെ പല പല പീസുകളായിട്ട് എന്ത് ചെയ്യുമായിരുന്നു, ഡിവൈഡ് ചെയ്യുമായിരുന്നു അല്ലേ. ഇതിൽ ഏത് അസെൻഡിങ് ഓർഡർ വെച്ചാൽ എന്താണ്, ഏറ്റവും വലുത് ഏറ്റവും അവസാനം വരണം. തീർച്ചയായിട്ടും ഏതാണ് ഏറ്റവും വലുതാരാണ്? സുബയാണെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ സുബ അവസാനം വരണമെന്ന് നമുക്ക് ഓൾറെഡി മനസ്സിലാക്കി. ഏറ്റവും ചെറുതാരാണ്? പാർഖാനയല്ലേ. നമുക്കറിയാം ഇതൊക്കെ ബേസിക് കാര്യങ്ങളല്ലേ. പാർഖാന, സർക്കാർ, സുബ, ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. പാർഖാന എന്താണ്? കുറേ വില്ലേജുകൾ ഒന്നിച്ച് ചേർക്കുന്നതാണ്. ഒരു ക്ലസ്റ്റർ ഓഫ് വില്ലേജസ് ആണ് ഏതെന്ന് പറയുന്നത്, പാർഖാന എന്ന് പറയുന്നത്. ഏതാണ്? പാർഖാന എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. ഇതിനെ എന്താണ്, ചൗധരി പോലെയുള്ള ആളുകളാണ് ഇതിൻ്റെ ഹെഡ് ചെയ്യുന്നത്. സർക്കാർ എന്ന് വെച്ചാൽ എന്താണ്, പാർഖാനാസ് ചേർന്ന് കഴിഞ്ഞാൽ സർക്കാരുകളാകുന്നു അല്ലേ. ഇത് ഫൗജ്ദാർ, മിലിറ്ററി പോലെ ആമിൽസ്, സർക്കാർ മിഡിൽ ഉള്ള ആളുകൾ ഏതാണ്, അമിലുകൾ അല്ലെങ്കിൽ ഫൗജ്ദാറുകളാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ നോക്കുന്നത്. സുബ എന്ന് വെച്ചാൽ ഏതാണ്, സുബാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ചേരുന്ന ലാർജസ്റ്റ് യൂണിറ്റ് ആണ് സുബാസ് എന്ന പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്, മിഡീവൽ ഇന്ത്യയിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇത് നോക്കാൻ ആരാണ്, സുബേദാർ ഉണ്ടാകും അല്ലേ. സുബേദാറാണ് സുബാസ് നോക്കാൻ ഉണ്ടാവുക. ഈ കാര്യങ്ങളൊക്കെ ബേസിക് കാര്യങ്ങളാണെന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക, ഓർത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. 16ാമത്തെ ചോദ്യം, ചീഫ് കോമ്പണൻറ്റ് ഓഫ് ഫസ്റ്റ് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടർ വാസ്. ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകളുടെ ചീഫ് കോമ്പണൻറ്റ് ഏത്? പലപ്പോഴും വരുന്നതാണല്ലേ. ഓരോ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ നോക്കുകയും ആ ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ നോക്കിയിട്ട് അതിലെ കോമ്പണൻറ്റ് എന്ന് ചോദിക്കുന്നത് സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ്. ഏതായിരുന്നു? വാക്വം ട്യൂബ്സ് ആൻഡ് വാൾവ്സ് ആയിരുന്നു അല്ലേ. ഇനി ഇതെപ്പോഴായിരുന്നു? ഏതാണ്ട് 1940 മുതൽ 50 വരെയാണ് ഈ ഫസ്റ്റ് ജനറേഷൻ കാണുന്നത്. നമുക്ക് 50 to 60 ഏതാണ്? സെക്കൻഡ് ജനറേഷൻ. സെക്കൻഡ് ജനറേഷനിലാണ് ഇത് വരുന്നത്, ട്രാൻസിസ്റ്റേഴ്സ് വരുന്നത്. തേർഡ് ജനറേഷനിലേക്ക് ആവുന്ന സമയത്ത് ഏതായി അത്? ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ടായി അല്ലേ. ഇനി ഫോർത്ത് ജനറേഷനിലേക്ക് ഏതായിരുന്നു? ഫോർത്ത് ജനറേഷൻ ഏതാ, ഓർമ്മയുണ്ടോ? ഏതാണ്? മൈക്രോ പ്രൊസസ്സർ. മൈക്രോ പ്രൊസസ്സർ ആയിരുന്നു ഫോർത്ത് ജനറേഷനിൽ. ഫിഫ്ത്ത് ജനറേഷൻ ഏതാണ്? അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഫിഫ്ത്ത് ആണ്. മനസ്സിലാവുന്ന കൂട്ടുകാർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരുന്നു. സോ ഇത് തുടർച്ചയായി ചോദ്യം വന്നിട്ടുള്ള ഭാഗങ്ങളാണ്. എല്ലാം എന്ത് ചെയ്യുക, ഓർത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. വാക്വം ട്യൂബ്സ് ആൻഡ് വാൾസ് ഏതാണ്? ഫസ്റ്റ് ജനറേഷൻ. ട്രാൻസിസ്റ്റർ സെക്കൻഡ് ജനറേഷൻ. ഇൻ്റഗ്രേറ്റഡ് IC ചിപ്സ് തേർഡ് ജനറേഷൻ. മൈക്രോ പ്രൊസസ്സേഴ്സ് ഫോർത്ത് ജനറേഷൻ. AI ഫിഫ്ത്ത് ജനറേഷൻ. ഓക്കെ ആണേ. അടുത്ത ഭാഗം, ഡെയ്സി വീൽ പ്രിൻ്റർ ഈസ് വാട്ട് ടൈപ്പ് ഓഫ് പ്രിൻ്റർ? സ്ഥിരം ചോദ്യമല്ലേ. ഇമ്പാക്ട് പ്രിൻ്റർ അല്ലേ. ഡെയ്സി വീൽ പ്രിൻ്റർ ഏതാണ്? ഇമ്പാക്ട് പ്രിൻ്റർ. ഇമ്പാക്ട് പ്രിൻ്റേഴ്സും ഉണ്ട്, നോൺ ഇമ്പാക്ട് പ്രിൻ്റേഴ്സും ഉണ്ട്. എന്താണ് ഇമ്പാക്ട് പ്രിൻ്റർ എന്ന് വെച്ചാൽ എന്താണ്? അവയും അതായത് പേപ്പറും പ്രിൻ്റ് അടിക്കേണ്ട പേപ്പറും ഈ എന്താ പറയുക ഈ പോയിന്റ് നമ്മൾ എന്ത് ചെയ്യും, ടച്ച് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? നോൺ ഇമ്പാക്റ്റ് ആണെങ്കിലോ ലേസർ പോലെയുള്ള കാര്യങ്ങളിലൂടെ, മനസ്സിലാവുന്നുണ്ടോ? ലേസർ ടെക്നോളജി പോലെ ഇലക്ട്രോസ്റ്റാറ്റിക് ടെക്നോളജികളിലൂടെയാണ് നോൺ ഇമ്പാക്ട് പ്രിൻ്റേഴ്സ്. അവ തമ്മിൽ ടച്ച് ചെയ്യില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നോൺ ഇമ്പാക്ട് പ്രിൻ്റേഴ്സിൻ്റെ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ഇങ്ക് ജെറ്റ് പ്രിൻ്റർ ഒരു ഉദാഹരണമാണ്. പലതവണ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ് ഇങ്ക് ജെറ്റ് പ്രിൻ്റർ ഏത് ടൈപ്പാണ് എന്നുള്ള പറയുന്നത്. ലേസർ പ്രിൻ്റർ ഏതാണ്? നോൺ ഇമ്പാക്റ്റ് ആണ്. കൂട്ടിമുട്ടുമോ? ഇല്ല. തെർമൽ പ്രിൻ്റർ അതുപോലെയാണ്. അതുപോലെ തന്നെ ഏതാണ്? ഡൈ സബ്ലിമേഷൻ പ്രിൻ്റർ. ഡ്രൈ സബ്ലിമേഷൻ പ്രിൻ്റർ നോൺ ഇമ്പാക്റ്റ് ആണ്. ഇനി ഇമ്പാക്ട് പ്രിൻ്ററുകൾക്ക് ഉദാഹരണമോ? ഇമ്പാക്ട് പ്രിൻ്ററുകൾക്ക് ഉദാഹരണം നോക്കുകയാണെന്ന് വെച്ചാൽ ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ ഇമ്പാക്ട് പ്രിൻ്ററാണ്. ഇപ്പോൾ പറഞ്ഞ ഡെയ്സി വീൽ പ്രിൻ്റർ ഇമ്പാക്ട് പ്രിൻ്ററാണ്. ഡ്രം പ്രിൻ്റർ ഏതാണ്? ഡ്രം പ്രിൻ്റർ അതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലാം പ്രിൻ്റർ ഫോർ ചെയിൻ പ്രിൻ്റർ ഉണ്ട്. ഇതെല്ലാം എന്താണ്? ഇമ്പാക്ട് പ്രിൻ്റേഴ്സ് ആണ്. അപ്പോൾ പ്രിൻ്റേഴ്സ് പലതരത്തിലുണ്ട്, ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. Which of the following statements regarding the Constituent Assembly is or are correct? ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിക്കുന്നത്. It was not based on adult franchise. It resulted from direct election. It worked through several committees. ശരിയല്ലേ? ഒരുപാട് കമ്മിറ്റീസ് ഉണ്ടല്ലോ. അപ്പോൾ 3 ശരിയാണ് നമുക്ക് മനസ്സിലായി. ഇനി it resulted from direct election. ഡയറക്റ്റ് ഇലക്ഷൻ ആയിരുന്നോ നടന്നത്? തീർച്ചയായിട്ടും അല്ല അല്ലേ. എങ്ങനെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്? ഇൻഡയറക്റ്റ് ഇലക്ഷനിലൂടെയും ഇൻഡയറക്റ്റ്ലി ഇലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ
നോമിനേറ്റഡ് ആയിട്ടുള്ള ആൾ. ഇത് നമ്മൾ പ്രത്യേകം ക്ലാസ്സിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലേ, ഇത് ഓർക്കണമെന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ലേ. ഇൻഡയറക്ട്ലി ഇലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ, അതായത് പ്രൊവിൻസുകളിൽ നിന്നും എന്താണ്, പ്രൊവിൻസുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ ഈ പ്രൊവിൻസുകളിൽ നിന്നും എന്ത് ചെയ്യുകയാണ്, ആളുകളെ ഈ സഭയിലേക്ക് അയക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ആളുകൾ ഡയറക്ട്ലി ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളുകളല്ല, ഇൻഡയറക്ട്ലി തിരഞ്ഞെടുത്ത ആളുകളായിരുന്നു. സോ ഇൻഡയറക്ട്ലി ഇലക്റ്റഡും നോമിനേറ്റഡുമായിട്ടുള്ള. പിന്നെ പ്രിൻസ്ലി സ്റ്റേറ്റുകളിൽ നിന്ന്, നാട്ടുരാജ്യങ്ങളിൽ നിന്ന് അവരൊക്കെ നോമിനേറ്റഡ് ആയിരുന്നു അല്ലേ. അപ്പോൾ എല്ലാവരും ഡയറക്റ്റ് ഇലക്ഷനിലൂടെയാണോ വരുന്നത്? അത് വളരെ കൃത്യമായിട്ട് മനസ്സിലായി അല്ലേ. ഇത് മുഴുവനായിട്ട് അറിയില്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാം നോമിനേറ്റഡ് മെമ്പേഴ്സും ഉണ്ട്. അപ്പോൾ ഇറ്റ് റിസൾട്ടഡ് ഫ്രം ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് അറിയാം. അപ്പോൾ 2 തെറ്റാണ്. ചോദ്യം എന്താ, കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2 തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ 2 വരുന്ന എല്ലാം കളഞ്ഞൂടെ നമുക്ക്. 2 മാത്രം തെറ്റാണ്, 1 and 2 തെറ്റായിരിക്കും, ഓൾ ദ എബോവ് തെറ്റായിരിക്കും. കാരണം 2 തെറ്റാണ്. സോ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ 2 വരില്ല. 3 ഓൺലി എന്നത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റായിട്ട് മാറുകയാണ്. മനസ്സിലാവുന്നുണ്ടോ കൂട്ടുകാർക്ക്? മനസ്സിലായോ എങ്ങനെയാണത് ചെയ്യേണ്ടത് എന്നുള്ളത്? ഇത് കൃത്യമായിട്ട് ആലോചിക്കാൻ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വെൻ ഡിഡ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അഡോപ്റ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? എളുപ്പമല്ലേ? 26 November 1949. ഇത് വേറെ രീതിയിൽ ചോദിക്കാം അല്ലേ. എന്താണ് പ്രിയാമ്പിളിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഏത് എന്ന് ചോദിക്കാം. അതേതാണ്? 26 November 1949 ആണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരൊറ്റ ഡേറ്റേ കാണാൻ പറ്റുള്ളൂ. അതേത് ഡേറ്റ് ചോദിച്ചാൽ ഏതാണ്? 26 November 1949 ആണ്. ഇങ്ങനെയൊക്കെ ഇതിനെക്കുറിച്ച് ചോദിക്കാം. മനസ്സിലാവുന്നുണ്ടോ? സോ നമ്മൾ അഡോപ്റ്റ് ചെയ്ത ഡേറ്റ് ഏതെന്ന് ചോദിക്കാം, പ്രിയാമ്പിളിൽ കാണുന്ന ഡേറ്റ് ഏതെന്ന് ചോദിക്കാം, കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരൊറ്റ ഡേറ്റേ മൊത്തം കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിയാൽ കാണാൻ പറ്റുള്ളൂ. അതേത് ചോദിച്ചാലും ഇതേ ആൻസർ തന്നെയാണ് വരിക. കൃത്യമാണല്ലോ, സംശയങ്ങളില്ലല്ലോ. അടുത്ത ചോദ്യം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇൻ ഇന്ത്യൻ പൊളിറ്റി ഈസ് ആൻ എസെൻഷ്യൽ ഫീച്ചർ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഇറ്റ് ഈസ് ഫെഡറൽ ഇൻ ക്യാരക്ടർ? നമ്മുടെ ഭരണഘടനയിൽ എവിടെയെങ്കിലും ഫെഡറൽ എന്ന് പറയുന്നുണ്ടോ? പറയുന്നില്ല. നമ്മൾ എന്താണെന്നാണ് പറയുന്നത്? ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയാറുള്ളത് അല്ലേ. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയാറുള്ളത് എപ്പോഴും അല്ലേ. ഫെഡറൽ എന്ന് പറയുന്ന, ഫെഡറേഷൻ എന്ന് പറയുന്ന വാക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയാറുള്ളത് എപ്പോഴും അല്ലേ. ഇത് ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്. പക്ഷേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? നമ്മുടെ പൊളിറ്റി ഫെഡറൽ ഇൻ നേച്ചറാണ്. അത് ബേസിക് സ്ട്രക്ചറാണ് നമ്മുടെ. അതും നമ്മൾ എന്താണ് പറയാറുണ്ട്. ഇനി ഇവിടെ ചോദിക്കുന്ന കാര്യം എന്താ? വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇൻ ഇന്ത്യൻ പൊളിറ്റി ഈസ് ആൻ എസെൻഷ്യൽ ഫീച്ചർ ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ഇറ്റ്സ് ഫെഡറൽ ക്യാരക്ടർ? നമ്മളൊരു ഫെഡറൽ നേഷൻ ആണെന്ന് പറയുന്നതിൻ്റെ ആ ക്യാരക്ടർ നമ്മളോട് വിളിച്ച് പറയുന്നത് ഏത് താഴെ പറയുന്നതിൽ എന്താണെന്നാണ് പറയുന്നത്. ഫെഡറൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഒരു യൂണിറ്റ് ഉണ്ട്, അതിനെ പല എന്താ പറയുക പാർട്ടുകളായി തിരിച്ചിരിക്കുന്നു. ഈ ഓരോ പാർട്ടുകൾക്കും എന്തുണ്ടാകും? അവയുടേതായിട്ടുള്ള അധികാരങ്ങളുണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? ഇതിൻ്റെ ആൻസർ എന്താ അറിയോ കൂട്ടുകാർക്ക്? ആൻസർ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ഈസ് സേഫ് ഗാർഡഡ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അതായത് ഒരു ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി എന്ത് ചെയ്യണം ഉള്ളത്? എന്താ നമ്മുടെ അവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് കോർട്ട് ഏതാ? സുപ്രീം കോർട്ട് അല്ലേ. ഈ സുപ്രീം കോടതി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു എന്താണ്? ഒരു കോർട്ടാണ്. ഈ കോർട്ട് സുപ്രീം കോർട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സുപ്രീം കോർട്ടാണ് സെൻറ്ററും സ്റ്റേറ്റ്സിലെ ആരെങ്കിലും തമ്മിൽ ഒരു ഇഷ്യൂ ഉണ്ടായാൽ വിധി പറയുക ഈ സുപ്രീം കോടതി. അപ്പോൾ ഇത് ഇൻഡിപെൻഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇത് നടക്കുമോ? നടക്കില്ല. സോ ഫെഡറലിസം എന്ന് പറയുന്നത് കൃത്യമായി നടപ്പിലാക്കണം. ഫെഡറൽ സ്ട്രക്ചർ, അതായത് സെൻട്രൽ കയറിയിട്ട് എല്ലാ സ്റ്റേറ്റിൻ്റെയും പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറരുത് എന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ജുഡീഷ്യറി അവിടെ ഉണ്ടായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇതുകൊണ്ടാണ് ഇൻഡിപെൻഡൻസ് ഓഫ് ദ ജുഡീഷ്യറി ഈ സേഫ് ഗാർഡ് എന്ന് പറയുന്നതാണ് ഫെഡറൽ സ്ട്രക്ചറിൻ്റെ എന്തെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇത് മാത്രമാണോ? അല്ല, നമുക്കൊരു റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതെന്തിൻ്റെ സൂചനയാണ്? നമ്മളുടെ ഫെഡറൽ സ്ട്രക്ചറാണെന്നതിൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. മനസ്സിലാവുന്നുണ്ട് കൂട്ടുകാർക്ക്? അതുപോലെ തന്നെ എന്തൊക്കെയുണ്ട് നമുക്കറിയാം. ഒരു ബൈ ക്യാമറൽ അസംബ്ലിയാണുള്ളത്. രാജ്യസഭ ആൻഡ് ലോക്സഭയുണ്ട്. ഇതിൽ രാജ്യസഭ എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റേറ്റുകളെ റെപ്രസെൻ്റ് ചെയ്യാനാണ്. അപ്പോൾ അത് ഫെഡറൽ ഒരു സ്ട്രക്ചറിൻ്റെ എന്താണ്? ഉദാഹരണമാണ്. മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക്? റിജിഡിറ്റി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? അമെൻമെൻറ്റ് നടത്തണം. സ്റ്റേറ്റുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ എന്താണ്? സ്റ്റേറ്റുകളുടെ കൂടി പെർമിഷനോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫെഡറൽ സ്ട്രക്ചറിൽ മാറ്റം വരുത്തുന്ന എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും സ്റ്റേറ്റുകളുടെ എന്ത് വേണം? പെർമിഷൻ വേണം. അല്ലെങ്കിൽ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഒരു ഫെഡറൽ സ്ട്രക്ചറിലാണ് നമ്മൾ ഉള്ളത് എന്നതിൻ്റെ ഒരു ഉദാഹരണം ആണ് എന്ന് മനസ്സിലാക്കാം. ഓൾസോ നമ്മളുടെ എന്താ പറയുന്നത്? ഡിവിഷൻ ഓഫ് പവർ അല്ലേ. സെൻട്രലിന്
എന്താണ് ലോ ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, സ്റ്റേറ്റിന് ലോ ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്, കൺകറൻ്റായിട്ട് ലോ ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഫെഡറൽ സ്ട്രക്ചർ ഉണ്ട്, സ്റ്റേറ്റുകൾക്കും അധികാരമുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതെല്ലാം എന്ത് ചെയ്യുക? ഫെഡറൽ സ്ട്രക്ചറിൻ്റെ ഉദാഹരണങ്ങളായിട്ട് നിങ്ങൾ ആലോചിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ വാസ് ബോറോഡ് ബൈ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രം ദ ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ? ജുഡീഷ്യൽ റിവ്യൂ എവിടെ നിന്നാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക. പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ബേസിക്കലി എവിടെ നിന്ന് എടുത്തിട്ടുണ്ടാവുക? നമ്മുടെ ബ്രിട്ടനിൽ നിന്ന്. കാരണം ബ്രിട്ടനല്ലേ നമ്മളെ ഭരിച്ചത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ പാർലമെൻ്ററി സിസ്റ്റം നമ്മളെടുത്തത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. അപ്പോൾ പാർലമെൻ്ററി പ്രിവിലേജുകളും എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. സോ ദിസ് ഈസ് ദ ആൻസർ. ഇനി സസ്പെൻഷൻ ഓഫ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഡ്യൂറിങ് ദ എമർജൻസി എവിടെ നിന്നാണ്? വെയ്മർ റിപ്പബ്ലിക്, അല്ലേ? അതായത് പണ്ടത്തെ ജർമ്മനി, വെയ്മർ റിപ്പബ്ലിക്. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ലോ എവിടെ നിന്നാണ്? ജപ്പാൻ. എവിടെ നിന്നാണ്? ജപ്പാൻ. മനസ്സിലായില്ലേ കൂട്ടുകാർക്ക്? റൂൾ ഓഫ് ലോയോ? റൂൾ ഓഫ് ലോ എവിടെ നിന്നാണ്? ബ്രിട്ടീഷ്. ഇതൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം. ഹൂ ഡിസൈഡ്സ് ദ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി? MLA-മാരുടെ ഡിസ്ക്വാളിഫിക്കേഷൻ തീരുമാനിക്കുന്നത് ആര്? ഫോർ മാറ്റേഴ്സ് അതർ ദാൻ ദോസ് ഇൻ ദ 10th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എന്താ 10th ഷെഡ്യൂൾ? 10th ഷെഡ്യൂൾ എന്ന് വെച്ചാൽ എന്താണ്? ഡിഫെക്ഷൻ, അല്ലേ? ഡിഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഒരാൾ ഡിഫെക്ഷൻ നടത്തിയോന്ന് തീരുമാനിക്കുന്ന ആരാണ്? ആ സഭയുടെ സ്പീക്കർ അല്ലെങ്കിൽ അധ്യക്ഷൻ. സംസ്ഥാനത്താണെന്ന് വെച്ചാൽ സ്പീക്കർ, കേന്ദ്രത്തിലാണെന്നുണ്ടെങ്കിലോ ലോക്സഭയിൽ സ്പീക്കർ, മറു സ്ഥലത്താണെങ്കിൽ അവിടുത്തെ അധ്യക്ഷൻ, അല്ലേ? അപ്പോൾ ഡിഫെക്ഷൻ 10th ഷെഡ്യൂളിൻ്റെ കാര്യങ്ങളാണെങ്കിൽ അത് സ്പീക്കർ അല്ലെങ്കിൽ അധ്യക്ഷനാണ് തീരുമാനിക്കുക. അല്ലാത്ത സമയങ്ങളിൽ MLA-യുടെ ഡിസ്ക്വാളിഫിക്കേഷൻ ആര് തീരുമാനിക്കും? ആരായിരിക്കും? ഗവർണർ. MP-യുടെ കാര്യത്തിലാണെങ്കിൽ പ്രസിഡന്റ്, MLA-യുടെ കാര്യത്തിലാണെന്ന് വെച്ചാൽ ഗവർണർ. കൃത്യമല്ലേ? സംശയങ്ങളില്ലല്ലോ. 10th ഷെഡ്യൂൾ റിലേറ്റഡ് ആണെങ്കിലോ അത് സ്പീക്കർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ആ വ്യത്യാസം മനസ്സിലായോ? 10th ഷെഡ്യൂൾ ഡിഫെക്ഷനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. ഡിഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതാരാണ്? സ്പീക്കർ ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. 10th ഷെഡ്യൂൾ ഡിഫെക്ഷൻ അല്ലാണ്ട് വേറെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതാരാണ്? MLA കാര്യങ്ങൾ, അത് ഗവർണറാണ്. കൃത്യമല്ലേ? ആ വ്യത്യാസം വളരെ കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രൊവിഷൻ ഈസ് നോട്ട് ബോറോഡ് ബൈ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രം ദ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ? താഴെ പറയുന്നവയിൽ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അല്ലാത്തതേത് എന്നതാണ് ചോദിക്കുന്നത്. കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് കേട്ടാൽ ഉടനെ വിചാരിക്കുക സ്ട്രോങ് സെൻറ്റർ. സ്ട്രോങ് സെൻറ്റർ, ശക്തമായ സെൻറ്ററിലുള്ള ഒരു യൂണിറ്ററി നേച്ചറിലുള്ള, ഫെഡറലിൻ്റെ ഓപ്പോസിറ്റാണ് യൂണിറ്ററി. യൂണിറ്ററി സ്വഭാവമുള്ള രീതിയാണ് കാനഡയിലുള്ളത്. ഫെഡറൽ സിസ്റ്റം വിത്ത് എ സ്ട്രോങ് സെൻറ്റർ. ശരിയാണ്. അപ്പോയിൻമെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ് ഗവർണേഴ്സ് ബൈ ദ സെൻറ്റർ. എന്തിനാണ് സ്റ്റേറ്റ് ഗവർണർമാരെ നിയമിക്കുന്നത്? സ്റ്റേറ്റിൽ സെൻറ്റർ എന്തിനാണ് നിയമിക്കുന്നത്? സെൻട്രൽ സ്റ്റേറ്റ് ഗവർണർമാരെ നിയമിക്കുമ്പോൾ സെൻറ്ററിന് അധികാരമുണ്ടാവും. സ്റ്റേറ്റിൻ്റെ മുകളിൽ ഗവർണർമാർ വഴിക്ക് അധികാരം അവർക്ക് കൈയാളാം. രണ്ടും ശരിയാണ്. അപ്പോൾ നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആണോ? അല്ല. 3 മാത്രമാണെന്ത് തെറ്റായിട്ടുള്ളത്? 3 ഓൺലി എന്നതാണ് ആൻസർ വരുന്നത്. 3 ഓൺലി എന്ന് പറയുന്നതാണ് ആൻസർ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? 3 ഓൺലി എന്ന് പറയുന്നതാണ് ആൻസർ വരുന്നത്. ഇനി നിങ്ങൾക്ക് എന്തറിയാം? 2 എന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റ്. ഇതാരാ? നോമിനേഷൻ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ എവിടെ നിന്നാണ് വരുന്നത്? നോമിനേഷൻ, അതായത് രാജ്യസഭയിലേക്കുള്ള മെമ്പർമാരെ നോമിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണുള്ളത്? അത് നിങ്ങൾ ഇതിൻ്റെ അടിയിലേക്ക് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നോക്കുക. എന്ത് നോക്കുക? അതായത് പ്രസിഡൻറ്റിൻ്റെ ഇലക്ഷനൊക്കെ നമ്മൾ എന്താണ് ഒരു സ്ഥലത്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇലക്ഷൻ ഓഫ് പ്രസിഡൻ്റൊക്കെ നമ്മൾ അവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതാണ്, അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ എന്തും എടുത്തിട്ടുള്ളത്? നമ്മൾ ഈ ഒരു നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ എന്ന് പറയുന്ന രീതിയും എടുത്തിട്ടുള്ളത് അതേ രാജ്യത്ത് നിന്നാണ്. ഇത് എവിടെ നിന്നാണ് നിങ്ങൾ പറയുക. ഇനി നിങ്ങൾ ഈ ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. അപ്പോയിൻമെൻറ്റ് ഓഫ് ദ സ്റ്റേറ്റ് ഗവർണേഴ്സ് ബൈ ദ സെൻറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഇത് കാനഡയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കൂ. അപ്പോൾ എന്ത് ചെയ്യരുത്? 2 വരരുത്, അല്ല എന്ത് ചെയ്യരുത്? 2 വരരുത്. നോട്ട് ബോറോടെ ചെയ്യുക. അപ്പോൾ 2 വരരുത്. 2 ഉള്ളതെല്ലാം അങ്ങോട്ട് കളഞ്ഞാൽ പോരെ? ആൻസർ കിട്ടിയില്ലേ 3 ഓൺലി എന്നുള്ളത്? അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാം? നമുക്ക് ഒരൊറ്റ ഓപ്ഷനിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യാനും നമുക്കിവിടെ സാധിക്കുമെന്ന് മനസ്സിലാക്കുക. സോ എലിമിനേഷൻ ചെയ്യാൻ പറ്റുന്ന ചില ക്വസ്റ്റ്യൻസ് വരും. അതെന്ത് ചെയ്യുക? എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിലെന്ത് ചെയ്ത് വായിച്ച് പിന്നെ സമയം കളയരുത്. 24. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗീവ്സ് ഈക്വാലിറ്റി ബിഫോർ ദ ലോ? ഏതാണ്? ആർട്ടിക്കിൾ 14 അല്ലേ? അപ്പോൾ ഈക്വാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്ന സ്ഥലങ്ങളാണ് 14 മുതൽ 18 വരെയുള്ള സ്ഥലങ്ങൾ അല്ലേ? അതിൽ ഈക്വാലിറ്റി ബിഫോർ ദ ലോ എന്ന് പറയുന്നത് ഏതാണ്? ആർട്ടിക്കിൾ 14 നമുക്ക് തരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ GK പോർഷനിലെ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് ഇന്ത്യൻ ഫെഡറലിസം? ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ താഴെ പറയുന്നവയിൽ ഫീച്ചർ അല്ലാത്തതേത് എന്നതാണ് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്.
ദർ ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി, നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ. ദ ഫെഡറേറ്റിംഗ് യൂണിറ്റ്സ് ഹാവ് ബീൻ ഗിവൺ അൺഈക്വൽ റെപ്രസെൻറ്റേഷൻ രാജ്യസഭ. അങ്ങനെ തന്നെയല്ലേ, എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരേ റെപ്രസെൻറ്റേഷനാണോ രാജ്യസഭയിൽ? കേരളത്തിന് 9 സീറ്റ്, യു പിക്ക് 9 സീറ്റാണോ? അല്ല. മഹാരാഷ്ട്രയ്ക്ക് 9 സീറ്റാണോ? അല്ല. അപ്പോൾ അൺഈക്വൽ സീറ്റുകൾ തന്നെയാണ്. എന്തുകൊണ്ട് എങ്ങനെ പറയുന്നത്? ഈ ഇത് എന്തിനാണ് അവിടെ തന്നിട്ടുള്ളത്? കാരണം അമേരിക്കയിൽ അവരുടെ അപ്പർ ഹൗസ് സെനറ്റ് ഉണ്ട്. അവിടെ 50 സ്റ്റേറ്റുകൾക്കും എങ്ങനെയാണ് 2 വീതം മെമ്പർമാരാണ്. വലിയ സ്റ്റേറ്റ് ആണെങ്കിലും ചെറിയ സ്റ്റേറ്റ് ആണെങ്കിലും. നമ്മളുടെ ഇവിടുത്തെ അപ്പർ ഹൗസ് അല്ലേ രാജ്യസഭ എന്ന് പറയുന്നത്. ഇവിടെയും പക്ഷേ എങ്ങനെയാണ്? പോപ്പുലേഷൻ അനുസരിച്ചാണുള്ളത്. അമേരിക്കയിൽ അങ്ങനെയല്ല. യു എസിൽ എങ്ങനെയാണ്? അവിടുത്തെ സെനറ്റ് എന്ന് പറയുന്നതാണ് അപ്പർ ഹൗസ്. അവിടെ എല്ലാ സംസ്ഥാനത്തും, അത് കുഞ്ഞു സ്റ്റേറ്റ് ആണെങ്കിലും അത്ര വലിയ സ്റ്റേറ്റ് ആണെങ്കിലും എങ്ങനെയാണ്? 2 മെമ്പർമാരും വെച്ചിട്ടാണ് അവിടെ ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? ഇതുകൊണ്ടാണ് ഇങ്ങനൊരു പ്രത്യേക സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ആൻ എഗ്രിമെൻറ്റ് എമംഗ് ഫെഡറേറ്റിംഗ് യൂണിറ്റ്സ് ആണോ? അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ത്യ എന്ന് പറയുന്നത് ഫെഡറേഷൻ എന്ന് എവിടെയെങ്കിലും ഭരണഘടനയിൽ പറയുന്നുണ്ടോ? ഇല്ല. എങ്ങനെയാണ് പറയുന്നത്? ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. എന്താണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? കാരണം ഒരൊറ്റ കാരണമേ ഉള്ളൂ, വി ആർ എ യൂണിയൻ. നിങ്ങൾ എഗ്രി ചെയ്തുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ളതല്ല, നിങ്ങൾക്ക് വിട്ടുപോകാൻ പറ്റില്ല. അതാണ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. പവർ ഹാവ് ബീൻ ക്ലിയർലി ഡിവൈഡഡ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്. ശരിയല്ലേ? ഏതൊക്കെ ആണ് പവർ? സെൻട്രലിന് എവിടെ നിയമം ഉണ്ടാക്കാം, സ്റ്റേറ്റിന് എവിടെ നിയമം ഉണ്ടാക്കാം എന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടും ഉണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ ഇത്. അപ്പോൾ ഇത്രയുമാണ് GK പോർഷൻ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ബാക്കി ഭാഗങ്ങൾ എന്താണ്? ഇനി മാത്സ്, അതുപോലെ തന്നെ ഇതും വരും നിങ്ങൾക്ക് ഇംഗ്ലീഷും ഇനി വരുന്ന ഇടങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു എവരിവൺ. ഹലോ, ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കുന്ന 10 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഈ 10 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രോനൗൺസും അതുപോലെ അഡ്ജക്റ്റീവ്സുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് ഇതൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നമുക്ക് ഓൾറെഡി നമ്മുടെ ക്ലാസ്സിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ റൂളാണ് ഓരോന്നിലും അപ്ലൈ ചെയ്യുന്നതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. യെസ്, അപ്പൊ നമുക്കൊന്ന് നോക്കാം ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും എറർ ഉണ്ടോ. നമുക്ക് തന്നിരിക്കുന്നതിൽ യൂഷ്വലി ഈ പറയുന്ന പ്രോനൗൺസും അഡ്ജക്റ്റീവ്സും ഒക്കെ സാധാരണഗതിയിൽ നമ്മോട് ചോദിക്കുന്നത് എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ടും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ടായിരിക്കും യൂഷ്വലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന എല്ലാം എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, I and Meera are working hard to score good marks. I and Meera are working hard to score good marks. ഇതിൽ എന്തെങ്കിലും എറർ ഉണ്ടോ? നമുക്ക് ഈ ഒരു സെന്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും എറർ കാണാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. ഇനി എറർ, ഇതിനകത്തൊരു എറർ ഉണ്ട്. I and Meera എന്നല്ല. യെസ്, ഒരു സെന്റൻസിൽ ഒന്നിൽ കൂടുതൽ പ്രോനൗൺസ് നമ്മൾ ഒരുമിച്ച് എഴുതുകയാണെങ്കിൽ അതിന് ഒരു ഓർഡർ ഉണ്ട്. ആൻഡ് ഈ സെന്റൻസ് ഒരു പോസിറ്റീവ് ഐഡിയ ആണ് തരുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യേണ്ട റൂൾ എന്ന് പറഞ്ഞാൽ 2-3-1 റൂൾ ആണ്. 2-3-1 റൂൾ. 2-3-1 റൂൾ അനുസരിച്ച് ആദ്യം സെക്കൻഡ് പേഴ്സൺ വരും, പിന്നെ തേർഡ് പേഴ്സൺ വരും. അപ്പൊ മീര എന്ന് പറയുന്നത് തേർഡ് പേഴ്സൺ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് പേഴ്സൺ ഐ, ഇവിടെ സെക്കൻഡ് പേഴ്സൺ ഇല്ല. സെക്കൻഡ് പേഴ്സൺ യു, അതൊന്നും ഇല്ല. സോ അതുകൊണ്ട് ഇതിന്റെ ഓർഡർ മാറുക. അതായത് 3 കഴിഞ്ഞിട്ട് വേണം 1 വരാൻ, തേർഡ് പേഴ്സൺ കഴിഞ്ഞിട്ട് വേണം ഫസ്റ്റ് പേഴ്സൺ വരാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതായാലും നോക്കാം. യെസ്, ഓക്കെ. ഓക്കെ, സോ മീര ആൻഡ് ഐ ആർ വർക്കിംഗ് ഹാർഡ് ടു സ്കോർ ഗുഡ് മാർക്സ് എന്നാണ് ഇവിടെ വരേണ്ടത് കേട്ടോ. മീര ആൻഡ് ഐ, മീര ആൻഡ് ഐ. അതിന്റെ റീസൺ നമ്മൾ പറഞ്ഞു, 2ൽ കൂടുതൽ പ്രോണൗൺസ് അല്ലെങ്കിൽ 1 അതിൽ കൂടുതൽ പ്രോണൗൺസ് ഒരുമിച്ച് ഒരു സെന്റൻസിൽ, 2 അതിലധികമോ പ്രോണൗൺസ് ഒരുമിച്ച് ഒരു സെന്റൻസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വെറുതെ എഴുതാൻ പറ്റില്ല. അവിടെ സെന്റൻസ് പോസിറ്റീവ് ഐഡിയ ആണോ നെഗറ്റീവ് ഐഡിയ ആണോ തരുന്നത് നോക്കാം. ഇവിടെ സെന്റൻസ് തരുന്നത് ഒരു പോസിറ്റീവ് ഐഡിയ ആണ്. അതുകൊണ്ട് 2-3-1 റൂൾ അപ്ലൈ ചെയ്യാം. ആദ്യം സെക്കൻഡ് പേഴ്സൺ, പിന്നെ തേർഡ് പേഴ്സൺ, ദെൻ ഫസ്റ്റ് പേഴ്സൺ. ഇവിടെ സെക്കൻഡ് പേഴ്സൺ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ തേർഡ് പേഴ്സണും ഫസ്റ്റ് പേഴ്സണും എടുത്തു. നെക്സ്റ്റ് വൺ, ലെറ്റ് ദേ ഗോ. എന്ത് വരും? ലെറ്റ് ദേ ഗോ എന്ന് വരുമോ? ഇല്ല. പിന്നെയോ ലെറ്റ് them go, let them go എന്ന് വരും. let they go അല്ല, let them go. ഓക്കെ, അടുത്ത
This magazine is theirs. ഇവിടെ എന്താ നമ്മള് ഈ theirs അല്ലെങ്കിൽ hers, yours ഇതൊക്കെ possessive pronouns ആണ്. അപ്പൊ possessive pronoun എഴുതുമ്പോൾ അവിടെ apostrophe s വേണ്ട. നമ്മൾ പണ്ട് ഈ ലെറ്റർ ഒക്കെ എഴുതുമ്പോൾ apostrophe s ഇട്ടിട്ട് നമ്മൾ എഴുതുമായിരുന്നു. അത് തെറ്റാണ്. അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് apostrophe s ന്റെ ആവശ്യമില്ല. ഈ possessive pronounsന്റെ പ്രത്യേകതയാണ്. നമ്മൾ പണ്ട് yours ഈ ലെറ്റർ ഒക്കെ എഴുതുമ്പോൾ yours lovingly അല്ലെങ്കിൽ yours respectfully എന്നൊക്കെ പറഞ്ഞ് എഴുതുമായിരുന്നു, അല്ലെങ്കിൽ yours faithfully എന്നൊക്കെ പറഞ്ഞ് എഴുതുമായിരുന്നു. അപ്പൊ yours-ല് your apostrophe s ആയി നമ്മൾ ഇട്ടുകൊണ്ടിരുന്നത്. അത് തെറ്റാണ്. അങ്ങനെ നമ്മൾ എഴുതില്ല. ഇപ്പൊ ഒരാളുടെ പേരൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം. ഇപ്പോ രേഷ്മാസ്, രേഷ്മയുടെ എന്ന് പറയണമെങ്കിൽ രേഷ്മ apostrophe s ഇടാം നമുക്ക്. പക്ഷേ പ്രോനൗൺസ് ആണെങ്കിൽ, പ്രത്യേകിച്ച് പൊസസീവ് പ്രോനൗൺസിന്റെ കൂടെ നമുക്ക് apostrophe s ഇടാൻ പറ്റില്ല. അപ്പൊ ഇതെങ്ങനെ വരും? ദിസ് മാഗസിൻ ഈസ് theirs. theirs. ഓക്കെ. apostrophe ഇടാനായിട്ടുള്ള ടെൻഡൻസി പലർക്കും ഉണ്ടാകും. അത് മാറ്റി വെക്കുക. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തത്, the two sisters went for shopping with one another. എന്തെങ്കിലും എറർ ഉണ്ടോ? The two sisters went for shopping with one another. ഇതിനകത്തൊരു എറർ ഉണ്ട്. എന്തായിരിക്കും ആ എറർ? പോരട്ടെ. യെസ്. Okay. Sorry. Yes. നോക്കിക്കേ, the two sisters went for shopping with one another. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം one another. ഇവിടെ pronoun ഏതാണ്? one another. one another എന്ന് പറയുന്നത് reciprocal pronouns ആണ്. reciprocal pronoun. reciprocal pronoun. reciprocal pronouns രണ്ടെണ്ണമാണ് നമുക്കുള്ളത്. ഒന്ന് one another, അടുത്തത് each other. അപ്പൊ ഈ one anotherും each otherും നമ്മൾ എല്ലാ കേസിലും ഒരുപോലെ ഉപയോഗിക്കുന്നില്ല. രണ്ടിനും രണ്ട് പേർപ്പസ് ആണ്. ഇവിടെ നമ്മളോട് എടുത്തു പറഞ്ഞിട്ടുണ്ട് the two sisters എന്ന്, രണ്ട് സിസ്റ്റേഴ്സ് എന്ന് പറയുന്നു. അപ്പൊ രണ്ടുപേരെ പറ്റി പറയാനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് each other ആണ്. reciprocal pronounൽ each other എന്ന pronoun ആണ് നമ്മൾ രണ്ടുപേരെ പറ്റി പറയാനായിട്ട് യൂസ് ചെയ്യുന്നത്. സോ each other എന്ന് പറയുമ്പോൾ രണ്ടുപേര്, രണ്ടിൽ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലേ നമ്മൾ one another യൂസ് ചെയ്യുള്ളൂ. ഇവിടെ എടുത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് two sisters. വെറുതെ the sisters എന്നായിരുന്നെങ്കിൽ അവിടെ ഈ one another കിടന്നാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമ്മളോട് വെറുതെ sisters എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അല്ലേ? യെസ്. അടുത്തത്, I was surprised when I was informed of me winning the contest. ഇത് നമുക്ക് ചോദിക്കാം എന്നൊരു കേസാണ്. ചോദിച്ചിട്ടുണ്ട്, റെഗുലർ ആയിട്ട് വരാറില്ലെങ്കിലും നമ്മളോട് അത്യാവശ്യം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ആണിത്. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ എന്തായിരിക്കും എറർ? I was surprised when I was informed of me winning the contest. ഒറ്റ നമുക്ക് പ്രത്യേകിച്ച് എറർ ഒന്നും ഇല്ലാതായിട്ട് തോന്നാം, പക്ഷെ ഇതിനകത്തൊരു എറർ ഉണ്ട്. എന്തായിരിക്കും എറർ? ഇവിടത്തെ എറർ എന്തായിരിക്കും? എറർ ഇത്രയേ ഉള്ളൂ. ഈ വിന്നിങ് എന്ന് പറയുന്നത് ഒരു ജെറണ്ട് ആണ്. ജെറണ്ട് എന്താണെന്ന് നമ്മൾ റൂള് പറഞ്ഞപ്പോ പഠിച്ചിട്ടുണ്ടായിരുന്നു. നൗണിന്റെ വെർബിന്റെ ING ഫോം ആണ്. പക്ഷെ അതൊരു സെന്റൻസിൽ ആക്ട് ചെയ്യുന്നത് വെർബ് ആയിട്ടായിരിക്കും. അല്ല, വെർബിന്റെ ING ഫോം ആണ്, പക്ഷെ ഒരു സെന്റൻസിൽ ആക്ട് ചെയ്യുന്നത് നൗൺ ആയിട്ടായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു വെർബ് ഒരു നൗൺ ആയിട്ട് ആക്ട് ചെയ്യുന്നു. വെർബിന്റെ ING ഫോം ചില സെന്റൻസുകളെ നൗൺ ആയിട്ട് ആക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ജെറണ്ട് യൂസ് ചെയ്യുവാണെങ്കിൽ, നമ്മൾ ഒരു സെന്റൻസിൽ ഒരു ജെറണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ കൂടെ വരുന്ന പ്രോനൗൺ എപ്പോഴും എന്തായിരിക്കും? ഏത് കേസിലായിരിക്കും? അതിന്റെ
അതിന്റെ കൂടെ വരുന്ന പ്രോനൗൺ എപ്പോഴും പോസസീവ് കേസ് ആയിരിക്കും. കേൾക്കുമ്പോൾ ഇത് ഒരു മാച്ച് ആയി പോകാത്ത പോലെയൊക്കെ തോന്നും. കാരണം നമ്മൾ അത്ര ജെറൻഡൊന്നും നമ്മുടെ നോർമൽ കമ്മ്യൂണിക്കേഷനിൽ അധികം യൂസ് ചെയ്യാറില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സുഖമില്ലാത്ത പോലെയൊക്കെ തോന്നും. പക്ഷെ ഇങ്ങനെ വേണം നമ്മൾ എക്സാം എഴുതാനായിട്ട്. നിങ്ങൾ ഒരു ജെറണ്ട് അല്ലെങ്കിൽ ഒരു വെർബിന് ing ഫോം കണ്ട് കൂടെ ഒരു പ്രോണൗൺ ഒക്കെ ഉണ്ടെങ്കിൽ നോക്കുക, ജെറണ്ട് ആണോ എന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ അവിടെ പൊസസീവ് കേസേ യൂസ് ചെയ്യാവുള്ളൂ. പലരും യൂഷ്വലി ചെയ്യുന്ന ഒരു തെറ്റായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷിന് ഏതെങ്കിലും ക്വസ്റ്റൻ അറിയില്ല, ആൻസർ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ എല്ലാ ഓപ്ഷനും വെച്ചൊന്ന് പറഞ്ഞു നോക്കും. ഇതിൽ ഏതാണ് കേൾക്കാൻ കുറച്ചുകൂടെ രസം അതങ്ങ് ആൻസർ ചെയ്യും. അത് ഇവിടെ ചെയ്യരുത്. കാരണം ഐ വാസ് സർപ്രൈസ് വെൻ ഐ വാസ് ഇൻഫോംഡ് ഓഫ് മൈ വിന്നിംഗ് ദ കോൺടെസ്റ്റ് എന്ന് പറയുമ്പോൾ മൈ വിന്നിംഗ് എന്ന് പറയുമ്പോൾ അത്ര വലിയ രസമൊന്നും ഇല്ല കേൾക്കാനായിട്ട്. പക്ഷെ ഇവിടെ ആ ട്രിക്ക് നിങ്ങൾ ഈ ഒരു കേസിൽ ഉപയോഗിക്കല്ലേ. ഉപയോഗിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോവും, ആ മാർക്ക് പോകും. അപ്പൊ ഓർക്കുക, ഐ വാസ് സർപ്രൈസ് വെൻ ഐ വാസ് ഇൻഫോംഡ് ഓഫ് മൈ വിന്നിംഗ് നമ്മൾ എടുക്കാൻ കാരണം വിന്നിംഗ് എന്ന് പറയുന്നത് ഇവിടെ ജെറണ്ട് ആണ്. അതുകൊണ്ട് മൈ എന്ന പൊസസീവ് കേസ് നമ്മൾ യൂസ് ചെയ്തു. അടുത്തത് ശിവ ഈസ്. അപ്പൊ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിരുന്നത് പ്രോനൗൺസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പറയാം, നമ്മൾ എല്ലാവരും റെഡിയാണ്. സോ അതുകൊണ്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ആക്കി പോകാം കേട്ടോ. ഇനി അടുത്ത്, ശിവ ഈസ് ക്ലെവറർ ദാൻ ഓണസ്റ്റ്. ശിവ ഈസ് ക്ലെവറർ ദാൻ ഓണസ്റ്റ്. ഇവിടെ എന്തെങ്കിലും എറർ ഉണ്ടോ? നമ്മൾ യൂഷ്വലി നമുക്ക് ഇങ്ങനെ ഈ സെന്റൻസ് ഇങ്ങനെയായിരുന്നെങ്കിൽ നോക്കിക്കേ, ശിവ ഈസ് ക്ലെവറർ ദാൻ റാം ഇരിക്കട്ടെ. ശിവ ഈസ് ക്ലെവറർ ദാൻ റാം. അവിടെ ശിവയും ഈ ഓണസ്റ്റിന് പകരം നമ്മൾ ഇട്ടിരിക്കുന്നത് റാം എന്നൊരാളാണ് അല്ലെ. അപ്പൊ ശിവ ഈസ് ക്ലെവറർ ദാൻ റാം എന്ന് പറഞ്ഞാൽ ആ സെന്റൻസിൽ ഒരു എററും ഇല്ല. പക്ഷെ ഇവിടെ ഒരു എറർ ഉണ്ട്. കാരണം എന്താണ്, ഇവിടെ 2 ആൾക്കാരെ അല്ല കമ്പയർ ചെയ്തിരിക്കുന്നത്. യൂഷ്വലി നമ്മൾ പറയാണ് ഷീ ഈസ് ബെറ്റർ ദാൻ ഹെർ സിസ്റ്റർ. ഷീയും സിസ്റ്ററും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. അല്ലെങ്കിൽ ജോ ഈസ് സ്മാർട്ടർ ദാൻ ശ്രീ. അങ്ങനെയാണെങ്കിൽ അവിടെയും ഒരു കമ്പാരിസൺ ആണ് വരുന്നത് അല്ലെ. 2 ആളുകൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ്. ഇവിടെ കമ്പാരിസൺ ആണെങ്കിൽ പോലും ഇവിടെ 2 ആളുകൾ തമ്മിലല്ല കമ്പയർ ചെയ്യുന്നത്, ഒരാളുടെ തന്നെ 2 ക്വാളിറ്റീസ് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അതായത് ശിവ എന്ന വ്യക്തിയുടെ ക്ലെവറും ഓണസ്റ്റും, ക്ലെവർ എന്ന ക്വാളിറ്റിയും ഓണസ്റ്റ് എന്ന ക്വാളിറ്റിയും തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ശിവയുടെ ക്ലെവർ ആൻഡ് ഓണസ്റ്റ് 2 ഡിഫറെന്റ് ക്വാളിറ്റീസ് ആണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരാളെ പറ്റി പറയുന്നുള്ളൂ. ഇങ്ങനെ ഒരു വ്യക്തിയുടെ തന്നെ 2 ഡിഫറെന്റ് ക്വാളിറ്റീസ് ആണ് നമ്മൾ കമ്പയർ ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരാളുടെ 2 ക്വാളിറ്റീസ് കമ്പയർ ചെയ്യുവാണെങ്കിൽ അവിടെ നമ്മൾ ഒരു മോർ ചേർക്കുക. അതായത് മോർ ക്ലെവറർ എന്ന് വരില്ല, ശിവ ഈസ് മോർ clever than honest. Shiva is more clever than honest എന്ന് വരും. ഓക്കെ, ശിവ ഈസ് മോർ ക്ലെവർ. അപ്പോഴും ശ്രദ്ധിക്കുക, എപ്പോഴും തെറ്റിപ്പോകുന്നതാണ്. മോർ ചേർക്കണം എല്ലാവരും ഓർക്കും. പക്ഷെ പലർക്കും പറ്റുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മോർ ക്ലെവറർ എന്നിടും. തെറ്റാണ്. മോർ ക്ലെവറർ അല്ല, മോർ ക്ലെവർ ദാൻ ഓണസ്റ്റ് എന്നേ കൊടുക്കും. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ. ഇൻ ദ ഫോൾ സീസൺ വാലീസ് ടെൻഡ് ടു ബി ഫോഗി ദാൻ ദ ഹിൽ ടോപ്സ്. എന്തെങ്കിലും എറർ ഉണ്ടോ ഇതിനകത്ത്? നമുക്ക് കിട്ടുന്ന എല്ലാ സെന്റൻസിലും എറർ ഉണ്ടാവണമെന്നില്ല കേട്ടോ. നമുക്ക് നോ എറർ സെന്റൻസും വരും. നിങ്ങൾക്ക് ഓപ്ഷനിൽ അവിടെ നോ എറർ എന്നും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, ഇൻ ദ ഫോൾ സീസൺ ദ വാലീസ് ടെൻഡ് ടു ബി ഫോഗി ദാൻ ദ ഹിൽ ടോപ്സ്. എന്തെങ്കിലും എറർ ഉണ്ടോ? ഒരു എറർ ഉണ്ട്. എന്താണ്? ഇൻ ദ ഫോൾ സീസൺ ദ വാലീസ് ടെൻഡ് ടു ബി ഫോഗി ദാൻ ദ ഹിൽ ടോപ്സ് അല്ല, ഫോഗിയർ ദാൻ ദ ഹിൽ ടോപ്സ്. ഫോഗി, ഫോഗിയർ, ഫോഗിയസ്റ്റ്. ഇവിടെ കമ്പാരിസൺ ഉണ്ട്. വാലീസും ഹിൽ ടോപ്പും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അവിടെ എങ്ങനെ വരും? വാലീസ് ടെൻഡ് ടു ബി ഫോഗിയർ ദാൻ ദ ഹിൽ ടോപ്സ് എന്നാണ് വരേണ്ടത്. ഇറ്റ്സ് ഫോഗിയർ. ഓക്കെ, സോ അവിടെ എറർ ഉണ്ട്. ഇപ്പൊ മോർ ഫോഗി എന്നാണ് ഓപ്ഷൻ എങ്കിൽ തെറ്റാണ്. ഫോഗി, ഫോഗിയർ, ഫോഗിയസ്റ്റ്. ഓക്കെ അല്ലേ? ഇത്രയും ക്വസ്റ്റ്യൻസ് ഓക്കെ ആണല്ലോ. നമ്മൾ അഡ്ജക്റ്റീവ്സിലേക്ക് കടന്നിരിക്കുകയാണ്. യെസ്, നമുക്ക് നോക്കാം. Okay. Okay. ഇനി അടുത്തത്, my cold is definitely worse this morning. My cold is definitely worst this morning.
ഇവിടെ എന്തെങ്കിലും എറർ ഉണ്ടോ? ആക്ച്വലി ഇവിടെ ഒരു എറർ ഉണ്ട്. എന്താണ്? മൈ കോൾഡ് ഈസ് ഡെഫിനറ്റ്ലി വേഴ്സ് ദിസ് മോർണിംഗ്. എന്റെ കോൾഡ് കുറച്ചുകൂടി വേഴ്സ് ആണെന്നാണ് പറയുന്നത്. വേഴ്സ്റ്റ്, അതായത് ബാഡ് വേഴ്സ് വേഴ്സ്റ്റ്, ബാഡ് വേഴ്സ് വേഴ്സ്റ്റ്. ഇവിടെ എന്റെ കോൾഡ് കുറച്ചുകൂടി ബാഡ് ആയി അല്ലെങ്കിൽ കുറച്ചുകൂടി വേഴ്സ് ആയി എന്ന് പറയും, വേഴ്സ്റ്റ് എന്നല്ല പറയാം. കാരണം എന്താണ്? ഇപ്പൊ ഉള്ളതിനേക്കാൾ അല്ലെങ്കിൽ ഓൾറെഡി ഉള്ളതിനേക്കാൾ ഇന്ന് രാവിലെ ഇപ്പൊ കുറച്ചുകൂടി വേഴ്സ് ആയി. അപ്പൊ വേഴ്സ്റ്റ് അല്ല, വേഴ്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും, ഇനി അതിന്റെ മുകളിൽ വേറൊന്നും പറയാനില്ല. ഇവിടെ പക്ഷെ അങ്ങനെയല്ല, ഓൾറെഡി ഉള്ള കോൾഡിനേക്കാൾ കുറച്ചുകൂടി മോശമായി. അപ്പൊ കമ്പാരിസൺ നേരത്തെ ഉണ്ടായിരുന്ന കോൾഡും ഇപ്പൊ ഇന്ന് രാവിലെ ഉള്ള കോൾഡും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് അവിടെ കാണിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഉപയോഗിക്കുമ്പോ മൈ കോൾഡ് ഈസ് ഡെഫിനറ്റ്ലി വേഴ്സ്റ്റ് അല്ല, വേഴ്സ് ദിസ് മോർണിംഗ് എന്ന് വേണം പറയാൻ. മൈ കോൾഡ് ഈസ് ഡെഫിനറ്റ്ലി വേഴ്സ് ദിസ് മോർണിംഗ്. ഓക്കെ, ഞാനൊന്ന് ചെക്ക് ചെയ്തോട്ടെ. ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പം സ്റ്റക്ക് ആയിട്ടൊക്കെ ഇരിക്കാറുണ്ട്, ഒന്ന് നോക്കട്ടെ. സ്റ്റക്ക് അല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. അവിടെ കമ്പാരിസൺ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എററൊന്നും തോന്നത്തില്ല, പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്ന് വെച്ചാൽ അവിടെ കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. അതായത് ഓൾറെഡി നമ്മൾ അപ്പൊ നമുക്ക് നോക്കുമ്പോൾ പ്രത്യേകിച്ച് കമ്പാരിസൺ ഒന്നും കണ്ടില്ലെങ്കിലും പലരും മൈ കോൾഡ് ഈസ് ഡെഫിനറ്റ്ലി ബാഡ് ദിസ് മോർണിംഗ്, പ്രത്യേകിച്ച് കമ്പാരിസൺ ഒന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ബാഡ് എഴുതാൻ നോക്കും. തെറ്റാണ്. ബാഡ് ദിസ് മോർണിംഗ് എന്ന് പറയില്ല. മൈ കോൾഡ് ഈസ് ഡെഫിനറ്റ്ലി വേഴ്സ്. കാരണം എന്താണ്? ഓൾറെഡി ഉണ്ടായിരുന്നു, എനിക്ക് ഓൾറെഡി കോൾഡ് ഉണ്ടായിരുന്നു, ആ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി വേഴ്സ് ആയി. ഇപ്പൊ കമ്പാരിസൺ ഓൾറെഡി ഉള്ള ജലദോഷം അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള കോൾഡും ഇപ്പോഴുള്ള കോൾഡും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് അവിടെ കാണുന്നത്. സോ അതുകൊണ്ട് എന്ത് ചേർക്കാം? വേഴ്സ് എന്നത് ഇട്ടാൽ മതി. ഓക്കെ അല്ലേ? യെസ്, സോ വേഴ്സ്. ഇനി അടുത്ത്, ഇറ്റ് ഈസ് ദ മോസ്റ്റ് യുണീക് ബുക്ക്. എന്തെങ്കിലും എറർ ഉണ്ടോ ഇവിടെ? ഇറ്റ് ഈസ് ദ മോസ്റ്റ് യുണീക് ബുക്ക്. എനി എറർ? ഒരു എറർ ഉണ്ട്. കാരണം നമ്മൾ യുണീക്ക് എന്ന് പറയുന്ന ഈ ചില അഡ്ജക്റ്റീവ്സ് ഉണ്ട്, അവിടെ നമുക്കൊരു കമ്പാരിസൺ, ഒരു രീതിയിലുള്ള ഒരു കമ്പാരിസൺ നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അതായത് ആ വേർഡ് ഇറ്റ് സെൽഫ് കംപ്ലീറ്റ് ആണ്. അവിടെ നമുക്ക് പല രീതിയിലുള്ള കമ്പാരിസൺസ് ഒന്നും അവിടെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. ആ വേർഡ് ഇറ്റ് സെൽഫ് കംപ്ലീറ്റ് ആണ്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഫുൾ, ഞാൻ പറയാണ് 100 out of 100 എന്ന് പറഞ്ഞാൽ ഫുൾ മാർക്സ് ആണ് അല്ലെ. നേരെ മറിച്ച് 98.9 ഉണ്ട്, നമുക്ക് ഫുൾ മാർക്സ് എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ 99.9 ഉണ്ട്, നമുക്ക് ഫുൾ മാർക്സ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എത്ര മാർക്സ് ഉണ്ടെങ്കിലും 100 out of 100 മാത്രമേ ഫുൾ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ ചില വേർഡ്സ് കംപ്ലീറ്റ്, സ്ക്വയർ, ഫുൾ, ചീഫ്, യുണീക്ക് ഇങ്ങനത്തെ വേർഡ്സ് നമുക്ക് മോർ അല്ലെങ്കിൽ ലെസ് എന്ന് പറയാൻ പറ്റില്ല. ആ വേർഡ് ഇറ്റ് സെൽഫ് കംപ്ലീറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്ത് ചേർക്കണം? ആ വേർഡ് ഇറ്റ് സെൽഫ് കംപ്ലീറ്റ് ആയതുകൊണ്ട് മോസ്റ്റ് വേണ്ട, ഇറ്റ് ഈസ് ദ യുണീക് ബുക്ക് എന്ന് പറഞ്ഞാൽ മതി. ഇറ്റ് ഈസ് ദ യുണീക് ബുക്ക്. ഓക്കെ, ആൻഡ് ഈ സെഷനിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിഞ്ഞിട്ട് നോക്കുക, ആൻസർ ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ നോക്കുക. ആൻസർ കീ വെച്ച് ചെക്ക് ചെയ്യുക, അതൊക്കെ ഓക്കെ. പക്ഷെ വീഡിയോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കാണാം. ഓക്കെ, കാരണം എങ്കിൽ മാത്രമേ എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, കാരണം ഓരോന്നിനും ഓരോ റൂൾ ഉണ്ട്. നമ്മൾ വെറുതെ ഒരു എന്താ പറയുക, നമുക്ക് വെറുതെ ഇതെങ്ങനെയാണ് എന്ന് നമ്മൾ പറഞ്ഞു പോവല്ല, കറക്റ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു എറർ വന്നത് എന്ന് നമ്മൾ റൂൾ സഹിതം പറയുവാണ്. അപ്പൊ ക്ലാസ് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ മിസ് ചെയ്യരുത്, മസ്റ്റ് ആയിട്ട് കാണുക കേട്ടോ. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദിസ് ട്രീ ഈസ് എൽഡർ ദാൻ ദാറ്റ്. ദിസ് ട്രീ ഈസ് എൽഡർ ദാൻ ദാറ്റ്. ഇവിടെ എന്തെങ്കിലും എറർ ഉണ്ടോ? ഉണ്ട്. എൽഡർ, ഓൾഡർ. എൽഡർ എന്ന് പറഞ്ഞാൽ നമ്മള് സ്വന്തം ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ സ്വന്തം സിബ്ലിങ്സിനെ പറ്റി, ബ്ലഡ് റിലേഷൻ ഉണ്ടെങ്കിൽ, സെയിം ഫാമിലി ആണെങ്കിൽ മാത്രം യൂസ് ചെയ്യുന്നതാണ് എൽഡർ എന്ന് പറയുന്നത്, എൽഡറും എൽഡസ്റ്റും. ബാക്കി ഇപ്പൊ നമുക്കൊരു ആനിമൽ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ആനിമൽ അല്ല ഒരാളുകളെ പറ്റി പറയണമെങ്കിൽ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ പറ്റി പറയണമെങ്കിൽ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓൾഡറും ഓൾഡസ്റ്റുമാണ്. സോ എൽഡർ ആൻഡ് എൽഡസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരൊറ്റ കേസേ ഉള്ളൂ. സെയിം ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ മാത്രമേ നമ്മൾ എൽഡർ യൂസ് ചെയ്യുള്ളൂ. ആൻഡ് എൽഡസ്റ്റ് ഇത് രണ്ടും ഒരേ ഫാമിലി മെമ്പേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് നമ്മുടെ സ്വന്തം സിബ്ലിങ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ബ്ലഡ് റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ യൂസ് ചെയ്യുള്ളൂ. സോ ദിസ് ട്രീ ഈസ് ഓൾഡർ ദാൻ ദാറ്റ് എന്നേ വരുള്ളൂ. അപ്പൊ നമ്മുടെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും എറർ ഉണ്ടോ ആർക്കെങ്കിലും?
ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മളെല്ലാം റൂൾ വെച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമുക്ക് ഗ്രൂപ്പിലാണെങ്കിലും ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ അടുത്ത സെഷൻ വെക്കുമ്പോൾ അതിന്റെ കൂടെ ആണെങ്കിലും ആ ക്വസ്റ്റ്യൻ എടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ സെഷൻ. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ബൈ. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മൾ ഓൾറെഡി കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഡിസ്കഷൻ ആണ് ഇപ്പൊ നമ്മൾ നോക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്, ആൻസർ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു പോകാം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. ബേസിക് ആയിട്ട് നമ്മൾ നൗണിന്റെയും പ്രൊനൗൺസിന്റെയൊക്കെ സെഷൻ അറ്റൻഡ് ചെയ്തവർക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്ന ടൈപ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ എടുത്തത്. അതായത് അഡ്വാൻസ് ലെവൽ ഒന്നും അല്ല, യൂഷ്വലി നമുക്ക് PSC വരുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഷീ ഈസ് എ honest woman who always speaks truth. ഇതിൽ ഏത് പാർട്ടിലാണ് എറർ? ഏത് പാർട്ടാണ്? നമുക്കറിയാം എ ഓണസ്റ്റ് എന്നല്ല, ആൻ ഓണസ്റ്റ് എന്നാണ്. ഷീ ഈസ് ആൻ ഓണസ്റ്റ് വുമൻ അല്ലേ? ഇനി the childs were playing in the park with their toys. എന്താണ്? ചൈൽഡ്സ് എന്ന് വരുമോ? ഇല്ല. ചൈൽഡ് പ്ലൂറൽ ആണെങ്കിൽ ചിൽഡ്രൻ എന്ന് നമ്മൾ പറയണം. സോ the children were playing in the park with their toys. അടുത്തത്, this is the most unique opportunity I have ever received. ഇവിടെ എന്താണ്? യുണീക്ക് എന്ന വേർഡ് ഉണ്ടല്ലോ, ആ വേർഡ് ഇറ്റ് സെൽഫ് പെർഫെക്റ്റ് ആണ്. നമുക്ക് എക്സ്ട്രാ വേറെ വേർഡ്സ് കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ വേർഡ് ഇറ്റ് സെൽഫ് അത് പെർഫെക്റ്റ് ആണ്. അതായത് ആ വേർഡ് ഇറ്റ് സെൽഫ് അത് കംപ്ലീറ്റ് ആണ്. യുണീക്ക് എന്ന് പറയുന്നത് ഒരു കാര്യത്തിന് അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്, എന്തെങ്കിലും സവിശേഷതയൊക്കെ ഉണ്ട്, അതിനാണ് നമ്മൾ യുണീക്ക് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് മോർ യുണീക്ക് അല്ലെങ്കിൽ ലെസ് യുണീക്ക് എന്ന് പറയാൻ പറ്റില്ല. യുണീക്ക് എന്ന് പറഞ്ഞാൽ ആ വേർഡ് ഇറ്റ് സെൽഫ് കംപ്ലീറ്റ് ആണ്, നമുക്ക് അവിടെ കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോ ദിസ് ഈസ് ദ യുണീക്ക് ഓപ്പർച്യൂണിറ്റി ഐ ഹാവ് എവർ റിസീവ്ഡ്. ദിസ് ഈസ് യുണീക്ക് ഓപ്പർച്യൂണിറ്റി എന്ന് മതി, ദ മോസ്റ്റ് എന്ന് വേണ്ട. ദ മോസ്റ്റ് ചേർക്കാൻ കാരണം മോസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രി ആയതുകൊണ്ട് നമ്മൾ ആർട്ടിക്കിൾ ദ ചേർത്താണ്, മോസ്റ്റിന്റെ ആവശ്യമില്ല. സോ ദിസ് ഈസ് യുണീക്ക് ഓപ്പർച്യൂണിറ്റി ഐ ഹാവ് എവർ റിസീവ്ഡ് എന്നാണെങ്കിലും കറക്റ്റ് ആണ്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ, ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് മസ്റ്റ് സബ്മിറ്റ് ദെയർ അസൈൻമെന്റ് ബൈ ടുമോറോ. ഇവിടെ എന്ത് വരും? ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് മസ്റ്റ് സബ്മിറ്റ് ദെയർ അസൈൻമെന്റ് ബൈ ടുമോറോ. ഇവിടെ ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് നമ്മൾ റൂള് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈച്ച്, എവ്രി, ഐദർ, നൈദർ, ഇതൊക്കെ എന്താണ്? ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണ്. ഈ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിന്റെ കൂടെ ഈ ഒരു ഓഫും കൂടെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു സെന്റൻസിലെ സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കും, വേർബ് സിംഗുലർ ആയിരിക്കും. വേർബ് സിംഗുലർ ആയിരിക്കും, സബ്ജക്റ്റ് പ്ലൂറൽ, വേർബ് സിംഗുലർ ആൻഡ് പ്രോനൗൺ സിംഗുലർ തന്നെയായിരിക്കും. ഇവിടെ ഈച്ചിന്റെ കൂടെ ഓഫ് വന്നിട്ടുണ്ട്. ഇവിടെ സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. ഇവിടെ ആരാണ് പ്രശ്നക്കാരൻ? പ്രോനൗൺ ആണ്. ദെയർ അല്ല, ഒന്നെങ്കിൽ ഹിസ് അല്ലെങ്കിൽ ഹെർ. ഓക്കെ, ഹിസ് ഓർ ഹെർ എന്ന് ആഡ് ചെയ്യാം. ഹിസ് ഓർ ഹെർ. ഓപ്ഷനിൽ ഏതാണോ ഉള്ളത് അത് കൊടുക്കാം. ഓക്കെ, then a old man was sitting on a bench and reading a book. എന്താണ് ഇവിടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ? എന്താണ് എ ഓൾഡ് മാൻ എന്ന് വരുമോ? ആൻ ഓൾഡ് മാൻ എന്നാണ് അല്ലേ? ഇവിടെ രണ്ട് എറർ ഉണ്ട്. ഒന്ന് ആൻ ഓൾഡ് മാൻ ഓൺ. വെൽക്കം ബാക്ക് കൂട്ടുകാരെ, എല്ലാവർക്കും അക്കാഡമിക്സ് PSCയുടെ ഡിസ്കഷനിലേക്ക് സ്വാഗതം. സോ ഹിയർ നമുക്കൊരു 20 ക്വസ്റ്റ്യൻസ് ഓഫ് മാത്സ് ആൻഡ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ ആണ് നമുക്കുള്ളത് കേട്ടോ. സോ ബിഫോർ നമുക്ക് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. 20 ക്വസ്റ്റ്യനും ഒരു പരിധി വരെ ആവറേജ് അല്ലെങ്കിൽ എബോ ആവറേജ് ഒരു ടഫ്നെസ്സിൻ്റെ സ്കെയിൽ വെച്ച് നോക്കുവാണെങ്കിൽ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒരു ആവറേജ് ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. ഒന്നും തന്നെ ഈസി ക്വസ്റ്റ്യൻസ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അത് ഡെലിബറേറ്റ്ലി തന്നെയായിരുന്നു. കാരണം PSCക്ക് ചോദിക്കുന്ന PSCയുടെ നമുക്കറിയാം 20 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇനി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്. സോ ഈ 20 ക്വസ്റ്റ്യൻസ് വലിയൊരു റോള് വഹിക്കും നമ്മുടെ പേര് ലിസ്റ്റിലുണ്ടോ ഇല്ലയോ എന്ന് കാണിക്കാൻ വേണ്ടി. സോ ബേസിക്കലി ഈ പ്രിപ്പറേഷൻ ഓഫ് ദിസ് മാത്സ് ആൻഡ് റീസണിങ് നമ്മൾ കൃത്യമായിട്ട് നടത്തുകയാണെങ്കിൽ 20 മാർക്സ് കൂടെ ഇങ്ങ് പോരും.
സോ നമുക്കറിയാം ആ ഒരു ചേഞ്ചിന് വേണ്ടി ഒബ്വിയസ്ലി നമുക്ക് പഴയ പോലെ ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല ഒരു പക്ഷേ PSC ചോദിക്കുന്നത്. കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കാം. ഒരു മിനിമം ഒരു 30% ക്വസ്റ്റ്യൻസ് എങ്കിലും വളരെ ടഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സോ നമ്മുടെ പ്രിപ്പറേഷനും ആ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കണം. ഓക്കെ, സോ ഫൈൻ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്കറിയാം കഴിഞ്ഞ ഒരു മാസത്തെ നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ ഒരു ആകെ തുകയാണ് ഇന്നത്തെ ഈ എക്സാം അല്ലെങ്കിൽ ഈ എക്സാമിൻ്റെ നിങ്ങളുടെ പെർഫോമൻസ്. പക്ഷേ ഞാൻ നേരത്തെ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ തെറ്റി എന്ന് കരുതി നിരുത്സാഹപ്പെടരുത്. ബിക്കോസ് നമുക്കറിയാം ഇനിയും എത്രയോ പടിയും കിടക്കുന്നുണ്ട് അല്ലേ. സോ ഈ 20 ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈ 20 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ 20 ക്വസ്റ്റ്യൻസും കറക്റ്റ് ആക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അങ്ങനെ അല്ല എങ്കിൽ ശ്രദ്ധിക്കുക, എവിടെയാണ് തെറ്റിപ്പോയത് എന്ന് മനസ്സിലാക്കുക. അത് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കുക. ഫൈൻ. സോ ഇന്നത്തെ ഡിസ്കഷന് ശേഷം ഒന്നുകൂടെ സ്വയം ട്രൈ ചെയ്ത് നോക്കുക. ഫൈൻ. സോ നമുക്ക് എന്ത് ചെയ്യാം, വിത്തൗട്ട് വേസ്റ്റിംഗ് മെസ്സേജ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് എന്താണ്, ഒരു ബോർഡ് മാസ് ക്വസ്റ്റ്യൻ ആണല്ലേ, ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ആണ്. പക്ഷെ അതിനൊരു അറേഞ്ച്മെന്റ് ഉണ്ടല്ലേ, അതിനൊരു ഒരു രീതി ഉണ്ടല്ലേ. ഫസ്റ്റ് ബ്രാക്കറ്റിലുള്ളത് ചെയ്യണം, പിന്നെ ഓർഡർ, പിന്നെ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. സോ ഇതിൽ കൺഫ്യൂഷൻ ഉള്ളവർ ശ്രദ്ധിക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഓരോരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഫുള്ളി വർക്കൗട്ട് ചെയ്യാം. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, ബ്രാക്കറ്റിലുള്ളതിൻ്റെ കാൽക്കുലേഷൻസ് പൂർത്തിയാക്കണം അല്ലേ. സോ 18 + 6 ഡിവൈഡഡ് ബൈ 3 into 2 minus 4 + 2. 4 + 2 എത്രയാണ്, 6 ആണ്. സോ 6 the whole square. ബാക്കി ചെയ്യാം 18 + 6, പിന്നെ ബ്രാക്കറ്റ് കഴിഞ്ഞു, ഇനി ഓർഡർ ആണല്ലേ. 3 into 2 minus 6 square എന്ന് പറയുമ്പോൾ തന്നെ 36. ഫൈൻ. ദെൻ ഇനി എന്താ, ഇനി ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യണം അല്ലേ. 18 + 6 ഡിവൈഡ് ബൈ 3 2 ആണ്. 2 into 2 4. ഓക്കെ, നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ദെൻ ഇനി മൾട്ടിപ്ലിക്കേഷൻ ആണ് നമുക്ക് ചെയ്യേണ്ടത്. 18 + 4 - 36. 18 + 4 എത്രയാ, 22 - 36. 22 - 36 is -14. സോ ആൻസർ എത്രയാണ്, ആൻസർ D -14 ആണ് അല്ലേ. ബേസിക് വളരെ സിമ്പിളാണ്. ഒരു 3 സ്റ്റെപ്പ് 4 സ്റ്റെപ്പിൻ്റെ കാര്യമേ ഉണ്ടാകുന്നുള്ളൂ. ഈ ഒരു മോഡലിൽ തന്നെ അല്ലെങ്കിൽ ഇത്രയും ഈ ഒരു ടഫ്നെസ് തന്നെയാണ് എപ്പോഴും PSC കീപ്പ് ചെയ്യുന്നത് കേട്ടോ. ഈ ഒരു ടഫ്നെസ്സേ PSC കീപ്പ് ചെയ്യാറുള്ളൂ. ഇതിന് ടഫാകാൻ ഈ ക്വസ്റ്റ്യൻസ് പറ്റത്തുമില്ല, അതാണ് മറ്റൊരു സത്യം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ ഫൈൻ. ഇവിടെ ചെറിയൊരു 50 - 20 ഡിവൈഡഡ് ബൈ 5 + 3³ - 4 into. സെയിം സിമിലർ സ്റ്റെപ്സ് തന്നെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യം ബ്രാക്കറ്റ് കംപ്ലീറ്റ് ചെയ്യും, പിന്നീട് ഓർഡർ കേട്ടോ. സോ നമുക്ക് സ്റ്റെപ്പ് ചെയ്യാം. 50 - 20 30. സോ 30 ഡിവൈഡഡ് ബൈ 5 + 3³ എത്രയാ, 3³ 27. 3³ അല്ലേ. 3³ is equal to 3 into 3 into 3. 3 3s are 9, 9 3s are 27. -4 into 2. ഓക്കെ, ദെൻ ഇനി എന്താ, ഇനി ബ്രാക്കറ്റും ഇല്ല ഓർഡറും ഇല്ല അല്ലേ. നമ്മൾ ബ്രാക്കറ്റും ഓർഡറും ഒറ്റ സ്റ്റെപ്പ് തന്നെ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അതങ്ങനെ ചെയ്യരുത്, ഞാൻ എൻ്റെ ധൃതിക്ക് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ആ ഒരു ഫ്ലോയ്ക്ക് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഐ എം സോറി. ആക്ച്വലി വയ സ്റ്റെപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോരോ സ്റ്റെപ്പ് വെച്ചിട്ട് വേണം അത് കംപ്ലീറ്റ് ചെയ്യാൻ. പോട്ടെ എന്നാലും നമുക്ക് ആൻസറിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല. ഇനി നമുക്ക് ഡിവിഷനാണ് ചെയ്യേണ്ടത് അല്ലേ. 30 ഡിവൈഡ് ബൈ 5 which 6. So 6 + 27 - 4 into 2. Then 6 + 27 - 4 into 2 എത്രയാണ്, -8 ആണ്. -8. Then ഇനി 33 - 8. 33 - 8 എത്രയാണ്, 25 ആണല്ലേ. 25 ആണ്. 33 - 8 is 25. ആൻസർ A. വളരെ സിമ്പിൾ ക്വസ്റ്റൻ അല്ലായിരുന്നോ, വളരെ സിമിലർ ക്വസ്റ്റൻ ആണ്. സോ ഒരു പക്ഷേ ഈ ഒരു കൃത്യമായിട്ട് ഈ ഒരു മാസം നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, പഠിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ബോർഡ് മാസിൻ്റെ മാസ്റ്റേഴ്സ് ആകേണ്ട സമയം കഴിഞ്ഞു അല്ലേ. സിമിലർ ക്വസ്റ്റൻ, വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. നമുക്ക് ഇതും ട്രൈ ഔട്ട് ചെയ്യാം. 8 + 4 അല്ലേ, ഇവിടെ തന്നെ തുടങ്ങാം. 8 + 4 12 ആണ്. സോ ബ്രാക്കറ്റ് നമുക്ക് മാറ്റാം. ഇനി 12 ഇൻറ്റു വീണ്ടും ഒരു ബ്രാക്കറ്റാണ്. ഞാൻ ആ സ്റ്റെപ്പ് കൂടെ ഈ ഒരു സ്റ്റെപ്പിൻ്റെ കൂടെ തന്നെ അങ്ങ് ചേർക്കുക കേട്ടോ. 10 - 6 4 ആണ്. ഡിവൈഡഡ് ബൈ 2 + 52 - 7. ഓക്കെ, ദെൻ 4 ഡിവൈഡ് ബൈ 2 ഇതാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. 12 ഇൻറ്റു 4 ഡിവൈഡ് ബൈ 2 2 തന്നെയാണ്. പ്ലസ് 52 - 7. 12 2s are 24. 24 plus 52 minus 7. Okay, then 24. Okay, 24 plus 52 എന്ന് പറയുമ്പോഴത്തേന് 670. 6 minus 7. ഇവിടെ നമുക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടോ?
ക്വസ്റ്റിനകത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടാണ്. ഇത് 52 അല്ലായിരുന്നു, പകരം 5 സ്ക്വയർ ആയിരുന്നു കേട്ടോ. ഐ എം സോറി 52 അല്ല, ഇവിടെ 5 സ്ക്വയർ ആണ് കേട്ടോ. ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. ഐ എം സോറി ഫോർ ദ കൺഫ്യൂഷൻ. ചെറിയൊരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയതാണ്. ഞാൻ ആ ക്വസ്റ്റ്യൻ നോക്കി എഴുതിയ സമയത്ത് കേട്ടോ. സോ പ്ലീസ് ഞാൻ ഒന്നുകൂടെ ക്ഷമ ചോദിക്കുകയാണ് ഫോർ ദ കൺഫ്യൂഷൻ. നമുക്ക് ബാക്കി ഒന്നുകൂടെ ചെയ്യാം. 8 + 4 12 ആണ്. 12 × 4 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 5 സ്ക്വയർ എത്രയാണ് 25. അത് അതുപോലെ അങ്ങ് എഴുതുകയെന്ന് വെച്ചു. -7 ദെൻ ബാക്കി നമുക്ക് ചെയ്യാം. 12 × 4 ഡിവൈഡ് ബൈ 2 ആണ്, പ്ലസ് 25 -7 ദെൻ 24 പ്ലസ് 25 -7 എത്രയാണത്? 49 -7 which is 42. ഓക്കെ, സിമ്പിൾ. ഓക്കെ, ആ ഒരു കൺഫ്യൂഷൻ ഇല്ലായിരുന്നെങ്കിൽ അല്ലേ ഒറ്റ മിനിറ്റിനുള്ളിൽ നമുക്ക് ആൻസർ കിട്ടിയേനെ. സോ ആൻസർ B 42. ഫൈൻ. ദെൻ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത് ബേസിക്കലി ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. കാരണം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പീസ് തരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കാൽക്കുലേഷൻസ്, അതായത് കാൽക്കുലേഷൻ ചെയ്യുന്ന നമ്പേഴ്സ് കൂടുന്തോറും അത് മിസ്റ്റേക്ക് വരാനുള്ള ചാൻസസ്, പ്രോബബിലിറ്റി ഓഫ് മിസ്റ്റേക്ക് അതും കൂടും. അപ്പോൾ അതിനുവേണ്ടിയാണ് അവർ കളിക്കുന്നത്. സംഗതി വളരെ സിമ്പിൾ ആയിരിക്കും, പക്ഷേ സ്റ്റിൽ ആ മിസ്റ്റേക്സിൽ നമ്മൾ വീണ് പോകരുത് കേട്ടോ. 9 - 3 അല്ലേ, എത്രയാണ്? 6 ഡിവൈഡഡ് ബൈ 3 പ്ലസ് 21 × 19. നമുക്കറിയാം, 21 × 19 നിങ്ങൾക്ക് ചെയ്യേണ്ട രീതി ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. 21 10s are 210 അല്ലേ. അപ്പോൾ 21 × 20 എത്രയായിരിക്കും? 210 പ്ലസ് 210 which is 420. 420 നമുക്കൊരു 21 കുറച്ചാൽ പോരെ? എത്രയായി? 399 അല്ലേ. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. സംശയം ഉണ്ടെങ്കിൽ 21 × 19 ചെയ്ത് നോക്കാം. 1 9s are 9, 2 18, 0 1 2 9 9 3 അല്ലേ. വലിയ ക്വസ്റ്റ്യൻസ് ഇത് ബേസിക്കലി നമ്മുടെ മിസ്റ്റേക്സ് വരുത്താൻ വേണ്ടി ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇത് മനസ്സിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ മനസ്സിലങ്ങ് ചെയ്യാം. പക്ഷേ മനസ്സിൽ ചെയ്യുക എന്നുള്ളത് പ്രാക്ടീസിലൂടെ വരുന്ന സംഗതിയാണ്. സോ അത് ടൈം ലാഭിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ബിക്കോസ് നമുക്കറിയാം 20 ക്വസ്റ്റ്യൻസ് പറയുമ്പോഴത്തേന് 20 മിനിറ്റിനുള്ളിൽ ആ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ഡെവലപ്പ് എ സോർട്ട് ഓഫ് സ്പീഡ്. സോ ആ സ്പീഡിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. വിട്ടേരെ. സോ 21 × 19 which is 399 minus 144 12 അല്ലേ. 12 times 12 അല്ലേ. 12 × 12 ആണ് 144. സോ അത് 12 × 7. അപ്പോൾ ബാക്കി ചെയ്യാം. 3 ഡിവൈഡ് ബൈ അത് എത്രയാണ്? 6 ഡിവൈഡ് ബൈ 3 എത്രയാണ്? 222 പ്ലസ് 399 മൈനസ് 12 × 7. ഓക്കെ അല്ലേ. 12 7s are എത്രയാണ്? 12 5 60 ആണ്. 60 24 84 അല്ലേ. സോ 84. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്താൽ പോരെ. നമുക്ക് 400 പ്ലസ് 200 600 പ്ലസ് 20 620 പ്ലസ് 641 അല്ലേ. അല്ലെങ്കിൽ വേണ്ട, പ്ലസ് കിടക്കണ്ട അല്ലേ. നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 1 2 621. അതെ, നമ്മൾ നേരത്തെ സംസാരിച്ച അതെ 621 തന്നെ. 621 മൈനസ് 84. ഇപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടായത് ബേസിക്കലി എന്തുകൊണ്ടായിരിക്കും? പ്രാക്ടീസിന് കുറവുണ്ടായിരിക്കും. സോ അതാണ്, കണ്ടിന്യൂസ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ കോൺഫിഡൻസ് കിട്ടത്തുള്ളൂ കേട്ടോ. 621 മൈനസ് 84. 621 മൈനസ് 84 എത്രയാണ്? 621 minus 84 which is 537 which is D അല്ലേ. 537. സി വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ പോലും മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ വളരെയാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിസ്റ്റേക്ക് വരാതെ ഫോക്കസ് ചെയ്ത് ചെയ്യുക. കാരണം നിങ്ങൾ ഓർത്ത് നോക്കിയേ, നിങ്ങളൊരു പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്ന ഒരു പക്ഷേ അവസാനമായിരിക്കാം. അപ്പോൾ ഏതാണ്ട് ഒരു 2 മണിക്കൂറോളം നിങ്ങൾ ആ ഹോളിൽ ചിലവഴിച്ചിട്ടുണ്ടായിരിക്കാം. ഹോളിൽ ചിലപ്പോൾ കറണ്ട് കാണുന്നില്ല അല്ലേ, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ട്രബിൾസ് ഉണ്ടായിരിക്കും. സോ ആ ട്രബിൾസിൻ്റെ എല്ലാം ഇടയിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കണമെങ്കിൽ യു ഹാവ് ടു ഹാവ് ദി ഫോക്കസ് അല്ലേ. ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഫോക്കസ് ഉണ്ടായിരിക്കണം. സോ അതിന് പ്രാക്ടീസ് ചെയ്യുക. ചുറ്റും എന്ത് നടന്നാലും, ബോംബ് വീണാൽ പോലും മാത്സ് ചെയ്യുമ്പോൾ ഫോക്കസ് ക്വസ്റ്റ്യന് മാത്രമായിരിക്കണം. അത് വീട്ടിൽ നിന്ന് ചെയ്യുവാണെങ്കിൽ ശരി, എക്സാമിന് ചെയ്യുകയാണെങ്കിൽ ശരി, അതൊക്കെ പ്രാക്ടീസിലൂടെ മാത്രം വരുന്നതാണ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു give enough time for practice. Fine. Then a baker baked a large cake and cut into 24 equal slices. So total slices 24 ആണ്. A family bought 1/4 of the cake
and a group of friends bought 1/3 of the cake. How many slices of the cakes are left? വളരെ സിമ്പിൾ അല്ലേ? ടോട്ടൽ എത്രയാ? ടോട്ടൽ 24 ആണ്. ആദ്യം 1/4 കേക്ക് ആര് മേടിച്ചു? ഫ്രണ്ട്സ് മേടിച്ചു, അല്ല ഫാമിലി മേടിച്ചു അല്ലേ? സോ മൊത്തം എത്ര കേക്ക് ഫാമിലി കൊണ്ടുപോയി? 1/4 into 24 which is 6 പീസ് ആര് കൊണ്ടുപോയി? ഫാമിലി കൊണ്ടുപോയി. 6 പീസ് പോയതിന് ശേഷം ഇപ്പോൾ എത്ര കേക്ക് ഉണ്ട്? ഫസ്റ്റ് സ്റ്റേറ്റ് കഴിയുമ്പോഴത്തേന് 18 ലെഫ്റ്റ് ഉണ്ടല്ലേ? ഓക്കെ, അവിടെ നിൽക്കട്ടെ. ദെൻ 1/3 ഓഫ് കേക്ക് വീണ്ടും ആര് മേടിച്ചു? ഫ്രണ്ട്സ് മേടിച്ചു. സോ 1/3 into 24 അതെത്രയാണ്? 8 ആണ്. സോ ടോട്ടൽ എത്ര സ്ലൈസ് വിറ്റു? ടോട്ടൽ എത്ര സ്ലൈസ് വിറ്റു? 8 + 6 അല്ലേ? 6 + 8 which is 14 സ്ലൈസസ് ഇപ്പോൾ വിറ്റ് കഴിഞ്ഞു. ടോട്ടൽ എത്ര സ്ലൈസ് ഉണ്ടായിരുന്നു? 24 സ്ലൈസ് ഉണ്ടായിരുന്നു. സോ 24 - 14 10. ആൻസർ D 10. വളരെ സിമ്പിളാണ്. ആദ്യം എന്ത് ചെയ്താൽ മതി? ആദ്യം 1/4 into 24 കാണുക, അപ്പം എത്ര സ്ലൈസ് ഫാമിലി കൊണ്ടുപോയി എന്ന് മനസ്സിലാക്കും. ദെൻ 1/3 into 24 കാണുക, എത്ര സ്ലൈസ് ഫ്രണ്ട്സ് കൊണ്ടുപോയി എന്ന് കാണുക. ദെൻ എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇനി ഈ ക്വസ്റ്റിനകത്ത് ഒരു ചെറിയ മാറ്റം വരുത്തിയിരുന്നെങ്കിൽ ആൻസർ മാറിയാണ്. എന്താണ്? ഫസ്റ്റ് 1/4 കേക്ക് മേടിച്ചതിന് ശേഷം ദെൻ എ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ബോട്ട് 1/3 ഓഫ് ദ റിമൈനിങ് കേക്ക് എന്നുണ്ടായിരുന്നെങ്കിലോ? ഓഫ് ദ റിമൈനിങ് കേക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? ഈ 1/3 into 24 ചെയ്താൽ കറക്റ്റ് ആകുമോ? ഇല്ല. 1/3 into 24 ചെയ്താൽ തെറ്റിയേനെ. അപ്പോൾ എന്താ? റിമൈനിങ്, അതായത് ആ 6 സ്ലൈസസ് പോയതിന് ശേഷം റിമൈനിങ് 18 സ്ലൈസസിൻ്റെ 1/3 എന്നാണ് ക്വസ്റ്റ്യൻ മീൻ ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ധൃതി വെച്ച് വായിക്കരുത്, മനസ്സിലാക്കി വായിക്കുക കേട്ടോ. ഇപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ഒരു പക്ഷേ റിമൈനിങ് എന്നുണ്ടായിരുന്നുവെങ്കിൽ കഥ മാറിയേനെ എന്ന് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഫൈൻ. നെക്സ്റ്റ്, ഫൈൻഡ് ദി മിസ്സിംഗ് നമ്പർ. 2, 8, 18, 32 നമുക്ക് എഴുതാം. ഫൈൻ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? 8 എന്ന് പറയുമ്പോഴത്തേനും നമുക്കറിയാം 2 ക്യൂബ് ആണെന്ന് നമുക്കറിയാം അല്ലേ? 8 2 ക്യൂബ് ആണെന്ന് നമുക്കറിയാം. 8 2 ക്യൂബ് ആണ്. 18 പക്ഷെ നമുക്ക് ക്യൂബിൽ എഴുതാൻ സാധിക്കുമോ? ഇല്ല. 18 നമുക്ക് 2 നമ്മൾ നമ്പർ സീരീസിൻ്റെ ക്ലാസ് കണ്ടിട്ടുള്ളവർക്കറിയാം. ഇൻക്രീസ് ഗ്രാജുവൽ ആണ് എങ്കിൽ അത് ബേസിക്കലി അഡീഷണൽ സബ്ട്രാക്ഷൻ എന്തെങ്കിലും ആയിരിക്കും. ഇവിടെ ഇൻക്രീസ് ഗ്രാജുവൽ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഒരു സഡൻ ഇൻക്രീസ് ഉണ്ടാകുന്നുണ്ട് അല്ലേ? സോ ഒബ്വിയസ്ലി ഇവിടെ ഒരു മിക്സഡ് ഓപ്പറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ പവർ വരുന്ന സംഗതി ആയിരിക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ 18 നമുക്ക് 3യിൽ എഴുതാൻ പറ്റില്ല, കാരണം 3 ക്യൂബ് 27 ആണ്. പിന്നുള്ളത് എന്താ? 3 സ്ക്വയർ 9 ആണ്. 3 സ്ക്വയർ + 3 സ്ക്വയർ നമുക്ക് വേണമെങ്കിൽ എഴുതാം അല്ലേ? ഓക്കെ, അവിടെ നിൽക്കട്ടെ. 32 നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ നോക്കി. ഓക്കെ, 32 എഴുതാമല്ലോ. 4 സ്ക്വയർ + 4 സ്ക്വയർ അല്ലേ? 4 സ്ക്വയർ + 4 സ്ക്വയർ ആണ് 32. സോ ബേസിക്കലി ഇതെന്താ? ഇത് n സ്ക്വയർ + n സ്ക്വയർ എന്ന ഫോമിലാണ് അല്ലേ? n സ്ക്വയർ, അതായത് 2 എങ്ങനെ എഴുതാം? 2 1 സ്ക്വയർ + 1 സ്ക്വയർ. 8 എങ്ങനെ എഴുതാം? 8 3 സ്ക്വയർ + 3 സ്ക്വയർ. 2 സ്ക്വയർ + 2 സ്ക്വയർ എഴുതാൻ പറ്റുമോ അങ്ങനെ? 2 സ്ക്വയർ എഴുതാം. 2 സ്ക്വയർ + 2 സ്ക്വയർ. ദെൻ 18 എന്താ? 18 3 സ്ക്വയർ + 3 സ്ക്വയർ. അങ്ങനെയാണ് 32 4 സ്ക്വയർ + 4 സ്ക്വയർ ആണ്. കണ്ടുപിടിക്കേണ്ട നമ്പർ അപ്പോൾ എന്തായിരിക്കും? 5 സ്ക്വയർ + 5 സ്ക്വയർ ആയിരിക്കും. സോ എക്സ് വിൽ ബി 5 സ്ക്വയർ + 5 സ്ക്വയർ, അതായത് 25 + 25 which is 50. ഫൈൻ. സോ ആൻസർ സി ആണ്, 50. ഫൈൻ, ഗുഡ്. നെക്സ്റ്റ്, ഫൈൻഡ് ദി മിസ്സിംഗ് നമ്പർ. ഏതാണ്? 1 3 6 10 15 2. ഇവിടെ കണ്ടോ? ഇവിടെ ഇൻക്രീസ് ഗ്രാജുവൽ ആണ് അല്ലേ? ഒരു ചെറിയ ഇൻക്രീസ് ആണ് അല്ലേ? സോ ഉറപ്പായിട്ടും ഇതൊരു പവറോ ആകാൻ സാധ്യതയില്ല, മിക്സഡ് ഓപ്പറേഷൻ ആകാൻ സാധ്യതയുണ്ട്. ബേസിക്കലി ഒരു അഡീഷണൽ സബ്ട്രാക്ഷൻ ആയിരിക്കും. നമുക്ക് നോക്കാം. ഇവിടെ എന്താ? ഇവിടെ +2 ഉണ്ടാകണം, ഇവിടെ +3 ഉണ്ട് അല്ലേ? ഇവിടെ +4 ആണ്. ഓക്കെ, വളരെ സിമ്പിളായി കിട്ടി. +5 ആണിത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ +6 ആണ്. സോ 21 നിന്ന് അടുത്ത നമ്പറിലേക്ക് പോകാൻ +7 ആയിരിക്കണം, which is 28. ആൻസർ എത്രയാണ്? ഡി. വളരെ സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു. ഫൈൻ. ദെൻ ഫൈൻഡ് ദി മിസ്സിംഗ് നമ്പർ 2 3 5 9. ഇവിടെയും ഗ്രാജുവൽ ആയിട്ടുള്ളൊരു ഇൻക്രീസ് ആണ് അല്ലേ? ഒരു സഡൻ ഇൻക്രീസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. നമുക്ക് നേരത്തെ ഇതുപോലെ ഡിഫറൻസ് എടുത്ത് നോക്കി. ഇവിടെ 2 ഇവിടെ +1 ആണ് അല്ലേ? 3 നിന്ന് ഇങ്ങോട്ട് +2 ആണ്. ഇത് +4 ആണ്. ഇത് 8 ആണ്. അപ്പോൾ എന്ത് മനസ്സിലായി? ഇരട്ടിച്ച് പോവാണ് എന്ന് മനസ്സിലായി അല്ലേ? 1 2 4 8, അതായത് ഈ നമ്പറിൻ്റെ ട്വൈസ് ഇത്, ഈ നമ്പറിൻ്റെ ട്വൈസ് ഇത്, ഈ നമ്പറിൻ്റെ ട്വൈസ് ഇത്. സോ നെക്സ്റ്റ് നമ്പറിൻ്റെ ട്വൈസ് എത്രയാണ്? 16. സോ 17 + 16 ആയിരിക്കും ആൻസർ അല്ലേ? 17 + 16 എത്രയാണ്? 32.
3 33 8 കണ്ടോ, ഒരൊറ്റ സ്റ്റെപ്പിൽ കിട്ടിയുണ്ടോ. മാക്സിമം ക്വസ്റ്റ്യൻസ് ട്രൈ ഔട്ട് ചെയ്യുക, മാക്സിമം ഓപ്ഷൻസ് വരുന്ന അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഫൈൻഡ് ദി നെക്സ്റ്റ് ആൽഫബറ്റ്. ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ ആൽഫബറ്റ് സീരീസിൻ്റെ ക്ലാസ് ഞാൻ പറഞ്ഞിരുന്നു, ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ തന്നെ ആദ്യമേ എന്ത് ചെയ്താൽ ABCD ലൈക്ക് ക്വസ്റ്റൻ അല്ല, ഏതൊരു മാത്സ് വരുന്നൊരു ക്വസ്റ്റൻ എടുക്കുകയാണെങ്കിൽ തന്നെ അതിൻ്റെ വർക്ക് ഷീറ്റിലോ എവിടെയെങ്കിലും ABCD ഫുള്ളി നിരത്തി എഴുതി വെക്കുക, അതിന് താഴെ 1 2 3 4 എഴുതി വെക്കുക, തിരിച്ചും അതുപോലെ, അതായത് ഇസഡിന്ന് 31 തൊട്ടും എഴുതി വെക്കുക, അതായത് A to Z എഴുതുക, 1 to 26 എഴുതുക, അതുപോലെ തിരിച്ച് 26 to 1 എഴുതുക. ഇത് നിങ്ങൾക്ക് ടൈം ഒത്തിരി ലാഭിക്കാൻ പറ്റും കേട്ടോ, ഓക്കെ, നമുക്ക് നോക്കാം. ACF ഇവിടെ A B സ്കിപ്പ് ചെയ്തു, C എത്തി, D E സ്കിപ്പ് ചെയ്തു അല്ലേ, ഡിയും ഇയും സ്കിപ്പ് ചെയ്തു, F എത്തി. അപ്പോൾ ഓക്കെ, സ്കിപ്പ് ചെയ്താണ് പോകുന്നത്, നമുക്ക് എഴുതി നോക്കാം, അല്ലാതെ സംഗതി സംസാരിച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷനായി പോകും. A P C D E F G H I J K L M N O P Q R S T U V W X Y Z. കൂടെ വായിച്ചതിന് സോറി. ഒന്ന് നോക്കാം. എന്ന് സിയിലേക്ക് എത്തി, ഒന്ന് സ്കിപ്പ് ചെയ്തു അല്ലേ, +1 ആയി. ദെൻ സിന്ന് എഫിലേക്ക് വന്നു, സിയിലേക്ക് എഫിലേക്ക് വരുമ്പോൾ 2 സ്കിപ്പ് ചെയ്തു, ഡിയും ഇയും സ്കിപ്പ് ചെയ്തു. എഫിന്ന് ജെയിലേക്ക് വന്നു, അപ്പോൾ എന്ത് ചെയ്തു, 3 സ്കിപ്പ് ചെയ്തു, കൊള്ളാം. ദെൻ ജെയിന്ന് ഒയിലേക്ക് വന്നു, അങ്ങനെയാണെങ്കിൽ 4 സ്കിപ്പ് ചെയ്യണം. ഓക്കെ, അതെ, KLMN, ഇപ്പം 4 സ്കിപ്പ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒയിൽ നിന്നും അടുത്തേക്ക് പോകുമ്പോൾ 5 സ്കിപ്പ് ചെയ്യണം അല്ലേ. സോ 1 2 3 4. സോ ആൻസർ എന്തായിരിക്കണം, 4 5 6 അല്ലേ, 5 സ്കിപ്പ് ചെയ്യണം. അപ്പോൾ 1 2 3 4 5 യു ആയിരിക്കും നമ്മുടെ ആൻസർ. ആൻസർ D U. ഫൈൻ, സിമ്പിൾ അല്ലായിരുന്നു, അന്ന് എഴുതി കൂട്ടി വെക്കുക എന്നുള്ളൊരു മെനക്കേട് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഫൈൻ. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദ നെക്സ്റ്റ് ടേം ഇൻ ദ ഗിവൺ സീരീസ് AZ BY CX DW. ഇവിടെ ബേസിക്കലി രണ്ട് പൊസിഷൻ ഉണ്ട് അല്ലേ, എയും ഉണ്ട് ഇസഡ് ഉണ്ട്, അങ്ങനെ 2 പൊസിഷൻ ഉണ്ട്. ഇവിടുത്തെ കണ്ടോ, A B C D, ഇവിടെ അപ്പം E ആയിരിക്കണം. സോ E ആയിരിക്കണം സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് ആദ്യമേ D കട്ട് ചെയ്യാം, D കഴിഞ്ഞില്ലേ. ദെൻ ഇനി ബാക്കിയുണ്ട് പുറകോട്ട് വരുന്നത് ഇസഡ് Y X W, അടുത്ത് എന്തായിരിക്കണം, V ആയിരിക്കണം. സോ ആൻസർ A E V അല്ലേ. തിരിച്ചു നോക്കുക, ഇസഡ് Y X W V. സോ EV ആണ് നമ്മുടെ ആൻസർ കേട്ടോ, EV. ഓക്കെ, നെക്സ്റ്റ്. വാട്ടർ ടാങ്ക് ഇസ് 3/5 ഫുൾ. ഓക്കെ, അതായത് അതിൻ്റെ ഫുൾ കപ്പാസിറ്റിയിലല്ല. ഇഫ് ദ ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദ ടാങ്ക് ഇസ് 200 liters. ഓക്കെ, ഹൗ മച്ച് മോർ വാട്ടർ ഇസ് നീഡഡ് ടു ഫിൽ ദി ടാങ്ക് കംപ്ലീറ്റ്ലി. വളരെ സിമ്പിൾ അല്ലേ. രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 3/5. ഓക്കെ, ആദ്യമേ ടാങ്ക് തന്നിട്ടുണ്ട്, ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ടാങ്ക് തന്നിട്ടുണ്ട്, അതിൻ്റെ 5 പാർട്ട് ഉണ്ടെന്ന് കരുതുക. ഇപ്പോൾ എത്ര പാർട്ടായി, 1 2 3 4 5. ഈ ടാങ്കിന് 5 പാർട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ ഈ 3 പാർട്ട് ഫിൽഡ് ആണ് എന്നാണ് പറഞ്ഞത്. ഈ 3 പാർട്ട് ഫിൽഡ് ആണ്. പക്ഷേ ഈ 2 പാർട്ടൂടെ ഫില്ലായാൽ മാത്രമേ ഈ ടാങ്ക് ഫുൾ എന്ന് പറയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ മാക്സിമം കപ്പാസിറ്റി 200 എത്തത്തുള്ളൂ അല്ലേ, 200 എത്തത്തുള്ളൂ. ഇനി 2 രീതി ചെയ്യാം. 3/5 × 200 ചെയ്തിട്ട് ഒരു ആൻസർ കണ്ടുപിടിക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, എന്നിട്ട് ആ കിട്ടിയ ആൻസർ 200 നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. ദിസ് ഇസ് വൺ മെത്തഡ്. പകുതിയിലധികം പേരും ഈ ഒരു മെത്തഡായിരിക്കും യൂസ് ചെയ്തേക്കുന്നത്. ഇനി മറ്റേ സിമ്പിൾ മെത്തഡ് ഏതാ, എത്രയാണ് നിറയേണ്ടത് നോക്കിയാൽ പോരെ. 3/5 ആണ് നിറഞ്ഞതെങ്കിൽ ഇനി നിറയാണ്ടിരിക്കുന്ന പാർട്ട്, അതായത് 5 പാർട്ടിലെ 3 പാർട്ട് നിറഞ്ഞുവെങ്കിൽ ഇനി നിറയാൻ 2 പാർട്ടല്ലേ ഉള്ളത്. സോ 2/5 × 200 കണ്ടുപിടിച്ചാൽ പോരെ. 2/5 × 200 കണ്ടുപിടിച്ചാൽ പോരെ, സിമ്പിൾ അല്ലേ. 40 80. ആൻസർ ഓപ്ഷൻ D 80. ആൻസർ ഓപ്ഷൻ D 80. മനസ്സിലായി എന്ന് കരുതുന്നു. അതായത് നേരത്തെ നമ്മൾ ഒന്നെങ്കിൽ 3/5 × 200 കണ്ടുപിടിക്കുക, എന്നിട്ട് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, എത്രത്തോളം നിറഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തരമാണ്. ആ കിട്ടിയ ഉത്തരം 200 നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. അത് ട്രഡീഷണൽ വേ എന്ന് കൂട്ടിക്കും. രണ്ടാമത്തെ നമുക്ക് ഷോർട്ട് കട്ട് എന്ന രീതി നിങ്ങൾക്ക് നിങ്ങളുടെ യുക്തിക്ക് പെട്ടെന്ന് കിട്ടും അല്ലേ, ഒരൊറ്റ സെക്കൻഡിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. എന്താണ്, 3 പാർട്ട് ഫിൽഡ് ആണ്, 2 പാർട്ടോടെ ഫിൽ ചെയ്താൽ മതി. സോ 2/5 × 200 ഇസ് 80. സിമ്പിൾ അല്ലേ. ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോഫിയ സ്പെൻസ് 2/5 ഓഫ് ഹർ ഡേ ഇൻ സ്കൂൾ. ഓക്കെ, 1/4 ഹർ റിമൈനിങ് ടൈം ഓൺ ഹോംവർക്ക് ആൻഡ് റെസ്റ്റ് പ്ലേയിങ്. ഉറങ്ങണ്ട അല്ലേ, ഉറങ്ങുന്നില്ല. ദെൻ ഇഫ് ഷീ ഹാസ് 24 hours ഇൻ എ ഡേ, ഹൗ മച്ച് ടൈം ഷീ സ്പെൻഡ്. ഓക്കെ, ഫൈൻ, വളരെ സിമ്പിൾ ആട്ടോ.
ഓക്കെ, ഇവിടെ റിമൈനിങ് കണ്ടോ, റിമൈനിങ് ഒന്നാണ്ടോ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു, ഓർമ്മയുണ്ടോ? ഓക്കെ, നോക്കാം. ഫസ്റ്റ് 2/5 ഓഫ് ദി ഡേ എവിടെയാണ്? സ്കൂളിൽ സ്പെൻഡ് ചെയ്യാണ്. നമുക്ക് നോക്കാം. സോ ടൈം അറ്റ് സ്കൂൾ എത്രയാണ്? 2/5 ഇൻറ്റു 24. സോ 2/5 ഇൻറ്റു 24 എത്രയാണ്? പോവില്ലല്ലേ? അപ്പോൾ ഡെസിമലി വരും. നമുക്ക് എന്ത് ചെയ്യണം? ടൈംസ് 240 എത്രയാണ്? 240 ഡിവൈഡ് ബൈ 5. 250 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 50 ആണല്ലേ? 50 ആണ്. ഫൈൻ. അങ്ങനെ ആണെങ്കിൽ 240 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 48 ആയിരിക്കത്തില്ലേ? സോറി, ഡിവൈഡ് ചെയ്യാതെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറഞ്ഞത് കേട്ടോ. 250 ഡിവൈഡ് ബൈ 50 എന്ന് പറഞ്ഞു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ആണെങ്കിൽ 240 ബൈ 5 48 ആണ് എന്ന് മനസ്സിലാക്കാൻ പെട്ടെന്ന് കിട്ടുമല്ലോ. 48 ആണ്. അങ്ങനെയാണെങ്കിൽ 24 ബൈ 5 4.8 ആയിരിക്കും. സോ 2 ഇൻറ്റു 4.8 വിച്ച് ഈസ് 9.6. സോ 9.6 hours എവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്? സ്കൂളിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദെൻ 1/4 ഓഫ് ഹർ റിമൈനിങ് ടൈം, അതായത് 24 റിമൈനിങ് ടൈം എത്രയാ? റിമൈനിങ് ടൈം ഇസ് ഈക്വൽ ടു 24 മൈനസ് 9.6. 24 മൈനസ് 10 14 ആണ്. 0.4 നമുക്ക് ആഡ് ചെയ്യണം അല്ലേ? സോ 14.4 ആണ് മിച്ചമുള്ള ടൈം. 14.4 hours ആണ് ഇനി മിച്ചമുള്ളത്. ഈ 14.4ൻ്റെ 1/4 ആണ് ആര് എവിടെ സ്പെൻഡ് ചെയ്യുന്ന? ഹോംവർക്ക് ചെയ്യാൻ, റെസ്റ്റ് പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 3/4 ഇൻറ്റു 14.4 ആണ് അവൾ റെസ്റ്റ് കളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈം അല്ലേ? അതെത്രയാണ് നോക്കിയാൽ പോരെ നമുക്ക്? അതെത്രയാണ് നോക്കിയാൽ പോരെ? സോ 144 12 ആണ് അല്ലേ? സോ ഇത് ബേസിക്കലി 12 ഇൻറ്റു 1.2 ആണ്. നമുക്ക് കട്ട് ചെയ്യാം. ഇത് 3 ആണ്. സോ 3 ഇൻറ്റു 1.2 വിച്ച് ഈസ് 9 ഇൻറ്റു 1.2. ഓക്കെ, അതും സിമ്പിളാണ്. 108. സോ 10.8 ആണ് ആൻസർ. ഈ മാത്തമാറ്റിക്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ വലിയ പാടൊന്നും വേണ്ട. 144 എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 12 ആണ്. ഇപ്പോൾ 14.4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ഇൻറ്റു 1.2 ആണ് അല്ലേ? 12 ഇൻറ്റു 1.2 ആണ്. ഞാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയ ഡിവിഷനൊക്കെ എടുത്ത് വരയ്ക്കണം, അതിന് പകരം ഞാൻ ചെയ്യുന്നതാണ്. ഇത് ഞാൻ ചെയ്യാനുള്ള കാരണം ബിക്കോസ് ഐ എം കോൺഫിഡൻറ്റ് ഇൻ വാട്ട് ഐ എം ഡൂയിങ്. ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുക. സോ ദാറ്റ് കാൽക്കുലേഷൻസ് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഒരു പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ 14.4 ഒക്കെ ഇരുന്ന് വരച്ച് ഡിവൈഡ് ചെയ്ത് ചെയ്യാൻ പോകുമായിരുന്നെങ്കിൽ എനിക്ക് ഒത്തിരി ടൈം എടുത്തേനെ. ഓക്കെ, സോ നിങ്ങൾക്ക് ടൈം ലാഭിക്കണമെങ്കിൽ യു ഹാവ് ടു ബി ഗുഡ് അറ്റ് നമ്പേഴ്സ്. ഓക്കെ, അത് കൂട്ടാനാണെങ്കിലും ശരി, കുറയ്ക്കാനാണെങ്കിലും ശരി, മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലും ശരി, ഡിവിഷൻ ആണെങ്കിലും ശരി, കുറച്ച് കാര്യങ്ങൾ നമ്മൾ കാണാതെ പഠിക്കാൻ വേണം. അതായത് സ്ക്വയർസ്, ക്യൂബ്സ് ഒക്കെ കുറച്ച് കാണാതെ പഠിക്കാൻ വേണം. അതൊക്കെ വഴിയെ പഠിക്കും. വി ഹാവ് ടൈം ഇൻ ഫ്രണ്ട് ഓഫ് us. സോ നമുക്ക് പയ്യെ അതൊക്കെ എല്ലാം പഠിച്ചു പോകാം കേട്ടോ. ഫൈൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഫാമിലി ഗോസ് ഓൺ എ റോഡ് ട്രിപ്പ് ഓഫ് 300 kilometers. They travel 2/5 of the distance before lunch. Then ഇവിടെ വന്നു 3/8 of the remaining distance after lunch. So how much distance is left? Okay, fine. 300 അല്ലേ? സോ ആദ്യം ബിഫോർ ലഞ്ചിൽ അവരുടെ ഡിസ്റ്റൻസ് എത്രയാണ്? 300 ഇൻറ്റു 2/5 60 ആണ് അല്ലേ? 120 kilometers അവർ കവർ ചെയ്ത് കഴിഞ്ഞു. 120 kilometers അവർ കവർ ചെയ്ത് കഴിഞ്ഞു. സോ മിച്ചം റിമൈനിങ് ഡിസ്റ്റൻസ് എത്രയാ? റിമൈനിങ് ഡിസ്റ്റൻസ് ഈസ് 300 മൈനസ് 120 വിച്ച് ഇസ് 180 അല്ലേ? 180 kilometers. ഓക്കെ, സോ 180 kilometersൻ്റെ 2/5 ഡിസ്റ്റൻസ്, 3/8 അവർ ലഞ്ചിന് ശേഷം ട്രാവൽ ചെയ്തു. ഇനി എത്ര ഉണ്ടെന്നാണ്. സോ 3/8 കവർ ചെയ്തെങ്കിൽ ഇനി 5/8 കൂടെ അവർക്ക് കവർ ചെയ്യാനുണ്ട് അല്ലേ? അവർ 3/8 ഓഫ് ദ റിമൈനിങ് ടൈം കവർ ചെയ്തു. അതിനർത്ഥം എന്താ? അവർക്ക് ഇനിയും 5/8 കൂടെ കവർ ചെയ്താലേ അവർക്ക് ഡെസ്റ്റിനേഷനിൽ എത്താൻ സാധിക്കത്തുള്ളൂ അല്ലേ? സോ അങ്ങനെ ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? 5/8 ഇൻറ്റു 180 ചെയ്താൽ പോരെ? 5/8 ഇൻറ്റു 180. സോ ഇതിൽ നമുക്കറിയാം 180 പോകത്തില്ല. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. 4 90 ആണ്. വീണ്ടും കട്ട് ചെയ്തു. 2 45 ആണ്. സോ 45 ഇൻറ്റു 2.5 നോക്കിയാൽ മതി. 45 ഇൻറ്റു 25 5 5 25 22 20 plus 10 1 9
ഇപ്പോൾ എത്രയാണ് 1125 അല്ലേ 1125 നമുക്കൊരു ഡെസിമൽ ഉണ്ടായിരുന്നു. സോ 112.5 ആൻസർ ഡി 112.5. സിമ്പിൾ അല്ലായിരുന്നോ? ഫൈൻ. ഓക്കെ, എ ഫാമർ ഹാസ് 120 acres of land. He uses 2/5 of it for growing wheat, 1/3 of the remaining, വീണ്ടും റിമൈനിങ് തന്നെ വരുന്നു, of corn and rest for vegetables. സെയിം മെത്തേഡാണ്, സെയിം മെത്തഡോളജിയാണ്. സോ വീറ്റ് ഗ്രോയിൻ ചെയ്യാൻ വേണ്ടി ഉള്ള ഏക്കർ അല്ലേ, ഏരിയ ഫോർ വീറ്റ് 2/5 ഇൻറ്റു 120 വിച്ച് ഇസ് 80. സോറി 540 സോറി ബ്ലാങ്ക് ആയി പോലെ. ഓക്കെ ഫൈൻ. 120 എന്ന് പറയുമ്പോൾ തന്നെ 24 അല്ലേ, സോ 48 ഏക്കേഴ്സ്. മിച്ചം എത്ര ഏക്കർ ഉണ്ട്? അപ്പോൾ 120 മൈനസ് 48, സോ 72 ഏക്കേഴ്സ് ഇനി മിച്ചമുണ്ട് അല്ലേ, 72 ഏക്കേഴ്സ് ഇനി മിച്ചമുണ്ട്. അതിൽ 1/3 അയാൾ കോണിന് വേണ്ടി യൂസ് ചെയ്യാണ്, റെസ്റ്റ് ഫോർ വെജിറ്റബിൾസ്. നമുക്ക് വെജിറ്റബിൾസിനാണ് അറിയേണ്ടത്. സോ ഒബ്വിയസ്ലി 2/3 ഇൻറ്റു 72 24 ആണ്. ആൻസർ എത്രയാണ്? 48 അല്ലേ. ആൻസർ 48 ഏക്കേഴ്സ്. ഫൈൻ. സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു, കൂടുതൽ ഡിസ്കഷൻ ആവശ്യമില്ല, കാരണം നമ്മൾ റെഗുലർ ആയിട്ട് ഇതുവരെ ചെയ്ത അതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ തന്നെയായിരുന്നു. ദെൻ നെക്സ്റ്റ്, ഫൈൻഡ് ദി മിസ്സിംഗ് നമ്പർ 3, 8, 15, 24. ഇവിടെ കണ്ടോ, ഇവിടെ ഇൻക്രീസ് ഗ്രാഡ്വൽ ആണ്, ഒരു പരിധി വരെ ഗ്രാഡ്വൽ ആണ് അല്ലേ. സോ നമുക്ക് നോക്കാം. 3 to 8 5 ആണ്, 8 to 15 7 ആണ്, 15 to 9 ആണല്ലേ, 9 ആണ്. ഓക്കെ, സിമ്പിൾ ആയില്ലേ. സോ നെക്സ്റ്റ് അപ്പോൾ എത്ര ആയിരിക്കും? നെക്സ്റ്റ് 11 ആയിരിക്കണം അല്ലേ. ഓഡ് നമ്പർ അല്ലേ, +2. ഇവിടെ കണ്ടോ, +2 വെച്ച് കൂടി പോവാണ്, +2 വെച്ച് കൂടി പോവാണ്. സോ ഒബ്വിയസ്ലി 24 + 11 35. 24 + 11 35. ആൻസർ ബി. സിമ്പിൾ ക്വസ്റ്റൻ ആയിരുന്നു അല്ലേ. ഓക്കെ ഇത് ബേസിക് ഉണ്ടോ? ഡെസിമൽ ക്വസ്റ്റൻസ് ആണ്. ഇത് ബേസിക്കലി വളരെ സിമ്പിൾ ലോജിക് ആയിരിക്കും, പക്ഷേ ഇവിടെ നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ മിസ്റ്റേക്സ് വരുത്താതിരിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. ഫോക്കസ് ചെയ്ത് ചെയ്യുക, അത്രയേ ഉള്ളൂ. എ ഫാക്ടറി പ്രൊഡ്യൂസസ് 125 meters of cloth in 5.5 hours. ഹൗ മച്ച് ക്ലോത്ത് ഇസ് പ്രൊഡ്യൂസ്ഡ് പെർ അവർ അല്ലേ. 5.5 മണിക്കൂറിൽ 125.5 മീറ്റർ ആണെങ്കിൽ 1 മണിക്കൂറിൽ എത്രയാണ് അറിയേണ്ടത് അല്ലേ. ഒന്നും ചെയ്യേണ്ട, 125.5 ഡിവൈഡഡ് ബൈ 5.5 ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്താൽ മതി? 120 by 55. 5 തൊട്ട് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് 251/11 ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. കാരണം എന്താ, നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടെ ചെയ്യാം. 11 11s are 121. സോ 11 times 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 11 times 20 എന്ന് പറയുമ്പോഴത്തേന് 220 ആണല്ലേ. 251 ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, 11 into 20 220 ആണ്. സോ 20ക്ക് താഴെയുള്ള ആൻസർ തെറ്റായിരിക്കും, 20യും തെറ്റായിരിക്കും ആണല്ലോ. ഫൈൻ. ദെൻ 22 എടുത്തേ. 11 into 22 വളരെ സിമ്പിൾ ആണല്ലേ. എത്രയാണ്? 244 വരും അല്ലേ. 242 വരും. ഓക്കെ, 25ലേക്ക് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആൻസർ വളരെ വലുതായിരിക്കും. 251 മുകളിൽ ഏതായാലും പോകും. സോ ഒബ്വിയസ്ലി നമുക്ക് എന്ത് ചെയ്യാം? മാത്സ് കൂടുതലൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ആൻസർ ഡി എന്ന് പെട്ടെന്ന് മാർക്കാൻ സാധിക്കും. ഓക്കെ, ഞാൻ പറഞ്ഞ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുമില്ല, ഇവിടെ 11 എത്ര ടൈംസ് 251 അടുത്ത് വരുന്നുണ്ടെന്ന് മാത്രം നോക്കുക. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. 11 22 ആണെങ്കിൽ അത് 242 ആണ്. 22ന് മുകളിലോട്ട് ഒരു ഹോൾ നമ്പർ 23 24 25 പറയുകയാണെങ്കിൽ അത് 251 വലുതായിരിക്കും. സോ ഒബ്വിയസ്ലി ആൻസർ ഹാസ് ടു ബി 22 വലുതായിരിക്കണം, പക്ഷേ 23 ചെറുതായിരിക്കണം. അങ്ങനെ ഒരു ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഏതാണ്? ഓപ്ഷൻ ഡി, 22.82. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഡിവൈഡ് ചെയ്താൽ മതി. സമയമുണ്ട് എങ്കിൽ ഡിവൈഡ് ചെയ്യുക, ടെൻഷൻ അടിക്കുകയും ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെക്ടാങ്കുലർ പ്ലോട്ട് ഓഫ് ലാൻഡ് മെഷേഴ്സ് 15.75 meters in length, 8.6 meters in width. നമുക്ക് എന്താ അറിയണ്ടേ? ടോട്ടൽ ഏരിയ ഓഫ് ദ പ്ലോട്ടാണ്. സോ റെക്ടാങ്കുലർ പ്ലോട്ടിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഏരിയ ഓഫ് റെക്ടാങ്കിൾ ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അപ്പോൾ എന്താ ചെയ്താൽ മതി? 15.75 ഇൻറ്റു 8.6 അല്ലേ. നമുക്കിതൊക്കെ തൽക്കാലത്ത് അങ്ങ് ഒഴിവാക്കാം. നമുക്ക് എന്ത് ചെയ്താൽ മതി? 15 75 86. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഒന്നും വേണ്ട, കണ്ണു മുട്ടിയെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം.
ഇവിടെ ഓപ്ഷനിലൂടെ ഒരു പ്രശ്നം വരും എന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. 5, 6, 30, 3, 7, 42, 45, 4, 5, 6, 30, 30, 34, 3, 6, 9, okay, 0, 5, 8, 40, 56, 60, 5, 8, 46, so 135.45 അല്ലേ, 135.45 ഞാൻ നിങ്ങളോട് ഇപ്പോഴാണ് ചെയ്യുന്നത് കേട്ടോ. സോ ആൻസർ ഡി, ഓപ്ഷൻ ഡി, 135.45. നെക്സ്റ്റ് 80. A farmer had 85.65 kg of wheat. He sold 29.5 kg and later another 19. So എത്രയാണ് ലെഫ്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് എന്ത് ചെയ്താൽ മതി, ആദ്യം 29.85ഉം 19.9 കൂട്ടുക. ഡെസിമൽ ആഡ് ചെയ്യാൻ അറിയാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇവിടെ 0 ഇട്ടാൽ മതി, സോ കൺഫ്യൂഷൻ വേണ്ട. 8 9s are 17. സോ 85.65 എന്ന് നമുക്ക് എന്ത് ചെയ്താൽ മതി, 49.75 കുറയ്ക്കാം. $35.90 option B. 35.90 option B. Okay, fine. Next, a machine takes 2.75 minutes to make one product. How long will it take to make 124 product? വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഒന്നുമില്ല, ജസ്റ്റ് സാധനം മാത്രം ആഡ് ചെയ്താൽ മതി അല്ലേ. ജസ്റ്റ് അങ്ങോട്ട് മൾട്ടിപ്ലൈ. 1 മിനിറ്റ് കൊണ്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കും. ആ 1 മിനിറ്റിന് 2.75 മിനിറ്റ് ആണെങ്കിൽ 124 പ്രോഡക്റ്റ് എടുക്കാൻ എന്ത് ചെയ്താൽ മതി, 2.75 into 124. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും നോക്കാം. 124 into 275. ഓക്കെ, കുറച്ച് ടൈം എടുക്കും. ആ ടൈം മാത്രം ബെയർ ചെയ്താൽ മതി. സി 20, ഞാൻ നിങ്ങളെ മൾട്ടിപ്ലൈ ചെയ്യാൻ പഠിപ്പിക്കേണ്ട കാര്യമല്ലോ, ഒരു മിനിറ്റ്. ഓക്കെ, സോ 341 മിനിറ്റ്സ് ആണ് എടുക്കുക. 341 മിനിറ്റ്സ് എടുക്കും. അങ്ങനെയാണെങ്കിൽ 341 മിനിറ്റ്സ് എടുക്കുമെങ്കിൽ എത്ര അവറായി, 341 divided by 60 അല്ലേ. സോ 5 hours and 41 minutes അല്ലേ. 5 hours and 41 minutes. ഓക്കെ, ഓപ്ഷൻ എ 5 hours and 41 minutes. സിമ്പിൾ അല്ലേ. ഫൈൻ. A cyclist covers 17.85 kilometers in. സോ നമുക്ക് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, കൂടെ ടൈം തന്നിട്ടുണ്ട്. ഹൗ മച്ച് ഡിസ്റ്റൻസ് വിൽ he cover in 6.5 hours at the same speed എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ആദ്യം എന്ത് കണ്ടുപിടിക്കണം, ആദ്യം സ്പീഡ് കണ്ടുപിടിക്കണം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, ആ സ്പീഡ് ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്യണം. സോ സ്പീഡ് എന്താണ്, സ്പീഡ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ടേക്കൺ. സ്പീഡ് എത്രയാ, 17.85 by 3.5 which is 178.5 by 335. അപ്പോൾ 5.1 കിലോമീറ്റർ പെർ അവർ വരും. 5.1 കിലോമീറ്റർ പെർ അവർ. ഇനി എന്ത് ചെയ്താൽ മതി, 5.1 into 6.5 ചെയ്താൽ മതി. ഓക്കെ, എന്താണ്, കാരണം ഒരു മണിക്കൂറിൽ നമ്മുടെ സ്പീഡ് ഇതാ 5.1 കിലോമീറ്റർ പെർ അവർ. സോ 6.5 മണിക്കൂറിൽ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യും എന്നറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, ആ ഡിസ്റ്റൻസ് ആ സ്പീഡ് ഇൻറ്റു ദ ടൈം ടേക്കൺ അല്ലേ. സോ ബേസിക്കലി എത്രയാണ്, 33.15. ബേസിക് മാത്തമാറ്റിക്സ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് കേട്ടോ. ബേസിക് മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യേണ്ടത്. കാരണം ഇവിടെ ലോജിക് മാത്രം കിട്ടിയാൽ മതിയല്ലോ. സോ 20 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ 20 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി കിട്ടാത്തവരുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ഇത് കണ്ടിട്ട് അത് അടച്ചു വെക്കുകയല്ല ചെയ്യേണ്ടത്. ട്രൈ എഗെയിൻ, നിങ്ങൾ സ്വയം ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യുക, എവിടെയാണ് തെറ്റുപറ്റിപ്പോയെന്ന് മനസ്സിലാക്കുക. ഫൈൻ. സോ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് മറ്റൊരു ഡിസ്കഷനായിട്ട് ഇനി കാണാം. താങ്ക് യു.